ആഖിലാ. ഏതൊരാളോടൊപ്പം നമ്മൾ ചായ കുടിക്കാനിരുന്നാലും ഭക്ഷണം കഴിക്കാനിരുന്നാലും സൽക്കാരത്തിന് പോയാലും സിയാറത്തിന് പോയാലും ഹജ്ജിന് പോയാലും ഉംറക്ക് പോയാലും മഖാം സിയാറത്തിന് സംബന്ധിക്കാൻ വേണ്ടി വന്നാലും ആരോടൊപ്പം കൂടിയാലും കുറ്റത്തിൽ നിന്ന് ഒഴിവാകുന്ന മജ്‌ലിസ് വളരെ കുറവാണ്. നല്ല സദസ്സല്ലേ മൗലിദിന്റെ സദസ്സ്, അതിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി തിരിച്ചു വരുന്ന ആൾക്ക് കിട്ടുന്നത് സമ്മാനം ഗീബത്താണ്. നല്ല മജ്‌ലിസല്ലേ ഉംറയുടെ മജ്‌ലിസ്, പോയി തിരിച്ചു വരുമ്പോ കുറെ ആൾക്കാരെ ഓപ്പറേഷനാ ലഭിച്ചത്, വേറെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടി പോയിട്ട് ഫിത്നയും ഫസാദും നമീമത്തുമാണ് ലഭിക്കുന്നത്. അതാണ് അവർ കാരണം പറഞ്ഞത്. ഏതൊരു ചെറിയ സദസ്സിൽ സംഗമിക്കുമ്പോഴും കുറ്റമുക്തമായ സദസ്സ് വളരെ അപൂർവമാണ്. ആ ഒരു കാരണം കൊണ്ട് സഹോദരങ്ങളെ നമ്മൾ പ്രത്യേകം ചിന്തിക്കണം. നമ്മുടെ ജീവിതം നന്നാകാൻ, നമ്മുടെ മനസ്സ് നന്നാകാൻ, നമ്മുടെ ആഖിറം രക്ഷപ്പെടാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സഹവാസം. ആരോട് സഹവസിക്കുമ്പോഴാ നമ്മൾ നല്ലവരാകുന്നത്, ആരെ മുറുകെ പിടിക്കുമ്പോഴാ നമുക്ക് നല്ല വഴി ലഭിക്കുന്നത്. ദുനിയാവിൽ ആരെയാണ് സ്വീകരിക്കേണ്ടത്, ആരെ പിൻപറ്റിയാണ്, ആരെ തുടർന്നാണ്, ആരോടാണ് എന്നും സലാം പറഞ്ഞ് ജീവിക്കേണ്ടത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചിട്ടുണ്ട്, മൻ ഹഖ്ഖുൻ നാസി ബിഹുസ്നി സുഹ്ബാ, ഏറ്റവും നല്ല സഹവാസം ഞാൻ പാലിക്കേണ്ടത് ആരോടാണ്? നീ നല്ല ബന്ധവും നല്ല സഹവാസവും പാലിച്ച് ജീവിക്കാൻ ജനങ്ങളിൽ ഏറ്റവും ബന്ധപ്പെട്ടത് ഉമ്മുക്ക, നിന്റെ ഉമ്മയാണ്. ഉമ്മയോട് നീ നല്ല സഹവാസം പാലിക്കണം. പിന്നെ ആരോടാണ് നബിയെ? പിന്നെയും നിന്റെ ഉമ്മയോടാണ്. പിന്നെ ആരോടാണ്? പിന്നെയും നിന്റെ ഉമ്മയോടാണ്. പിന്നെ ആരോടാണ്? പിന്നെ നിന്റെ ഉപ്പയോടാണ്. നല്ല സഹവാസം അവരോട് പുലർത്തണം. ഉമ്മാന്റെ അടുത്ത് ഇരിക്കാനും സംസാരിക്കാനും നേരം വേണം. ഉമ്മയും ബാപ്പയും ഒരു വീട്ടിലാണ്, മക്കള് 4 വീട്ടിലാണ്. എന്നാ 4 വീട്ടിലെ മക്കളും ഉപ്പയോടൊപ്പം ഉമ്മയോടൊപ്പം ഒരുമിച്ചിരിക്കണം. എല്ലാ ദിവസവും വേണോ? എല്ലാ ദിവസവും വേണം. എല്ലായ്പ്പോഴും അവരെ കാണണോ? എല്ലാ ദിവസവും കാണണം. നാട്ടിലുള്ള ആളുകൾക്ക് അതിന് പ്രയാസമില്ല. വിദേശത്തുനിന്ന് ജോലി കഴിഞ്ഞ് ലീവിന് വരുന്നവർ കിട്ടുന്ന 2 മാസം ഒരൊറ്റ ദിവസവും ബാപ്പയോടൊപ്പം 1.5 മണിക്കൂർ രാവിലെയും വൈകുന്നേരവും ചെലവഴിക്കാൻ നേരം കാണണം. കാരണം ബാപ്പയോടൊപ്പം ഉമ്മയോടൊപ്പം ഇരിക്കുന്ന ഇരുത്തം ഏറ്റവും നല്ല സഹവാസമാണ്, ഏറ്റവും നല്ല അനുഭൂതിയാണ്. ചിലരുണ്ട്, അവര് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ബാപ്പാനെ കാണുള്ളൂ, വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഉമ്മാനെ കാണുള്ളൂ, നാട്ടിലുണ്ടായാലും പെരുന്നാളിന്റെ അന്ന്. അങ്ങനെ പോരാ, എല്ലാ ദിവസവും സഹവാസം പുലർത്തേണ്ട, സഹവാസം നല്ല രീതിയിൽ നൽകേണ്ട, നല്ല രീതിയിൽ സ്വീകരിക്കേണ്ട ഏറ്റവും നല്ല 2 വിഭാഗമാണ് ബാപ്പയും ഉമ്മയും. അവരോട് നല്ല സഹവാസം പാലിക്കണം. എന്നും അവരോടൊപ്പം ഒരുമിച്ച് കൂടണം, അവരോടൊപ്പം സംസാരിക്കണം, അവരോടൊപ്പം ആശയവിനിമയങ്ങൾ നടത്തണം. കാരണം ബാപ്പാന്റെ ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന കൂലിയും പ്രതിഫലവും മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നില്ലല്ലോ. ഭാര്യന്റെ മുഖത്തേക്ക് നോക്കുന്നതിനേക്കാളും കൂടുതൽ പുണ്യം ബാപ്പാന്റെ ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കുന്നതിനുണ്ട്. അവരെ മുഖത്തേക്ക് നോക്കുന്നതിന് ഹജ്ജിന്റെ പ്രതിഫലമാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ കൂട്ടത്തിലൊരു സഹാബി ചോദിച്ചില്ലേ, അല്ലാഹുവിന്റെ റസൂലേ, ഞാനൊരു ദിവസം 100 തവണ എന്റെ ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കിയാലോ? നിങ്ങൾക്ക് 100 ഹജ്ജിന്റെ പ്രതിഫലമാണ്. ഇനി ചില ആൾക്കാർക്ക് പേടിയാണ്. ബാപ്പാന്റെ ബാപ്പാന്റെ ഉമ്മാന്റെ അടുത്തേക്ക് പോകാൻ ചില ആളുകൾക്ക് പേടിയാണ്. എന്താ പേടിയെന്നറിയോ? അവിടെ പോകുമ്പോ ചിലപ്പോ ബാപ്പയും ഉമ്മയും ഓരോ മുറാദ് പറയും. ആ മുറാദ് ഹാസിലാക്കാൻ എന്തെങ്കിലും കാശ് കൊടുക്കേണ്ടി വരും. അപ്പൊ ചിലർക്ക് പോകാൻ പേടിയാണ്. എപ്പോ പോയാലും ചിലപ്പോ ഉമ്മാക്ക് എന്തെങ്കിലുമൊക്കെ പറയണ്ടാകണല്ലോ, അത് കേൾക്കണല്ലോ. അതാ നല്ല സഹവാസം എന്ന് പറഞ്ഞത്. അല്ല പോയിട്ട് അസ്സലാമു അലൈക്കും സുഖല്ലേ, ഞാൻ നാളെ വരട്ടോ, അതിനല്ല. നമ്മൾ പോയി നോക്കുമ്പോ ഉമ്മ പറയുന്നു, മോനെ ഒരാഗ്രഹമുണ്ട്, കുറെ ആയി ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഒരു പക്ഷെ അങ്ങാടിയിലൊക്കെ പോയാൽ നല്ലോണം കിട്ടാൻ സാധ്യത ഉണ്ട്.
എല്ലാ സമയത്തും കിട്ടൂല. എന്താ ഉമ്മ? കഴിഞ്ഞ മാസമൊക്കെ അന്വേഷിച്ചു, മാമ്പഴം വന്ന് തുടങ്ങുന്നേ ഉള്ളൂ, നമ്മളെ നാട്ടിലൊക്കെ പഴുക്കുന്നേ ഉള്ളൂ. ഇപ്പൊ അങ്ങാടിയിലൊക്കെ എത്തിണ്ടാ നീ 1 കിലോ മാമ്പഴം വാങ്ങിട്ട് വാ. ഇയാൾ മാമ്പഴം വാങ്ങാൻ പോയി നോക്കുമ്പോൾ മാമ്പഴത്തിന് നല്ല വിലയാണ്. എല്ലായിടത്തും സർവ്വവ്യാപകമായിട്ട് എത്തിയില്ലല്ലോ, നാട്ടിലൊക്കെ വരുന്നേ ഉള്ളൂ. ചെറിയ ചെറിയ മാമ്പഴേ ഉള്ളൂ പലർത്തും. അപ്പൊ മാർക്കറ്റിൽ ചോദിച്ചു എന്താ വില? കിലോന് നല്ല മാങ്ങയാണെങ്കിൽ 320. 320 കിലോ വാങ്ങിക്കൊണ്ടുപോയി. 320 എത്ര ചെറുതാ. ഉമ്മാനോടുള്ള സ്നേഹവും ബഹുമാനം കാണിക്കുന്നിടത്ത് 320, 3000, 30,000, 3 ലക്ഷമൊക്കെ ചെറുതല്ലേ? ആ ഒരൊറ്റ കിലോ മാമ്പഴം വാങ്ങിക്കൊണ്ടുപോയിട്ട് ഉമ്മാനടുത്ത് കൊടുത്തതാ ഉമ്മ. കേടുണ്ടോന്നറിയില്ല, കാരണം പുറം നോക്കിയാ വാങ്ങിയത്, മുന്തിയ തന്നെ വാങ്ങിയത്. ഇതിനേക്കാളും വിലയുള്ള ഇല്ല, പിന്നെ താഴെ വിലയുള്ളതാണ്. സന്തോഷായിട്ട് ഉമ്മാന്റെ കൂടെ ഇരുന്നിട്ട് അതൊക്കെ ചെത്തി കൊടുത്ത് റെഡിയാക്കിയിട്ട് ഉമ്മ അതിങ്ങനെ ബിസ്മിൻ ചൊല്ലി ഭക്ഷിക്കുമ്പോ മോനെ നല്ല റാഹത്ത്, നല്ല മധുരമുണ്ട്. ഏതായാലും ഒന്നുകൂടി ചെത്ത്. 2 എണ്ണം ഉമ്മാക്ക് ചെത്തി കൊടുത്ത് ഉമ്മ അതിങ്ങനെ ഭക്ഷിച്ച് നമ്മളോട് കൂടെ ചെലവഴിക്കുന്ന ആ സമയല്ലേ, അത് ജീവിതത്തിലെ ഏറ്റവും നല്ല നേരമാണ്, അമൂല്യമായ നേരമാണത്. അവരോടൊന്ന് സഹവാസം പുലർത്തിയിട്ട് സംസാരങ്ങൾ കേട്ട് സമാശ്വസത്തിന്റെ വാചകങ്ങൾ പറഞ്ഞ് ആ വാചകങ്ങൾ അവരെ മനസ്സിൽ സന്തോഷത്തിന്റെ ഒരുപാട് അവസരങ്ങൾ സൃഷ്ടിച്ചെടുത്താൽ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല നൽകുന്ന സന്തോഷത്തിന്, നമ്മുടെ മനസ്സിന്റെ പുരോഗതിക്ക്, സന്തോഷത്തിന് മറ്റു വഴികളെക്കാൾ കൂടുതൽ നല്ലത് അതാണ്. അതുകൊണ്ടാണ് നല്ല സഹവാസം പാലിക്കുക. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം തങ്ങളെ കൂടെ ഒന്ന് ഫർള് കിഫയായ ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹിച്ച് വാഹനം റെഡിയാക്കി എല്ലാ സാമഗ്രികളും ഒരുക്കി, ഇനി കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതി എല്ലാം റെഡിയാക്കി നിൽക്കുമ്പോ ഉമ്മ പറഞ്ഞു, മോനെ ഉമ്മാൻ ഒറ്റക്കിട്ട് പോവുക, ഉമ്മാക്ക് പുരയിൽ ആരുമില്ല. അല്ല ഉമ്മ, എന്റെ ഒരു ആഗ്രഹമാണ്, എന്റെ കുറെ കാലത്തുള്ള ആഗ്രഹമാണ്, ഇനി നടക്കൂലെങ്കിലോ? അല്ല എനിക്കിവിടെ ആരുമില്ല, നിങ്ങൾ പോയിട്ട് ഷഹീദാവിന് എനിക്കാരുള്ളത്. ഷഹീദാകുന്നതിന് ഉമ്മാക്കെതിരൊന്നുമില്ല, പക്ഷെ ഉമ്മ ഈ മകന്റെ സഹവാസം ആഗ്രഹിക്കുന്നു. മകൻ ഇവിടെ നിൽക്കണം. അപ്പുറത്തുള്ളത് ഫർള് കിഫയാണ്, അതും ആരോടൊപ്പമാണ് നിർവഹിക്കാൻ പോകുന്നത്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം. ഉമ്മ എത്ര പറഞ്ഞിട്ടും മകന്റെ ആവേശത്തിനൊരു കുറവുമില്ല, പോകണം 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 എന്ന് തന്നെ. അവസാനം ഉമ്മ പറഞ്ഞു, മോനെ, നിന്നെ വളർത്തിയത്, നിനക്ക് മുലയൂട്ടിയത്, ശിക്ഷണം നൽകിയത്, എന്റെ ശരീരം മുഴുവനും നിനക്ക് വിരിപ്പായി വിരിച്ചു തന്നത് ഞാനല്ലേ? നീ ഞാൻ പറയുന്നത് തീരെ ഗൗനിക്കുന്നില്ലേ എന്ന് ഗൗരവതരമായ ഭാഷയിൽ ചോദിച്ചപ്പോഴും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം എനിക്ക് പോയേ പറ്റൂ എന്ന് വാശി പിടിച്ചിരുന്ന മഹാനായിരുന്നു സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വാഹനവുമായി എത്തുന്നതിന് മുമ്പ് ഇതേ വിഷയങ്ങൾ മുഴുവനും അറിയിച്ചുകൊണ്ട് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം തങ്ങളോട് പറഞ്ഞു. ഉമ്മ വന്ന മേറ്റർ മുഴുവനും പറഞ്ഞു, ഉമ്മ പറഞ്ഞതൊക്കെ പറഞ്ഞു. വാഹനവുമായിട്ട് നല്ല സന്തോഷത്തോടെ വന്നപ്പോ അബൂ ഹുറൈറ, ഉമ്മ നിങ്ങൾക്ക് പ്രത്യേകം നൽകിയ മുലപ്പാല് വരെ ഓർമ്മിപ്പിച്ചിട്ടും നിങ്ങൾ പിന്തിരിഞ്ഞില്ല അല്ലേ? ഉമ്മ നിങ്ങൾക്ക് നൽകിയ ശിക്ഷണം പോലും നിങ്ങൾ മറന്നു അല്ലേ? നിങ്ങൾ എന്റെ കൂടെ വരാൻ പാടില്ല, നിങ്ങൾ തിരിച്ചു പോകണം. ആ ഉമ്മാക്ക് നിങ്ങൾ സന്തോഷം കൊടുക്കണം, അവരോടൊപ്പം നിങ്ങൾ ജീവിക്കണം. അള്ളാഹു നിങ്ങൾക്ക് അവസരം നൽകുന്നൊരു സമയം വരട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു തൗഫീഖ് നിങ്ങൾക്ക് ലഭിച്ചാൽ എന്റെ കൂടെ വരാം. സഹോദരങ്ങളെ, ആരാണ് ആഗ്രഹം പ്രകടിപ്പിച്ച മഹാൻ? സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ പോകാനല്ലേ? തങ്ങളെ കൂടെ അങ്ങനെ ഒരു വിഷയത്തിന് സംബന്ധിക്കുന്നതിന് തങ്ങളില്ലാത്ത സമയത്ത് സംബന്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ മഹത്വമല്ലേ? ആ മഹത്വം പിന്നെ ഒരു കാലത്തും ലഭിക്കൂലല്ലോ. എന്നിട്ടും അവിടുന്ന് പരിഗണിച്ചത് സ്വന്തം ഉമ്മയുടെ ആഗ്രഹവും താല്പര്യവുമാണ്. നമ്മൾ മനസ്സിലാക്കണം, നാട്ടിൽ അത്യാവശ്യം ജീവിക്കാനുള്ള നല്ല വരുമാനമുള്ള കടയുണ്ട്, ജോലിയുണ്ട്. പക്ഷേ കൂടുതൽ പുരോഗതി ലഭിക്കും വിദേശത്തേക്ക് നല്ലൊരു ജോലിക്ക് പോയാൽ. എതിരൊന്നുമില്ല, ഒരെതിരുണ്ട്. ആരാണെതിര്?
ഉമ്മാക്ക് നമ്മളെ പിരിയാൻ പറ്റൂല, വാപ്പാക്ക് നമ്മളെ പിരിയാൻ പറ്റൂല. നമ്മളെ മനസ്സിലൊരു സമ്മർദ്ദം പിടിമുറുക്കുകയാണ്. എല്ലാവിധ വാഗ്ദാനങ്ങളും തന്ന് കാശ് കൊടുത്താൽ മതി, അടുത്ത ആഴ്ച തന്നെ കേറാം. ബാപ്പക്ക് ഉമ്മക്ക് മോഹമില്ലാതെ, അവർക്ക് അനുവാദമില്ലാതെ, അവർക്ക് സന്തോഷമില്ലാതെ നമുക്കങ്ങനെ ഒരു ദുനിയാവ് വേണോ? നമ്മൾ ആലോചിക്കണം, നമ്മൾ ചിന്തിക്കണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല സഹവാസം പാലിക്കാൻ ഈ ഭൂമി ലോകത്ത് നമ്മളോട് കൽപ്പിച്ച വിഭാഗമാണ് മാതാപിതാക്കൾ. അവരോട് നല്ല സഹവാസം പാലിക്കണം. എപ്പോൾ പോയാലും സുഖദുഃഖ വിവരങ്ങൾ അന്വേഷിക്കണം. നല്ല ക്ഷേമൈശ്വര്യത്തിന് വേണ്ടി ദുആ ചെയ്യണം. അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്യണം. അവരോടൊപ്പം ഇരിക്കണം. ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സമയത്ത് ഉമ്മ ഭക്ഷണം കഴിക്കുമ്പോൾ മകൻ ശ്രദ്ധിക്കണം, മകൾ ശ്രദ്ധിക്കണം. നല്ല താല്പര്യങ്ങൾ നൽകിയിട്ട് റാഹത്തോടെ അവരെ ഭക്ഷിപ്പിക്കണം. പോരാ, ആ ഉമ്മയുടെ കൈപിടിച്ച് വാപ്പയുടെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യണം. ബാപ്പക്കും ഉമ്മക്കും ചിലർ മുസാഫഹത്ത് ചെയ്യൂല. ബാപ്പാന്റെയും ഉമ്മാന്റെയും കൈപിടിച്ച് ചുംബിക്കൽ സുന്നത്താണ്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, എന്താണത് സുന്നത്താകാനുള്ള കാരണം? ബിവിലാദ, ജന്മം നൽകി എന്ന കാരണമാണ്. ബാപ്പക്ക് ഇൽമുണ്ടോ ഉമ്മക്ക് അമലുണ്ടോ എന്ന് നോക്കിയിട്ടല്ല, നിനക്ക് ജന്മം നൽകിയ ബാപ്പയും ഉമ്മയുമല്ലേ. അള്ളാഹുവിന്റെ ഭൂമിയിലേക്ക് നിനക്ക് വഴിയൊരുക്കി തന്നതാ ബാപ്പയും ഉമ്മയും അല്ലേ. നിനക്ക് ശിക്ഷണം നൽകിയത് അവരല്ലേ. അവരെ കൈപിടിക്കുന്നത് സുന്നത്താണ്, ദുആ ചെയ്യിപ്പിക്കുന്നത് സുന്നത്താണ്, കൈമുത്തുന്നത് സുന്നത്താണ്. ചിലര് സയ്യിദന്മാരെ കൈ മാത്രമേ മുത്താൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ്. അല്ലല്ല, ബാപ്പാന്റെ ഉമ്മാന്റെ കൈ പിടിക്കണം, സുന്നത്താണ്. മുമ്പൊരിക്കൽ ഹജ്ജിന് പോകുന്ന ഒരാളോട് ഞാൻ പറഞ്ഞു, ബാപ്പാനോട് ഉമ്മാനോട് പറഞ്ഞു. അത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചോദിച്ചു, ഇപ്പൊ ഒരു അരമണിക്കൂർ നിങ്ങൾ ഉള്ളിൽ പോയത് പിന്നെ എന്തിനാ? അത് ഭാര്യയെ വിളിച്ച് ഒരുപാട് നസീഹത്ത് കൊടുക്കണ്ടതിന് പോയതാണ്. നല്ലൊരു കാര്യം കൂടി ചെയ്യും. അപ്പുറത്തുണ്ടാവും ബാപ്പ, ബാപ്പാന്റെ കൈ പിടിച്ചൊന്ന് മുസാഫഹത്ത് ചെയ്ത് ഒന്ന് ചുംബിച്ചു വരണം. അപ്പൊ ഹജ്ജിന് പോകുന്ന ആകെ സംശയം, അത് ചുംബിക്കണം, ചോദിക്കാനോട് ചുംബിക്കണം. ചുംബിക്കൽ സുന്നത്താണ്, ചുംബിച്ചൂട്. നിങ്ങളെ മൂക്കൊന്നും കേടുവരില്ല, മൂക്ക് നന്നാകുള്ളൂ. നിങ്ങൾ നെറ്റിയും നിങ്ങളെ മുഖവും നന്നാകുള്ളൂ. ഉമ്മാന്റെ കൈയും പിടിച്ചൊന്ന് മുസാഫഹത്ത് ചെയ്ത് കൈയൊന്ന് ചുംബിച്ചോളൂ, സുന്നത്താണത്. അപ്പൊ ചോദിക്കാണ്, ഉസ്താദെ കൈ ചുംബിക്കണോ? ചുംബിക്കണം. ബാപ്പയോടും ഉമ്മയോടുള്ള നല്ല സഹവാസം എന്ന് പറഞ്ഞാൽ എന്താ? ദേഷ്യം പിടിക്കാൻ പാടില്ല, ദേഷ്യത്തിന്റെ ഒരു കണ്ണുകൊണ്ട് നോക്കാൻ പോലും പാടില്ല. നമ്മളെ മക്കളിലേക്ക് ഒരു പക്ഷേ നമ്മൾ ദേഷ്യപ്പെട്ട് അവരനുസരിക്കാൻ വേണ്ടി ഒന്ന് നോക്കിയാലും, ഭാര്യ അനുസരണക്കേട് കാണിക്കുമ്പോ ഒന്ന് ദേഷ്യപ്പെട്ട് നോക്കിയാലും, അനുസരണക്കേട് കാണിക്കുന്ന ബാപ്പാനോടും ഉമ്മാനോടും കണ്ണുരുട്ടാൻ നമുക്ക് പെർമിഷൻ ഇല്ല. ബാപ്പാനെ പറ്റി ഉമ്മാനെ പറ്റി നമ്മൾ മനസ്സിലാക്കിയത് എന്താ? നമ്മൾ പറഞ്ഞ അനുസരിക്കാത്ത ബാപ്പാനോടും ഉമ്മാനോടും നമ്മൾ കണ്ണുരുട്ട്. നമ്മളെ കണ്ണങ്ങ് വീസായി പോകുന്നല്ലാതെ അവർക്കൊന്നുമില്ല. നമ്മളവർക്ക് കീഴ്പ്പെട്ട് ജീവിക്കേണ്ടവരാണ്, ഖിദ്മത്ത് ചെയ്യേണ്ടവരാണ്, കൂടെ നിന്ന് കൊടുക്കേണ്ടവരാണ്. അങ്ങനെയാണ് മഹാന്മാരായ മഹാന്മാർക്കൊക്കെ വിജയം കിട്ടിയത്. അവരേറ്റവും നല്ല ബന്ധം പുലർത്തിയതും ബന്ധം കാഴ്ചവെച്ചതും സഹവസിച്ചതും ബാപ്പയോടും ഉമ്മയോടുമാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറഞ്ഞ വർഷമല്ലേ മാതാവിന്റെ സഹവാസം അനുഭവിച്ചിട്ടുള്ളൂ. പക്ഷേ ആ സഹവാസം അനുഭവിച്ച ആ കുഞ്ഞുനാളിലെ ഓർമ്മകൾ പുതുക്കിയാണ് സിയാറത്ത് ചെയ്യുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞോയി. വഅബ്കാ മൻ ഹൗലഹു, ചുറ്റുമുള്ളവരെ കരയിപ്പിച്ചു. ഇടക്കിടക്ക് തങ്ങൾ സിയാറത്ത് ചെയ്യുന്ന ഉമ്മമാരെ ഒന്ന് എണ്ണിത്തരുമോ? ഞാൻ എണ്ണിത്തരാം സഹോദരങ്ങളെ. ഇടക്കിടക്ക് തങ്ങൾ കാണാൻ പോകുന്ന ഉമ്മമാരാരാണ്? ഒന്ന് ബഹുമാനപ്പെട്ട ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹാ. അവിടുന്ന് ജന്മം നൽകിയ മാതാവാണോ? അല്ല, കുട്ടിക്കാലത്ത് തങ്ങളെ പോറ്റി വളർത്തിയ പരിചാരകരിൽപ്പെട്ട ഒരാളാണ്.
അബ്ദുൽ മുത്തലിബ് വിളിച്ച് പ്രത്യേകം എന്റെ മോനെ നോക്കണമെന്ന് ചെറുപ്പകാലത്ത് നിർദ്ദേശം നൽകിയിട്ട് അവിടുത്തെ ഹാദിനത്തായി പരിചാരകയാകാൻ ഭാഗ്യം കിട്ടിയ ഉമ്മു ഐമനാണ് റളിയല്ലാഹു അൻഹാ. ആ ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടക്കിടക്ക് കാണാൻ പോകാറുണ്ട് എന്ന് നമ്മളോട് പറഞ്ഞതാരാണ്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. തങ്ങളെ വഫാത്തിന് ശേഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, നമുക്കൊന്ന് ഉമ്മു ഐമൻ ബീവിയെ ഒന്ന് സന്ദർശിക്കാൻ പോയാലോ? കമാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യസൂറുഹാ. ഇടക്കിടക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നൊരു വീടല്ലേ അത്? എന്തിനാ തങ്ങളങ്ങോട്ട് പോകുന്നത്? കുട്ടിക്കാലത്ത് പരിചരണം നൽകി പരിരക്ഷണം നൽകിയത് മറക്കാനായോ? 40 ശേഷം മറക്കാനായോ? 50 ശേഷം മറക്കാനായോ? 60 ശേഷം മറക്കാനായോ? ഇല്ലേ ഇല്ല. രണ്ടുപേരും ആ വീട്ടിലേക്ക് പോയി. ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹ വിരിയുടെ അപ്പുറത്താണ്. ഉമ്മു ഐമൻ ബീവിയോട് സമ്മതം ചോദിച്ചു വീട്ടിലേക്ക് കയറട്ടെ. ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹ സമ്മതം നൽകി. വീട്ടിൽ ഈ രണ്ട് മഹാന്മാരും എത്തിയ ഉടനെ ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹ കരയാൻ തുടങ്ങി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല ഉമ്മു ഐമൻ ബീവി, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനാണോ കരയുന്നത്? മുത്തുനബി തങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ അല്ലാഹ് ഖൈറല്ലേ കണക്കാക്കിയത്, ഷർറൊന്നും കണക്കാക്കൂലല്ലോ. തങ്ങളെ ജീവിതത്തിലും ഖൈറാണ്, വഫാത്തിന് ശേഷവും തങ്ങൾക്ക് ലഭിക്കുന്നത് ഖൈറാണ്. പിന്നെ നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, തങ്ങൾ വഫാത്തായതിന്റെ പേരിലല്ല ഞാൻ കരയുന്നത്. ഞാൻ ചിന്തിച്ചുപോയി, ഇനി നമ്മൾക്കിടയിൽ എന്ത് പ്രശ്നമുണ്ടായാലും എന്ത് സങ്കീർണതകൾ വന്നാലും വഹയി ഇറങ്ങൂലല്ലോ. തങ്ങളുണ്ടാകുമ്പോ എന്തൊരു എളുപ്പമാണ്. മക്കയിലല്ല, മദീനയിലല്ല, കൂഫയിലല്ല, ബസ്രയിലല്ല, ഇറാഖിലല്ല, എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അള്ളാഹു തങ്ങൾ മുഖേന പ്രതിവിധി തന്നില്ലേ, വഹയി തന്നില്ലേ, നിർദ്ദേശങ്ങൾ തന്നില്ലേ, നമുക്ക് എളുപ്പം വന്നില്ലേ. എത്ര പ്രശ്നങ്ങൾക്കാണ് വഹയിലൂടെ നിർദ്ദേശം കിട്ടിയത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രശ്നങ്ങൾക്ക് നിർദ്ദേശം വന്നത് വഹി മാർഗത്തിലൂടെയല്ലേ. അത് നിർത്തപ്പെട്ടു പോയല്ലോ. അപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗൗരവം ചിന്തിക്കുന്നത്, ഉമർ റളിയല്ലാഹു അൻഹും ഗൗരവം ചിന്തിക്കുന്നത്. രണ്ടുപേരും കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു വന്നത്, തങ്ങളിടക്കിടെ സന്ദർശിക്കുന്നൊരു വീടാണ് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയുടെ വീട്. മറ്റൊരു വീടാണ് ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു അൻഹയുടെ വീട്. മറ്റൊരു വീടാണ് ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയുടെ വീട്. മദീനയിൽ എത്തിയിട്ടും ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയോടുള്ള ബന്ധം ഒരിക്കൽ പോലും തങ്ങൾ കുറച്ചിട്ടില്ല. കാരണം 8ാമത്തെ വയസ്സു മുതൽ 25ാമത്തെ വയസ്സ് വരെ, അതിനുശേഷവും ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ സ്വന്തം മക്കളെക്കാൾ കൂടുതൽ പരിഗണന നൽകിയിട്ട് ഏറ്റവും നല്ല ബന്ധം കാത്തു സൂക്ഷിച്ചത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. തങ്ങൾക്കുള്ള പാത്രത്തിൽ അലി റളിയല്ലാഹു അൻഹു ഭക്ഷണം വിളമ്പൂല, ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഭക്ഷണം കൊടുക്കൂല, മറ്റു സഹോദരിമാർക്കൊന്നും ഭക്ഷണം കൊടുക്കൂല. വലിയ ബഹുമാനമല്ലേ നൽകിയത്. ഭക്ഷണത്തിന് അവരൊക്കെ നേരത്തെ എത്തുന്ന സമയത്ത് ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ പറയുന്നു, ഒരൽപ്പം നിങ്ങൾ കാത്തു നിൽക്കണം, അൽ അമീന് വരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രമാത്രം വലിയ സ്നേഹബന്ധമാണ് ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയോട് കാണിച്ചത്. ദീർഘകാലത്തെ സംരക്ഷണം ഏറ്റെടുത്ത്
ഏറ്റവും നല്ല സന്തോഷത്തോടുകൂടെ തങ്ങളോടുള്ള ആത്മബന്ധം നിലനിർത്തിയ ഉമ്മ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോ നമ്മളെ ഉമ്മമാര് ഉപ്പമാര് പലരും വഫാത്തായി പോയില്ലേ? അല്ലാഹുർക്ക് ദറജേറ്റി കൊടുക്കട്ടെ, സ്വർഗീയമായ സുഖങ്ങളിലൂടെ അല്ലാഹു തആല സന്തോഷം കൊടുക്കട്ടെ, ഇൽമിന്റെ മജ്ലിസിന്റെ ബർക്കത്ത് അല്ലാഹു അവരിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ വഫാത്തായി എന്ന് പറഞ്ഞപ്പോ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബേജാറ് സ്വഹാബത്ത് പറയുന്നു, ചെറിയ ബേജാറല്ല. തങ്ങൾ വേഗം പോകുന്നു. ജനാസ കുളിപ്പിക്കുന്ന സഹോദരിമാരോട് ഉമ്മമാരോട് പറയുന്നു, കുളിപ്പിക്കൽ കർമ്മം കഴിഞ്ഞാൽ ഉടനെ എന്നെ അറിയിക്കണം. അപ്പൊ തങ്ങൾ അത്രയും തന്നെ പരിഗണിക്കണം. മദീനയിൽ എത്ര സ്വഹാബി വനിതകൾ വഫാത്തായിട്ടുണ്ട്, ഒരാൾക്കില്ലാത്ത പരിഗണന, ഒരൊറ്റ കുട്ടിക്കും കൊടുക്കാത്ത പരിഗണന, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് വരെ കൊടുക്കാത്ത പരിഗണന. തങ്ങളെ ഹയാത്ത് കാലത്ത് 2 ഭാര്യമാര് വഫാത്തായിട്ടില്ലേ? ഒന്ന് ഖദീജ റളിയല്ലാഹു അൻഹ, മറ്റൊന്ന് സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹ. ഭാര്യമാരുടെ കൂട്ടത്തിൽ 2 സൈനബ് ഉണ്ട്, സൈനബ് ബിൻത് ജഹ്ഷും സൈനബ് ബിൻത് ഖുസൈമയും. സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹ ഹയാത്ത് കാലത്ത് തന്നെ വഫാത്തായി പോയ മഹദിയാണ്. ഈ ഭാര്യമാർക്ക് പോലും തങ്ങൾ നൽകാത്ത വലിയ സ്ഥാനവും ബഹുമാനവും തങ്ങൾ കൊടുക്കുന്നു ഉമ്മയുടെ സ്ഥാനത്ത് നിന്ന ബഹുമാനപ്പെട്ട ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ. കുളിപ്പിക്കൽ കർമ്മം കഴിഞ്ഞാൽ അറിയിക്കണം. ഇങ്ങനെ ഒരു ഭാഷ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ജനാസയിൽ കാണാൻ പറ്റുമോ നമുക്ക്? സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹയുടെ ജനാസയിൽ കാണാൻ പറ്റുമോ? തങ്ങൾക്ക് വേണ്ടി സ്വന്തം ശരീരം സമർപ്പിച്ച ഒരുപാട് സ്വഹാബി വനിതകളുണ്ട്. അവരെ മുന്നിലുള്ള ഏക ലക്ഷ്യം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമായിരുന്നു. തങ്ങൾക്ക് വേണ്ടി പരിരക്ഷ നൽകിയ ഉഹുദിന്റെ രണഭൂമിയിലെ എത്രയെത്ര മഹദിമാരുണ്ട്. അവർക്കാർക്കും കിട്ടാത്ത വലിയൊരു ബഹുമാനം ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയ്ക്ക് നൽകുന്നു. എന്തേ കാരണം? ഉമ്മാന്റെ സ്ഥാനത്ത് നിന്ന് സംരക്ഷണം നൽകി. ഉമ്മ സ്നേഹിക്കും പോലോത്ത ഒരു സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചു. ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയിൽ നിന്ന് പലർക്കും പോറ്റി വളർത്തിയത് ഉമ്മയല്ല മൂത്തമ്മയാണ് എന്ന് പറയാറുണ്ട്. മൂത്തമ്മ എന്ന് പറയാറുണ്ട്. ചിലര് പറയും എന്നെ പോറ്റി വളർത്തിയത് ഉപ്പാന്റെ സഹോദരിയാണ്, അമ്മായി എന്ന് പറയാറുണ്ട്. അത് പറഞ്ഞാ പോരാ, പിൽക്കാലത്ത് അവരോട് ആ സ്നേഹബന്ധത്തിന് കുറവുണ്ടാകരുത്, അവരോട് സഹവാസത്തിന് കുറവുണ്ടാകരുത്, ബഹുമാനത്തിന് കുറവുണ്ടാകരുത്. നന്നാക്കി ബഹുമാനം കൊടുക്കണം, സ്നേഹം കൊടുക്കണം, തൃപ്തിയാകുന്ന തരത്തിൽ ഹദിയകളൊക്കെ കൊടുക്കണം. പാല് വന്നാല്, വസ്ത്രങ്ങൾ വന്നാല്, കൊട്ടക്കണക്കിന് കാരക്ക വന്നാല് മദീനത്തെ പള്ളിയിലെ സ്വഹാബിമാർക്ക് മറ്റൊക്കെ കൊടുക്കും. പക്ഷേ ഒരു 4-5 വിഹിതം വേറെ വെക്കും ആ വസ്ത്രങ്ങളിൽ നിന്ന്. ആർക്കാണ് ആ വിഹിതം? ഒന്ന് നേരത്തെ പറഞ്ഞ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ, സുവൈബത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ, ഇവർക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹ നീക്കി വെക്കാണ്. അവരെ മറക്കാൻ പറ്റൂല, വിടാൻ പറ്റൂ. അത് കുട്ടിക്കാലത്ത് കഴിഞ്ഞില്ലേ? കഴിഞ്ഞുന്നോ? കഴിയാൻ പറ്റൂല. അത് ജീവിതകാലം മൊത്തമുള്ള ബന്ധമാണ്. അതെങ്ങനെ കഴിയാനാണ്? നമ്മളെ സംരക്ഷിച്ച് വളർത്തി താങ്ങും തണലുമായി നിന്നിട്ട് ഏകദേശം ജീവിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ നൽകലോടെ ബന്ധങ്ങൾ കഴിഞ്ഞോ? സഹവാസം കഴിഞ്ഞോ? ഇനി അപ്പിനാ മതിയോ? അങ്ങനെ ചിലർ ചിന്തിക്കുക, നമ്മൾ സ്വന്തം കാര്യം. എന്ത് സ്വന്തം കാര്യം? അങ്ങനെ സ്വന്തം കാര്യമല്ല. അവരൊക്കെ പരിഗണിക്കേണ്ട രൂപത്തിൽ വഫാത്ത് വരെ പരിഗണിക്കണം. നമ്മളെ ജീവിതകാലം കഴിയുന്നത് വരെ പരിഗണിക്കണം. പിന്നെ മൗത്തിന് ശേഷം നമുക്ക് കൂടെ പറയണല്ലോ, ഖബറിലേക്കല്ലേ. അക്കാലം വരെ പരിഗണിക്കണം. ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയെ കുളിപ്പിച്ചു കഴിഞ്ഞു എന്ന നിർദ്ദേശം വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ ചെല്ലുന്നു. ചെന്നിട്ട് അവിടുത്തെ തൊലിയോട് ചേർന്ന് കിടക്കുന്ന കുപ്പായം, ആ കുപ്പായം തങ്ങൾ കൊടുക്കുന്നു. എന്നിട്ട് കുളിപ്പിച്ച് കഫൻ ചെയ്യുന്ന സഹോദരിമാരോട് പറയുന്നു, തൊലിയോട് ചേർത്തി ധരിക്കേണ്ടത് ഈ കുപ്പായമാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് സ്നേഹം തീരുന്നില്ല, ബഹുമാനം തീരുന്നില്ല, ബന്ധം തീരുന്നില്ല. ജന്നത്തുൽ ബഖീയിലേക്ക് പോകുന്നു. അവിടെയാണ് ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ കിടക്കുന്നത്. ജന്നത്തുൽ ബഖീയിൽ ചെന്ന് ഖബർ കുഴിക്കുന്ന ആളുകളോട് പറയുന്നു,
തലഭാഗത്തൊന്ന് വിശാലമാക്കണം, കാൽഭാഗത്ത് ഒന്നുകൂടി വീതി കൂട്ടണം. ഖബർ നന്നായി പരിചരിക്കുന്നു, മണ്ണെല്ലാം എടുത്ത് വൃത്തിയാക്കുന്നു, നല്ലോണം മിനുസമാക്കുന്നു. അവരോട് മുകളിലേക്ക് കയറാൻ പറയുന്നു. സ്വഹാബത്ത് ശ്രദ്ധിക്കുന്നു. പ്രത്യേകിച്ച് ഉമർ റളിയല്ലാഹു അൻഹു നോക്കുന്നു ഓരോ ചലനവും. തങ്ങൾ നേരെ ഖബറിലേക്ക് ഇറങ്ങിയിട്ട് ജനാസ കിടക്കും പോലെ വലത്തെ ഭാഗത്ത് ചെരിഞ്ഞങ്ങ് കിടന്നു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബറിലങ്ങ് കിടന്നു. ഒരൽപ്പനേരം കിടന്നിട്ട് തങ്ങൾ പുറത്തേക്ക് വന്നു. റളിയല്ലാഹുവിന്റെ ചോദ്യം, അല്ലാഹുവിന്റെ റസൂലേ, എത്ര സഹോദരിമാരും ഉമ്മമാരും വഫാത്തായി പോയിട്ടുണ്ട്. ആർക്കും നൽകാത്തൊരു പരിഗണന, ആർക്കും നൽകാത്തൊരു ബഹുമാനം, ആർക്കും നൽകാത്ത ഒരു സ്നേഹം ഈ ഉമ്മാക്ക് ഫാത്തിമ ബിൻത് അസ്ർ റളിയല്ലാഹു അൻഹക്ക് നൽകാനുള്ള കാരണം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മാന്റെ സ്ഥാനത്ത് നിന്ന ഉമ്മയാണത്. എന്റെ ഉമ്മ എനിക്ക് എത്ര സ്നേഹത്തോടെ ഭക്ഷണം തരും, വസ്ത്രങ്ങൾ തരും, എന്നെ കിടത്തും, എന്നെ സന്തോഷിപ്പിക്കും, എന്നെ സ്നേഹിക്കും, എന്നെ ബഹുമാനിക്കും, എന്നെ കൂടെ നിർത്തും. അതേ രൂപത്തിൽ ഒരിഞ്ചും മാറ്റമില്ലാതെ എനിക്ക് സ്നേഹം നൽകിയ, എനിക്ക് സന്തോഷം നൽകിയ എന്റെ ഉമ്മയാണത്. എന്തിനാ തങ്ങളെ ഖബറിൽ കിടന്നത്? സാധാരണ തങ്ങൾ കയ്യിലേക്ക് ജനാസ വാങ്ങിയിട്ട് ഖബറിലേക്ക് വെക്കാറൊക്കെ ഉണ്ട്. അത് സ്വഹാബിമാരെ പലരും അങ്ങനെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകം തങ്ങൾ ബഹുമാനിച്ച പല ആളുകളെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. തങ്ങളെ കയ്യിലേക്ക് ജനാസ വാങ്ങിയിട്ട് ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാ എന്നും പറഞ്ഞ് ഖബറിലേക്ക് വെച്ചതുണ്ട്. പക്ഷെ ഇത് ഖബറിലേക്ക് ജനാസ വെക്കുന്നതിന് മുമ്പ് തങ്ങളൊന്ന് കിടന്നല്ലോ. അവിടെ ജനാസ കിടത്തും പോലെ കിടന്നല്ലോ. അതെന്തിനാ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖബറിനൊരു സ്വഭാവമില്ലേ? ആര് വന്നാലും ഒന്ന് പിടിച്ച് എടുക്കുന്ന സ്വഭാവമില്ലേ ഖബറിന്? നമുക്കൊക്കെ പോയി കിടക്കാൻ ഒരു കുഴിയില്ലേ സഹോദരങ്ങളെ? ജനിച്ചതോടെ അള്ളാഹു റെഡിയാക്കിയില്ലേ? നമ്മളതിലേക്ക് നടന്ന് നടന്ന് അടുക്കുന്നു എന്നില്ലേ ഉള്ളൂ. ദൂരം കുറഞ്ഞിരിക്കുകയല്ല, ദൂരം അകന്ന ദൂരം കുറഞ്ഞ് 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 ഖബറിലേക്ക് നമ്മൾ ഇങ്ങനെ നടന്ന് അടുക്കുകയാണ്. നിശ്ചയിച്ച ഖബറിലേക്ക് നമ്മൾ അങ്ങനെ നടന്നെടുക്കുകയാണ്. ആ ഖബർ എന്റെ ഉമ്മാനെ ഒരിക്കലും ഇടുക്കിക്കൂടാ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗ നജാ അഹദുൻ മിൻ ലഗ്തത്തിൽ ഖബരി ലനജാ സഅദ് ഇബ്നു മുആദ്. ഖബറിന്റെ ഇടുക്കിൽ നിന്ന്, കൂട്ടിപ്പിടിച്ച് ഘടിപ്പിക്കുന്ന ഇടുക്കത്തിൽ നിന്ന് ആർക്കെങ്കിലും രക്ഷ അല്ലാഹു നൽകുമായിരുന്നെങ്കിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെടുമായിരുന്നില്ലേ? സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പോലും ഖബർ ഇടുക്കി പോയില്ലേ? മഹാനവറുകൾ ചെറിയ ആളാണോ? അല്ല. ഇഹ്തസ്സ അർശുർ റഹ്മാനി ലിമൗതി സഅദ് ഇബ്നു മുആദ്. സഅദ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ അല്ലാഹുവിന്റെ അർശല്ലേ വിറച്ചത്? അനുശോചനം രേഖപ്പെടുത്തിയതാണ്. നമ്മൾ വഫാത്തായാൽ ഏത് കെട്ടിടം അറിയാനാണ്? ഏത് മരങ്ങൾ അനുശോചിക്കാനാണ്? നാളെ അർശ് എന്ന് പറയുന്ന തണൽ നൽകുന്നൊരു വലിയ സൃഷ്ടിയില്ലേ? ആ സൃഷ്ടി വിറച്ചുപോയ മരണമാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണം. വിശുദ്ധ ഇസ്ലാമിന്റെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സന്തോഷമുള്ള പിന്തുണ നൽകിയ മഹാനാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. ബദറിലേക്ക് തങ്ങൾ സ്വഹാബത്തിനോടൊപ്പം നീങ്ങുമ്പോ മുഹാജിറുകൾ വളരെ കുറവാണ്. 200-ലധികം വരുന്നത് അൻസാറുകളാണ് ആ കൂട്ടത്തിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹുവിന്റെ നിർദ്ദേശം വന്നു, അല്ലാഹുവിന്റെ റസൂലേ, കച്ചവട സംഘം രക്ഷപ്പെട്ട് മക്കയിലെത്തിപ്പോയി. മറ്റൊരു സംഘം വരുന്നുണ്ട്. അത് നിങ്ങളോട് നേരിടാനാ വരുന്നത്. അവരെ നേരിടാൻ വരുമ്പോ തിരിച്ച് അവരോടൊന്ന് പ്രതിരോധിക്കാൻ അല്ലാഹ് നിങ്ങൾക്ക് സമ്മതം തന്നിരിക്കുന്നു. അത് സ്വഹാബിമാരെ അറിയിച്ചപ്പോ മുഹാജിറുകൾക്ക് അതിന് പരിഭവമില്ല. അവര് നാടും വീടും കുടുംബവും സ്വത്തും ഒക്കെ ഒഴിവാക്കി തങ്ങളോടൊപ്പം ചേർന്നവരല്ലേ. പക്ഷേ ബഹുഭൂരിപക്ഷമുള്ളത് അൻസാറുകളാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്പനേരം മൗനം പാലിച്ചപ്പോ അൻസാറുകളെ നേതാവായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഞങ്ങളെ മറുപടിക്ക് വേണ്ടിയാണോ തങ്ങൾ കാത്തു കഴിയുന്നത്? തങ്ങൾ പറഞ്ഞു, അതെ, നിങ്ങളെ മറുപടിയാണ് എനിക്ക് വേണ്ടത്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ പറഞ്ഞോട്ടെ. അൻസാറുകളെ മൊത്തം ക്യാപ്റ്റനായിട്ട് ആ കൂട്ടത്തിലുള്ളത് മഹാനവറുകളാണ്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരിക്കലും മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരിക്കലും തങ്ങളോട് പറയൂല. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിൽ നിന്ന് ഡയറക്റ്റായി ഭക്ഷണം വാങ്ങിക്കൊടുത്ത്, നല്ല ജലാശയങ്ങൾ ഒരു പാറക്കല്ലിൽ നിന്ന് അടിച്ചിട്ട് കുടുംബങ്ങൾക്കൊരു വില്ലു മടക്കാതെ സൗജന്യ വെള്ളം കൊടുത്ത്, മേഘത്തിന്റെ തണല് വാങ്ങിക്കൊടുത്ത്, ഇഷ്ടം പോലെ ബഹുമാനങ്ങൾ അള്ളാഹുവിൽ നിന്ന് വാങ്ങിക്കൊടുത്ത സമൂഹം ധിക്കാരികളായ ആളുകളോടൊന്ന് ചെറുത്തുനിന്ന് അവരെ തോൽപ്പിക്കാൻ വേണ്ടി ഒന്ന് ക്ഷണിച്ച സമയത്ത് ആ സമൂഹത്തിന്റെ മറുപടി, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഹുനാ ഖാഇദൂൻ. നിങ്ങളും നിങ്ങളെ പടച്ചവനും പോയി യുദ്ധം ചെയ്തോളി, ഞങ്ങൾ ഇവിടെ വീട്ടിൽ വിശ്രമിക്കാണെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പറയൂല. ഞങ്ങളെ ഭാഷ എന്താണെന്നറിയോ തങ്ങളെ? ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ മഅകും മുഖാതിലൂൻ. ഞങ്ങൾ തങ്ങളോടൊപ്പം അടി ഉറച്ചു തന്നെ ഉണ്ടാകും, ഒരിക്കലും ഞങ്ങൾ പിന്തിരിയൂല. കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പർവ്വതം ചാടി കയറി അപ്പുറത്തെത്താനാ തങ്ങൾ നിർദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾ അതിനൊരുക്കമാണ്. കര കാണാത്തൊരു കടൽ നീന്തിക്കടന്ന് അക്കരെ എത്തണമെന്നാണോ തങ്ങൾ പറയുന്നത്? ഞങ്ങൾ അതിന് സന്നദ്ധരാണ്. ഈ മറുപടി കേട്ടപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ധീരോദാത്തമായ ഈ പിന്തുണ നൽകിയ വലിയ മഹാനുഭാവനാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. ചെറിയ മഹാനല്ല. ആ മഹാനുഭാവൻ വഫാത്തായപ്പോ അർശ് വരെ കിടുകിട വിറച്ചുപോയി. ഖബറിലേക്ക് വെച്ചപ്പോ ഖബറൊന്ന് പിടിച്ചൊന്നിടുക്കി. ആ തങ്ങൾ പറഞ്ഞത്, ആരെങ്കിലും അതിൽ രക്ഷപ്പെടുമായിരുന്നെങ്കിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെടുമായിരുന്നു. മഹാനെപ്പോലും ഖബറെടുക്കിയിട്ടുണ്ട്. അള്ളാഹു നമുക്ക് രക്ഷ നൽകുമാറാകട്ടെ. മുഅ്മിനീങ്ങളൊക്കെ വരുമ്പോ ഖബർ എടുക്കും, എന്നെ എടുക്കും, നിങ്ങൾ എടുക്കും. പക്ഷെ അത് പിടുത്തം വിടാത്ത എടുക്കമാകരുത്. അവിടെയാണ് നമ്മൾ കൊടുക്കുക. ഒരാലിംഗനം എന്ന അർത്ഥത്തിൽ ഖബറിന് അങ്ങനെ എടുക്കുന്ന ഒരു അണച്ചുകൂട്ടുന്ന ഒരു സ്വഭാവമുണ്ട്, ഇപ്പോഴുണ്ടത്. പിടുത്തം വിടാത്ത രൂപത്തിൽ ഖബർ അങ്ങനെ പിടിച്ചൊന്ന് കുലുക്കി ശരിക്കൊന്ന് എടുക്കുന്നുണ്ട്. അത് വിശ്വാസരംഗത്ത് വൈകല്യം സംഭവിച്ച ആളുകളെയാണ്. വാരിയല് കോർക്കും വിധത്തിലുള്ളൊരു ഇടുക്കമുണ്ട് ഖബറിന്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അത് സംഭവിച്ചാൽ പിന്നെ ഒരു നിലക്ക് രക്ഷപ്പെടാൻ കഴിയൂല. അല്ലാതെ ഒരു വരവേൽപ്പിന്റെ ഭാഗമായിട്ടൊരു അണച്ചുകൂട്ടലുണ്ട്. ആ അണച്ചുകൂട്ടലാണ് സഅദ് റളിയല്ലാഹു അൻഹു ചെയ്തത്. പക്ഷെ അത് സഹിക്കാത്തത് കൊണ്ട് ഖബറിന്റെ പുറത്തു നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തസ്ബീഹ് ചൊല്ലി. സ്വഹാബത്തിന് മനസ്സിലാകുന്നില്ല എന്തിനാണ് തസ്ബീഹ് എന്ന്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അവരും കൂടെ ചൊല്ലി സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. കുറെ നേരം തസ്ബീഹ്. പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോ തക്ബീർ തുടങ്ങി. അപ്പൊ അവരും ചൊല്ലി തക്ബീർ. രണ്ടും നിർത്തലായപ്പോ ചോദിച്ചു, ലിമ സബ്ബഹത സുമ്മ കബ്ബർത തവീലാ. ദീർഘിച്ച നേരം തസ്ബീഹ് ചൊല്ലിയല്ലോ നബിയെ, പിന്നെ കുറെ നേരം തക്ബീറും ചൊല്ലിയല്ലോ, എന്തിനാണെന്ന് മനസ്സിലായില്ല. തങ്ങൾ ചൊല്ലിയപ്പോ ഞങ്ങളും കൂടെ അങ്ങ് ചൊല്ലി. ഞങ്ങളോട് അങ്ങനെയല്ലേ കൽപ്പിക്കപ്പെട്ടത്? തങ്ങൾ നിർവഹിക്കുമ്പോ കൂടെ നിർവഹിക്കാനല്ലേ കൽപ്പന, പിൻപറ്റാനല്ലേ ഞങ്ങളോട് നിർദ്ദേശം. ഞങ്ങളും ചെയ്തു. തങ്ങൾ പറഞ്ഞു, ഖബറിന്റെ പുറംഭാഗത്തുനിന്ന് തങ്ങൾ പറയാണ്, ലഖദ് തളായഖ അലാ ഹാദൽ അബ്ദി സ്വാലിഹി ഖബ്റുഹു. ഈ നല്ല മനുഷ്യനെ ഖബർ ഇടുക്കിപ്പോയി. അതൊരിക്കലും എന്റെ ഉമ്മാനെ ഖബർ എടുക്കൂല. അതിനാണ് ഞാനൊന്ന് ഇറങ്ങി കിടന്നത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു സ്നേഹ! തങ്ങൾ പറഞ്ഞു, ഇതേ ഹദീസിന്റെ വേറെ റിപ്പോർട്ടിൽ കാണാം, എന്റെ മകൻ ഇബ്രാഹിമിനെ പോലും ഖബർ എടുക്കിയിട്ടുണ്ട്. ആ ഉമ്മാനോട് കാണിച്ചൊരു സ്നേഹസ്പർശമായ ബന്ധമില്ലേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കിട്ടാക്കനിയായിരിക്കുന്ന? അതാണ് നമുക്ക് കണക്ഷൻ, നമുക്ക് കമ്മ്യൂണിക്കേഷൻ. ഇവരോടൊന്നുമല്ല, പുറത്തുള്ള വേറെ കുറെ ആൾക്കാരോടാണ്. പറ്റാത്തവരോടും പറ്റുന്നവരോടായ കുറെ ആൾക്കാരോട്. അകത്തിരിക്കുന്ന കുറെ അകക്കടമ്പുകളുണ്ട്, അവരോടൊന്നും നമുക്ക് ടച്ചില്ല, ബന്ധല്ല, സ്നേഹല്ല, സഹവാസല്ല. പുറത്തിരിക്കുന്ന കുറെ ആളുകൾക്ക് അവരോടാണ്. ചില ആളുകൾ കൂട്ടുകാരോട് ഇഷ്ടം പോലെ നേരെ വർത്തമാനം പറയും.
വർത്തമാനം പറഞ്ഞോട് കുഴപ്പമൊന്നുമില്ല. വീട്ടിലേക്ക് എത്തി മോനെ എവിടെ ഒരു കാര്യം ചോദിക്കാണ്ട്, എനിക്ക് തിരക്കാണ്, നാളെ നോക്കാം, ഇപ്പൊ സംസാരിക്കാൻ നേരമില്ല. അപ്പൊ മോനെ നീ ഇത്രയും നേരം 10 മണി നേരം വർത്തമാനം. അതെന്റെ കൂട്ടുകാരനോട് കുറെ കാര്യങ്ങൾ സംസാരിക്കാണ്. 5 കൊല്ലത്തിന് ശേഷം ഞങ്ങൾ കണ്ടത്. ആ 5 കൊല്ലത്തിന് ശേഷം കാണുന്ന കൂട്ടുകാരനാണോ ബന്ധം? ഈ നിലക്ക് ജന്മം നൽകിയിട്ട് ശിക്ഷണം നൽകിയ മാതാവിനോടാ ബന്ധം? മാതാവ് പറയാണ് ഒന്ന് ഇവിടെ ഇരിക്കും, കുറച്ചു നേരം സംസാരിക്കാറുണ്ട്. അപ്പൊ ഇയാള് പറയാൻ തിരക്കാണ്, നിനക്ക് ടൈമില്ല, നാളെ വേണമെങ്കിൽ നോക്കാം. മരണം പോലും ചിന്തല്ലാതെ അങ്ങനെ പറയാൻ പറ്റുമോ? നാളെ ആര് ബാക്കിയിരിക്കും? ആ ഉമ്മ മരണപ്പെട്ടു പോയ ഇന്നലെ എന്നെ സംസാരിക്കാൻ വേണ്ടി 10 മിനിറ്റ് അടുത്തിരിക്കാൻ പറഞ്ഞപ്പോ എനിക്ക് സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു ദ്വാരുന്നിട്ട് കാര്യമുണ്ടോ? അതല്ലേ ആ സഹവാസത്തിന്റെ മധുരം കൊടുക്കണം, നല്ലോണം സഹവസിക്കണം. ഭാര്യമാരോട് ഭർത്താക്കന്മാര് നല്ലോണം സഹവസിക്കണം, അവരെ കൂടെ ഇരുന്നിട്ട് അവരോട് വർത്തമാനം പറയണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പാലിച്ച സഹവാസമാണ്. ഭാര്യമാര് 9 പേരും തങ്ങളെ ചുറ്റുഭാഗത്തും ഇരുന്ന് വർത്തമാനം പറയുന്നു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നമ്മളെ വീട്ടിൽ ഒരു ഭാര്യ ഉണ്ടായാൽ തന്നെ എന്തൊരച്ചുണ്ടാവും, 2 ഭാര്യമാരും സഹോദരിമാരൊക്കെ ഉണ്ടായാൽ തന്നെ 9 ആളും ചുറ്റും ഇരുന്നിട്ട് വർത്തമാനം പറയാണ്. ഒരു ഭാഗത്തിരിക്കുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ സഹവാസാണ്. ചില ആൾക്കാർ മനസ്സിലാക്കിയത് തങ്ങൾ ഇങ്ങനെ പരിപാടി തിരക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരെ വിശ്രമിക്കുക, പോവുക വരെ, അങ്ങനൊന്നല്ല. ആ വീട്ടിൽ വന്നിരുന്നത് ഏത് വീട്ടിലാണോ തങ്ങളുള്ളത്, 9 മുറികളിൽ ഏത് മുറിയിലാണോ, ബാക്കി 8 മുറികളിൽ നിന്നും അങ്ങോട്ട് ആളുകൾ എത്തും, നമ്മുടെ ഉമ്മമാരെത്തും. അവരോരോ ഭാഗത്തിരിക്കും, എന്നിട്ട് വർത്തമാനങ്ങൾ അങ്ങനെ പറയും. ആ ഉള്ള നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തോടെ അത് കേൾക്കും. ചിലപ്പോ അവിടെ ക്രോസിംഗ് ഒക്കെ ഉണ്ടാകും. അത് തെറ്റല്ലാത്ത രൂപത്തിലാണെങ്കിൽ തങ്ങളും അതിലൊന്ന് പങ്കെടുക്കും, അത്ര തന്നെ. തെറ്റാകുന്ന ഭാഷ നീണ്ടുപോയാൽ അവിടെ തങ്ങൾ പ്രതിരോധിക്കുക, അങ്ങനെ പറയാൻ പറ്റില്ല, അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്, അത് പ്രതിരോധിക്കും, അത് തിരുത്തും. അല്ലെങ്കിൽ അവിടെ അവരെ കൂടെ ഇരുന്നിട്ട് ഈ വർത്തമാനങ്ങൾ തങ്ങൾ ഇങ്ങനെ കേൾക്കാം, വിവരങ്ങൾ അന്വേഷിക്കുന്നത്, പരസ്പരം പറയുന്നത്. എല്ലാവരും ഒരേ പ്ലാറ്റ്ഫോമിൽ 9 ആൾ ഒരുമിച്ച് കൂടി എന്ന് പറയുമ്പോ തന്നെ സ്നേഹത്ര വലുതാ അല്ലെ? ഇന്നിപ്പോ 2 ഭാര്യമാര് പലർക്കും ഉണ്ടാകും, പക്ഷെ 2 പേരും ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പറയും ചിലരൊക്കെ. 2 പേരും ഒരിക്കലും കണ്ടിട്ടില്ല, ഇനി കാണാതിരിക്കാൻ വേർക്കണമെന്നും പറയും. ഇതങ്ങനല്ല, ഇത് 9 ഭാര്യമാരും ഒരേ മുറിയിൽ ഇരുന്ന് വർത്തമാനം പറയാം. അപ്പൊ ഈ ശബ്ദം കേട്ടുകൊണ്ട് പുറത്തുനിന്ന് ഇങ്ങനെ വരുന്നു ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. നമ്മളെ ഉമ്മമാരിൽപ്പെട്ട ഒരു ഉമ്മ പതുക്കെ എണീറ്റപ്പോ ഉമർ റളിയല്ലാഹു അൻഹു കണ്ടു. ബാക്കിയുള്ള ഉമ്മമാരോട് പറഞ്ഞു ഉമർ വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും കൂടി ഉള്ളിലേക്ക് അങ്ങ് പോയി. അവിടെ ആകെ ശാന്തമായി, നിശ്ചലാവസ്ഥയിലായി. ഉമർ റളിയല്ലാഹു അൻഹു ഒന്ന് സലാം പറഞ്ഞു. ഞാനിവിടെ വരുമ്പോ പുറത്തുനിന്ന് എന്തോ ശബ്ദം കേട്ടല്ലോ നബിയെ, കുറെ ആളുകൾ സംസാരിക്കുന്നു, ഇപ്പൊ ഒച്ചൊന്നും കേൾക്കുന്നില്ലല്ലോ. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അത് നിങ്ങളെ ഉമ്മമാരാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ, അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചുപ്പ് എന്തിനാ അവർ നിർത്തിയത്? തങ്ങളെടുത്തുനിന്ന് വർത്തമാനം പറയില്ല, ആ വർത്തമാനം പറയാന്നല്ലോ, അത് കഴിഞ്ഞിട്ട് എനിക്ക് കയറിയാൽ മതിയല്ലോ. ഇത് ഇടയ്ക്ക് വെച്ച് ഷടംബറയിക്കിട്ട് ഉള്ളിലേക്ക് പോയത് എന്തിനാ? അപ്പൊ ഉമ്മമാരെ കൂട്ടത്തിൽ ഒരു ഉമ്മ പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾക്ക് പേടിയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, നിങ്ങളോടുള്ള പേടിയുണ്ട് ഞങ്ങള് പെട്ടെന്ന് ഉള്ളിലേക്ക് പോയതാണ്. കാരണം നിങ്ങളെ ഈമാനികമായ ആ സ്ട്രോങ് കൊണ്ട് നിങ്ങളെ പേടിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചൂടായി. എന്നെ നിങ്ങൾ പേടിക്കേണ്ടത്, നിങ്ങൾ പേടിക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് അല്ലാഹു തആല കഴിഞ്ഞ അല്ലാഹുവിന്റെ റസൂലല്ലേ പേടിക്കേണ്ടത്. ഉമർ റളിയല്ലാഹു അൻഹു ആ വഴിക്കാണ് സ്ട്രോങ് ആയി ഇങ്ങനെ പറയുന്നത്. അങ്ങനെ സ്ട്രോങ് ആയപ്പോൾ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ പറഞ്ഞു, നിങ്ങൾ അങ്ങനൊക്കെ പറഞ്ഞാലും നിങ്ങളെ പേടിയാണ്, അങ്ങനൊക്കെ നിങ്ങൾ പറഞ്ഞാലും നിങ്ങളോടുള്ള ഒരു ബഹുമാനത്തിന്റെ പേടിയുണ്ട്. ആ പേടി കൊണ്ടാണ് സംസാരങ്ങളൊക്കെ നിർത്തി ഞങ്ങൾ വേഗം ഉള്ളിലേക്ക് വലിഞ്ഞത്. അപ്പൊ വീണ്ടും ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ അവരോട് ഉമ്മമാരോട് ഒന്നും കൂടി സ്ട്രോങ് ആയി പറയാൻ വേണ്ടി എന്നപ്പോ ആ ഉമ്മമാരുടെ കൂട്ടത്തിൽ ഒരു ഉമ്മ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകളാ, ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയാണ്. എല്ലാ മഹദിമാരും ഉള്ളിലേക്ക് പോയപ്പോ ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹു പോയിട്ടുണ്ട് ഉള്ളിലേക്ക്. അതെന്റെ വാപ്പല്ലേ, കുഴപ്പമില്ല നടന്നില്ല, അവരെ കൂട്ടത്തിൽ മഹദിയും പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഉമറേ നിങ്ങൾ അവരോട് ചൂടാകേണ്ടത്, അള്ളാഹു നിങ്ങൾക്ക് എന്നൊരു ബഹുമാനമാണ്, അള്ളാഹു നിങ്ങൾക്ക് എന്നൊരു ബഹുമാനമാണ്. ഇദാ സലക്ത ഫജ്ജൻ സലക ശൈത്വാനു ഫജ്ജൻ ഗൈറ ഫജ്ജിക്, ശൈത്താന് പോലും നിങ്ങളെ പേടിയാണ്. അത് അള്ളാഹു നിങ്ങൾക്ക് എന്നൊരു ബഹുമാനമാണ്. നിങ്ങൾ റൂട്ടിലേക്ക് വരികയാണെങ്കിൽ അത് ജുമഅക്കാകട്ടെ, ജമാഅത്തിനാകട്ടെ, ജനങ്ങളെ നിരീക്ഷിക്കാനാകട്ടെ, സാമൂഹ്യ പ്രവർത്തനാകട്ടെ, ആ റൂട്ടിൽ ശൈത്താൻ വരൂല. വേറെ റൂട്ടിൽ അയാൾ വേറെ വഴി തെരഞ്ഞെടുത്ത് പോകും. അത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയൊരു ബഹുമാനല്ലേ. അതുകൊണ്ട് ഈ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ ഖൽബിലുള്ള ബഹുമാനവും അള്ളാഹു നിങ്ങൾക്ക് നൽകിയൊരു ബഹുമാനമാണ്.
നിങ്ങൾ ചെറിയ ആളൊന്നുമല്ല. റളിയല്ലാഹു ശാന്തമായി. എന്റെ വിഷയം 9 പേരും ഒരുമിച്ചിരുന്ന് അവരെ വർത്തമാനം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കേൾക്കുമ്പോ എന്തൊരു സഹവാസമാണത്. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, ഒരു സ്വഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ രാത്രിയിലെ തങ്ങളുടെ സല്ലാപത്തിന്റെ വിഷയങ്ങൾ, തങ്ങൾ ഭാര്യയുമായി ഇണങ്ങിച്ചേരുന്ന വിഷയങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ നമ്മളൊക്കെ പഠിക്കേണ്ട ഒരു പാടുണ്ട്. ഭക്ഷണം കഴിച്ച് നേരെ പോയി കിടക്കുക, അവനെന്റെ ആവശ്യങ്ങൾ നിർവഹിക്കുക, അങ്ങനല്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്നോടൊപ്പം ഓരോ സഹോദരിമാരുടെ വീട്ടിലേക്ക്, ഭാര്യമാരുടെ വീട്ടിലേക്ക് തങ്ങൾ പോകുമ്പോഴും ഇതേ മാതൃകയാണ്. ഒരല്പനേരം ഇരുന്ന് സംസാരിക്കും, മനസ്സിൽ നല്ല സന്തോഷമുള്ള സംസാരങ്ങൾ പറയും, എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ വിഷയങ്ങൾ പങ്കുവെക്കും, എന്റെ ആവശ്യങ്ങൾ ഞാൻ അങ്ങോട്ട് ഉന്നയിക്കും, ഞങ്ങളതിന് മറുപടി പറയും. അങ്ങനെ സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല രൂപത്തിലും നല്ല ഭാവത്തിലുമാണ് സഹോദരങ്ങളെ ബന്ധം പുലർത്തുന്നത്. ചില സഹോദരിമാര്, ചില ഭാര്യമാര് ചിന്തിക്കും, പഠിച്ചോനെ ഒന്നും ഇയാളോട് പറയാനും കഴിയൂല, മൂപ്പര് വരും, മൂപ്പര് ആഗ്രഹം നിർവഹിച്ചങ്ങ് പോകും, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് പിന്നെ പറയാന്ന് പറയാം. അങ്ങനല്ല, ആഗ്രഹങ്ങളൊക്കെ കേട്ടുകൊടുക്കണം, അതിനൊരു സമയം കാണണം. അവരെ ആഗ്രഹങ്ങൾക്കും താല്പര്യങ്ങൾക്കും ചർച്ചകൾക്കൊക്കെ നിന്ന് കൊടുക്കണം. അവരെ കൂട്ടത്തിൽ കൂടുമ്പോ അവരോട് വിഷയങ്ങൾ പറയണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചർച്ച നടത്തിയത് കണ്ടില്ലേ നിങ്ങൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട്? ഹുദൈബിയയിൽ തങ്ങൾ പോയി, അവിടെ ഖുറൈശികൾ മുശ്രിക്കുകൾ വന്നപ്പോ ഹുദൈബിയയിൽ വാഹനമൊക്കെ തടഞ്ഞ് എല്ലാവരും ഒരു ഭാഗത്തിരുന്നപ്പോ മുഹാജിരീങ്ങളും അൻസാറുകളൊക്കെ പരസ്പരം ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മൾ ഇത്രയും ആളുകളില്ലേ മക്കയിലേക്ക് ഉംറ നിർവഹിക്കാനല്ലേ പോകുന്നത്, ആരെയും എതിർക്കാനും തോൽപ്പിക്കാനും ഒന്നല്ലല്ലോ, എന്തിനു നമ്മൾ ഇവിടെ നിൽക്കണം എന്നൊക്കെ ചർച്ച നടക്കുമ്പോ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ ചെയ്യേണ്ടത് നിങ്ങൾ നോക്ക്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹദി പറഞ്ഞു, നമുക്ക് ഖൈറ് ഇവിടെ വെച്ച് ഉംറയിൽ നിന്ന് തഹല്ലുലായി എന്തെങ്കിലുമൊക്കെ കരാർ ചെയ്താണെങ്കിൽ എഴുതിയിട്ട് പിരിഞ്ഞ് നാട്ടിലേക്ക് തന്നെ പോകലാണ് ഖൈറ്. അതാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച മാർഗം. അതാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് അഭിപ്രായം ചോദിച്ച വിഷയത്തിൽ എത്രമാത്രം വലിയൊരു സ്നേഹവും ബഹുമാനവുമാണത്. നമ്മുടെ ചില കാര്യങ്ങളിലൊക്കെ അങ്ങനെ ഒരു അന്വേഷണവും ചർച്ചവും നല്ലതാണ്. നല്ല തീരുമാനങ്ങൾ പറയാനും അല്ലാഹു തആല അവർക്ക് കഴിവ് കൊടുത്തിട്ടുണ്ടല്ലോ. നല്ല അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ സ്വീകരിക്കാൻ എളുപ്പമാണല്ലോ. നല്ല സഹവാസങ്ങൾ നിലർത്തണം. ഉമ്മമാരോട് സഹോദരങ്ങളോട് മൊത്തത്തിൽ പറയട്ടെ, നല്ല കൂട്ടുകാരെ സെലക്ട് ചെയ്യണം. ആരാ നല്ല കൂട്ടുകാര്? നമ്മളോടൊപ്പം നിത്യജീവിതത്തിൽ സഹവസിക്കേണ്ട ആള്, ദീനിൽ അയാളെ കണ്ട് മാതൃകയാക്കാൻ പറ്റിയ ആളാകണം. ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിനാ വലാ യഅകുൽ തുആമക ഇല്ലാ തഖിയുൻ. മുഅ്മിനോടല്ലാതെ നീ സഹവസിക്കരുത്. നിന്റെ ഫ്രണ്ട്, നിന്റെ ഫ്രണ്ട്ഷിപ്പ്, അവനെ കണ്ടാൽ നല്ല കാര്യങ്ങൾ നിന്നെ ഓർമ്മപ്പെടുത്തി തരും, ആഖിറത്തിലേക്ക് നിന്നെ കൈപിടിച്ചുയർത്തും, ദീനീ പ്രവർത്തനങ്ങൾ നിന്നെ സജീവമാക്കും, മഹാന്മാരെ സവിധത്തിൽ പോകാൻ നിന്നെ സഹായിക്കും, നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു ഓർമ്മപ്പെടുത്തും. നീ അവന്റെ കൂടെ നടക്കുമ്പോ നിനക്ക് ജമാഅത്തിൽ താല്പര്യമില്ലെങ്കിൽ അവൻ താല്പര്യം ഉണ്ടാക്കി തരും. ഞാൻ ജമാഅത്തിന് പോകാണ്, നീ പോരുന്നോ? ഞാനും വരാം. രണ്ടുപേരും ഒരുമിച്ച് കൂട്ടുകാരല്ലേ. ദുനിയാവ് മാത്രം ചിന്തിപ്പിക്കുന്ന ആളല്ല, ആഖിറത്തിലേക്ക് നിങ്ങളെ ചിന്തിപ്പിക്കുന്ന കൂട്ടുകാര്, അവരാണ് ഏറ്റവും നല്ലവര്. പടച്ചോനെ ഓർമ്മപ്പെടുത്തുന്ന മഹാന്മാര്, മനുഷ്യന്മാര്, അവരാണ് സഹവസിക്കാൻ ഏറ്റവും നല്ലവര്. അവർ അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തി തരും, മറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കും, നന്മയിൽ സഹായിക്കും. അഥവാ നമ്മുടെ കയ്യിൽ നന്മക്കുള്ള പഴുതില്ലെങ്കിലോ അവരുടെ സഹായത്തിൽ നിന്നൊരു സഹായം നമുക്ക് തന്ന് നമ്മളെ കൂടെ നിർത്തിയവര് സഹായിക്കും. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയോ തവണ ഹിജ്റ പോകാൻ സമ്മതം ചോദിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പോകാൻ അവിടെ ഇരിക്കട്ടെ, ഞാൻ സമ്മതം തരാം, നിങ്ങൾ അവിടെ ഇരിക്കൂ. പലരും നേരത്തെ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റക്ക് പോവുകയാണെന്ന വിവരം വന്ന് പറഞ്ഞപ്പോ, അല്ലാഹു അനുവാദം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ, സിദ്ദീഖ് തങ്ങൾ ആദ്യത്തെ ചോദ്യം, അസ്സുഹബത യാ റസൂലല്ലാഹ്, കൂടെ സഹവാസിയായി എന്നെയും കൊണ്ടുപോകുമോ? ഞാനും തങ്ങളെ കൂടെ സഹവസിച്ചു വരട്ടെ.
നിങ്ങളും എന്റെ കൂടെ വന്നോളൂ. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ബാപ്പ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെ പോരട്ടെ എന്നിങ്ങനെ ചോദിച്ചിട്ട് സമ്മതം കിട്ടിയ നേരത്ത് ഒരു കരച്ചിൽ കരഞ്ഞു. സന്തോഷത്തിന്റെ കരച്ചിൽ എന്ന് പറഞ്ഞ കരച്ചിൽ കണ്ടത് ഞാൻ അന്നാണ്. ഹിജറക്ക് തങ്ങളെ കൂടെ പോകാൻ അനുവാദം കിട്ടിയപ്പോഴുള്ളൊരു സന്തോഷത്തിന്റെ കണ്ണീർ കണങ്ങൾ എന്റെ ഉപ്പയിൽ നിന്ന് ഉറ്റി വീഴുന്നത് ഞാൻ കണ്ടു എന്ന് സയ്യിദത്തുനാ ബീബി ആയിഷ റളിയല്ലാഹു അൻഹ. എത്രമാത്രം വലിയ സഹവാസമാണ്. ആ സഹവാസം കൊണ്ടല്ലേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് സ്വഹാബിമാര് പറഞ്ഞത്. പലരും പറഞ്ഞല്ല, സിദ്ദീഖ് തങ്ങളെ, ഞങ്ങൾക്കൊന്നും ഇല്ലാത്തൊരു ബഹുമാനം അല്ലാഹു നിങ്ങൾക്ക് മാത്രം തന്നിട്ടുണ്ട്. എനിക്ക് മാത്രമോ? അതെ, നിങ്ങൾക്ക് മാത്രം. ഉമർ റളിയല്ലാഹു അൻഹു അത് കിട്ടിയിട്ടില്ല, ഉസ്മാൻ റളിയല്ലാഹു അൻഹു അത് കിട്ടിയിട്ടില്ല, അലി റളിയല്ലാഹു അൻഹു അത് കിട്ടിയിട്ടില്ല, ബാക്കി ഒറ്റ സ്വഹാബത്തിനും അത് കിട്ടിയിട്ടില്ല. എന്താണത്? നിങ്ങൾ രണ്ടുപേരും ഗുഹയിലായിരിക്കുമ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല സന്തോഷത്തിന് പറഞ്ഞൊരു വചനം എന്താണ്? ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ. മുത്തുനബി തങ്ങളോട് പറയാൻ അല്ലാഹു ഏൽപ്പിച്ച വാക്കെന്താണ്? ലാ തഹസൻ. സിദ്ദീഖ് തങ്ങളെ, നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങൾ ദുഃഖിക്കരുത്. അവർ ഗുഹയുടെ മുകളിലെത്തിയിട്ട് കാലിന്റെ ചുവട്ടിലേക്ക് നോക്കിയാൽ നമ്മളെ കാണൂലേ നബിയെ? ഇല്ല ഇല്ല, ഒരാളും കാണൂല. ആ ഒരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട. ഇന്നല്ലാഹ മഅനാ. അത് നിങ്ങൾക്ക് പ്രത്യേകം കിട്ടിയ ഒരു സഹായമാണ്. അള്ളാഹുവിന്റെ ഒരു പ്രത്യേക സഹായം എനിക്കും നിങ്ങൾക്കുമുണ്ട്, നമ്മളോടൊപ്പമുണ്ട്. ആ പറഞ്ഞ കൂട്ടത്തിൽ മൂന്നാമത്തെ ഒരാളില്ലല്ലോ, രണ്ടാള് മാത്രമല്ലേ ഉള്ളൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂട്ടിയിട്ടല്ലേ ഈ പറഞ്ഞത് ഇന്നല്ലാഹ മഅനാ. അള്ളാഹുവിന്റെ പ്രത്യേക സഹായം നമുക്കുണ്ട്. അള്ളാഹു നമ്മളോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ പ്രത്യേക സഹായവും സംരക്ഷണവും ഉണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പോലത്തെ മഹാന്മാര് പറഞ്ഞത്, ആ ഒരു മഈയത്ത്, ആ ഒരു മഊനത്ത്, ആ ഒരു സഹായം ഞങ്ങൾക്ക് ആർക്കും ലഭിച്ചിട്ടില്ല. അത് നിങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്കും മാത്രമല്ലേ കിട്ടിയത്. അത് ആ സഹവാസത്തിന്റെ ഒരു ബഹുമാനമാണ്. ചെറിയൊരു ബഹുമാനമല്ല, വലിയ ബഹുമാനമാണ്. നല്ല മനുഷ്യന്മാരെ കൂട്ടുകാരായി പിടിക്കണം. ആ നല്ല മനുഷ്യന്മാരെ കൂട്ടുകാരായി പിടിക്കുമ്പോ മൗത്തിന്റെ നേരത്തെ അവര് നമ്മെ സഹായിക്കും. ഖബറും പുറത്തു വരുമ്പോ അതിനും നമുക്ക് സഹായമാണ്. അവര് വന്ന് സലാം പറയുമ്പോഴും സഹായമാണ്. അവര് വന്നിട്ട് സിയാറത്ത് ചെയ്യുമ്പോഴും സഹായമാണ്. അവര് നമ്മളെ ഓർക്കുമ്പോഴൊക്കെ സഹായമാണ്. അവര് ജീവിച്ചിരിക്കുന്ന കാലത്ത് മുഴുവനും നമുക്ക് ഖബറിൽ സന്തോഷമാണ്. അതിന് നല്ല കൂട്ടുകാരെ നമ്മൾ കൂർഗ പിടിക്കണം. മുത്തഖീങ്ങളാണ് കൂട്ടുകാരായി വേണ്ടത്. അല്ലാത്ത കൂട്ടുകെട്ടുകൾ മുഴുവനും ആഖിറത്തിൽ തെറ്റിപ്പോകുമട്ടോ. എന്റെ ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, ദുനിയാവിന്റെ അലങ്കാരം കണ്ട് ദുനിയാവിന്റെ പ്രൗഢിയിൽ കണ്ണും ചാർന്നു നിന്ന് ഏതെങ്കിലും ഒരാളെ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ സ്നേഹിക്കുമ്പോ അവന് ഫാസിഖായി കൂടാ, കാഫിറായി കൂടാ, മുനാഫിഖായി കൂടാ, മുബ്തദിആയി കൂടാ. മുസ്ലിമിന്റെ പേരുണ്ടെങ്കിലും അള്ളാഹുവിൽ തികഞ്ഞ വിശ്വാസമില്ല, അവൻ യുക്തിവാദിയാണ്. മഹാന്മാരുടെ ബഹുമാനങ്ങളിൽ ഈമാനില്ല. അവന്റെ കയ്യിൽ നിനക്ക് കാണാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. അത് അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് മാത്രം കൊടുക്കുന്ന ഒന്നല്ല, ദുനിയാവിന്റെ വിശാലതയാണ്. അത് മുഅ്മിനീങ്ങൾക്ക് മാത്രമല്ലല്ലോ അല്ലാഹ് കൊടുത്തിട്ടുള്ളത്. ഇഷ്ടം പോലെ കൊടുത്തത് മുഅ്മിനീങ്ങളല്ലാത്തവർക്കല്ലേ. ഇന്നും ലോകതലത്തിൽ നിങ്ങളൊന്ന് എണ്ണി നോക്കൂ, നമ്മുടെ ഇന്ത്യ രാജ്യം മൊത്തം വിലക്കെടുക്കാൻ മാത്രമുള്ള സമ്പത്തിന്റെ സമൃദ്ധിയുള്ളത് ഒരു മുഅ്മിനിന്റെ കയ്യിലല്ല. അതുകൊണ്ടൊരു നിലവാരമുള്ള സംഗതിയല്ല അത്. ദുനിയാവ് കണ്ടുകൊണ്ട് മാത്രം ഒരാളെ കൂട്ടുകാരനാക്കരുത്. ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിനാ. നിന്റെ സഹവാസം മുഅ്മിനോട് വേണം. ഏത് കൂട്ടുകാര് പിരിഞ്ഞാലും നമ്മളെ സഹായിക്കുന്ന ആഖിറത്തിലെ കൂട്ടുകാരാകണം. അൽഅഖില്ലാഉ യൗമഇദിൻ ബഅളുഹും ലിബഅളിൻ അദുവ് ഇല്ലൽ മുത്തഖീൻ. ചങ്ങാതിമാര് മുഴുവനും വന്ന് പരസ്പരം എതിർക്കുന്ന
നൽകുന്നവരാണ്. അൽഅഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്. ഖിയാമത്ത് നാളിൽ എല്ലാ കൂട്ടുകാരും പരസ്പരം എതിരാളികളാണ്, ശത്രുക്കളാണ്. തിന്മയിൽ ഒത്തൊരുമിച്ച് നിന്നവർ പറയും, നീയല്ലേ എന്നെ കള്ളു കുടിപ്പിച്ചത്, നീയല്ലേ ആ പെണ്ണുമായി എന്നെ ബന്ധപ്പെടുത്തിയത്, നീയല്ലേ എന്നെ മോഷണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്, നീയല്ലേ എന്നെ കൊട്ടേഷൻ സംഘത്തിൽ പെടുത്തിയത്, നീ എന്നല്ലേ മയക്കുമരുന്നിൽ എന്നെ ലാഭക്കൂറുകാരനാക്കിയത്. ഇങ്ങനെ ഓരോരുത്തരും എതിർപ്പ് പറയുമ്പോ എതിർക്കാത്ത ഒരു വിങ്ങുണ്ട്. ഇല്ലൽ മുത്തഖീൻ, മുത്തഖീങ്ങളൊഴികെ അവരൊരുമിച്ചാണ്. അവര് പരസ്പരം എതിർപ്പില്ല, പരസ്പരം സഹായിക്കുന്നവരാണ്, പരസ്പരം കൈപിടിക്കുന്നവരാണ്, കൈകോർക്കുന്നവരാണ്. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പരിഹരിക്കാൻ അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്യുന്നവരാണ്. അതേ സമയത്ത് നിന്റെ കൂട്ടുകാരൻ നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരു ഫാസിഖാണെങ്കിൽ, ഒരു മുനാഫിഖാണെങ്കിൽ, ഒരു അധർമ്മിയാണെങ്കിൽ, ഒരു തെമ്മാടിയാണെങ്കിൽ, ഒരൊറ്റ വക്തും നിസ്കരിക്കാൻ താല്പര്യമില്ലാത്തവനാണെങ്കിൽ, നീ മരിക്കുമ്പോ നിന്റെ തൊട്ടടുത്തിരിക്കുന്നത് അവനാണെങ്കിൽ റഹ്മത്തിന്റെ മലക്ക് വരുമോ? നിന്റെ ആത്മാവിനെ സന്തോഷം കൊണ്ടുപോകേണ്ടത് അവരല്ലേ? റഹ്മത്തിന്റെ മലക്കുകളല്ലേ മുഅ്മിനീങ്ങളെ റൂഹിനെ കൊണ്ടുപോകുന്നത്? അല്ലാത്തവരെ റൂഹിനെ കൊണ്ടുപോകുന്നത് അദാബിന്റെ മലക്കുകളല്ലേ? 500 മലക്കുകൾ ഇറങ്ങി വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്തത് കാണാം. ആ 500 മലക്കുകൾ റഹ്മത്തിന്റെ മലക്കുകളാണോ? അവര് വരുന്നത് സ്വർഗത്തിലെ കഫംപുടയുമായിട്ടാണ്. അതേ സമയത്ത് ഇങ്ങോട്ടടുക്കാൻ തടസ്സമുണ്ടെങ്കിലോ അവര് മാറി നിന്ന് പോയി. കാരണം ഈ മുഅ്മിനായ മനുഷ്യന്റെ അടുത്തേക്ക് അടുക്കാൻ പറ്റുന്നില്ല. അവിടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ മുഅ്മിനല്ല, അവൻ ഫാസിഖാണ്, അവൻ ഫാജിറാണ്, അവൻ മുനാഫിഖാണ്. അതുകൊണ്ട് മലക്കുകൾ ബഹുദൂരം അകന്നു നിൽക്കുകയാണ്. റഹ്മത്തിന്റെ മലക്കുകൾ 500 ആള് വരുന്നു. മുഅ്മിനായ മനുഷ്യന്റെ റൂഹ് കൊണ്ടുപോകാൻ പിടിക്കുന്ന കടമേ അസ്രായീലിനുള്ളൂ. കൊണ്ടുപോകുന്നത് അസ്രായീൽ അല്ല അലൈഹിസ്സലാത്തു വസ്സലാം. അസ്രായീൽ അലൈഹിസ്സലാം അല്ല കൊണ്ടുപോകുന്നത് മലായിക്കത്തുർ റഹ്മ അല്ലെങ്കിൽ മലായിക്കത്തുൽ അദാബ്. റഹ്മത്തിന്റെ മലക്കുകൾ നമ്മളെ ചാരത്ത് വന്നങ്ങനെ നിൽക്കണം. എത്ര സമയം വരെ നിൽക്കും? നമ്മുടെ ജനാസ, നമ്മുടെ ഭൗതിക ശരീരം വീട്ടിൽ നിന്നെടുത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുന്ന ആ ഒരു ടൈം വരെ റഹ്മത്തിന്റെ മലക്കുകൾ കൂടെയുണ്ട്. എത്ര ആളെ ജനാസ കൊണ്ടുപോകുമ്പോ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മലക്കുകളുടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. 1-2 ആളുകൾ മാത്രമേ ഉള്ളൂ. ഒരുപാട് സ്വഹാബിമാരുടെ ജനാസ കൊണ്ടുപോകുമ്പോ തങ്ങൾ അങ്ങനെ പറഞ്ഞത് ഹദീസിൽ കാണാം. മലക്കുകളുടെ സാന്നിധ്യത്തെ പറ്റി പറഞ്ഞത് ബഹുമാനപ്പെട്ട ഹൻദല റളിയല്ലാഹു അൻഹു, അവരുടെ ജനാസക്കുള്ള ബഹുമാനം തങ്ങൾ പറഞ്ഞില്ലേ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള ആത്മബന്ധത്തിന്റെ പേരിൽ ഒന്ന് ജനാബത്ത് കുളിക്കാൻ പോലും കാത്തു നിൽക്കാതെ തങ്ങളെ വിളിയാളം കേട്ടപ്പോഴേക്ക് വീട്ടിൽ നിന്ന് വാഹനവും എടുത്ത് പെട്ടെന്ന് പുറപ്പെട്ടത് കൊണ്ട് ജനാബത്തായി ഷഹീദായി പോയ ഹൻദല റളിയല്ലാഹു അൻഹുവിനെ മലക്കുകൾ കുളിപ്പിക്കുന്നുണ്ട്. ഈ വിവരം പറഞ്ഞപ്പോ സ്വഹാബത്ത് പോയി നോക്കാൻ, ശരീരമാസകലം വെള്ളം ഇങ്ങനെ ഒഴുകുന്നത് അവർ കാണാണ്. കുളിപ്പിക്കുന്നവരെ സ്വഹാബത്ത് കാണുന്നില്ല, വെള്ളം ഒഴുകുന്നത് കാണുന്നു. മലക്കുകളെ മലക്കിൻ്റെതായ ഹഖീഖത്തൻ രൂപത്തിൽ കാണാനുള്ള കഴിവ് അംബിയാഇനല്ലേ അല്ലാഹു നൽകിയത്. മലക്കിനെ മലക്കിൻ്റെതല്ലാത്ത രൂപത്തിൽ അംബിയാക്കളല്ലാത്തവരും കാണും, മനുഷ്യരൂപത്തിൽ കാണും. ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി മറിയം റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് മലക്ക് വന്നത് എങ്ങനെയാണ്? ബശറൻ സവിയ്യ, സമ്പൂർണ്ണ മനുഷ്യനായ രൂപത്തിലാ വന്നത്. അങ്ങനെ വരും. അതേ സമയത്ത് മലക്കിനെ മലക്കിൻ്റെതായ രൂപത്തിൽ ഹഖീഖത്തൻ രൂപത്തിൽ അംബിയാഇനെ കാണാനുള്ള കഴിവ് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഹൻദല റളിയല്ലാഹു അൻഹു കുളിപ്പിക്കുന്നു. ആ ഹൻദല റളിയല്ലാഹു അൻഹുവിന്റെ ഭൗതിക ശരീരം എടുത്ത് മറവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നതും മലക്കുകളെ സാന്നിധ്യത്തിന്റെ ആധിക്യം തങ്ങൾ പറയുന്നു. ഒരുപാട് മലക്കുകൾ വന്നുപോയി.
മുആവിയത്ത് ബിൻ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഖബറടക്കാൻ കൊണ്ടുപോകുമ്പോ ലക്ഷക്കണക്കിന് മലക്കുകൾ ഇറങ്ങിപ്പോയി. കാരണം മലക്കുകൾക്ക് വലിയ സ്ഥാനം മുആവിയ റളിയല്ലാഹു അൻഹുവിനെ പറ്റി അല്ലാഹു നൽകിയിട്ടുണ്ട്. മുആവിയത്ത് ബിൻ മുആവിയ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ മലക്കുകൾ ഇറങ്ങി വന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അതൊരു ചെറിയ സംഭവമല്ല, വലിയ അനുഗ്രഹമാണ് ലഭിച്ചത്. സഹോദരങ്ങളെ, നല്ലവരുമായി സഹവസിക്കണം, നല്ല മനുഷ്യന്മാരെ കൂട്ടത്തിൽ കൂടണം, നല്ല സ്വഭാവങ്ങൾ നിർദ്ദേശിക്കുന്ന ആളുകളോടൊപ്പം സഹവസിക്കണം. അവരോടൊപ്പം സഹവസിക്കുമ്പോ ജീവിതത്തിൽ മാറ്റം വരും, പ്രവർത്തനങ്ങൾ മാറിപ്പോകും, മനസ്സ് മാറിപ്പോകും, സ്വഭാവങ്ങൾ മാറിപ്പോകും. അതിനല്ലേ മഹാന്മാര് ഉദാഹരണം പറഞ്ഞത്, لأنهم في وجوه الأرض يقمارون. നീ സ്വാലിഹീങ്ങളോട് കിടകലർന്ന് ജീവിക്കണം. നിൽത സ്വലാഹ ബിഹിം, അവർ കാരണം നിനക്ക് നന്മ ലഭിക്കും, നിന്റെ ദുനിയാവ് നന്നാകും, ആഖിറം നന്നാകും. ലിഅന്നഹും ഫീ വുജൂഹിൽ അർളി യഖ്മാറൂ, കാരണം അവർ ഭൂമുഖത്തുള്ള നക്ഷത്രങ്ങളാണ്. അതേ, നല്ല ആളുകളുടെ കൂടെ ഇരിക്കുന്നതിന് ഹദീസിൽ ഉദാഹരണം പറഞ്ഞത് മസലുൽ ജലീസി സ്വാലിഹി, നല്ല മനുഷ്യന്റെ കൂടെ ഇരിക്കുന്ന ആള് അത്തർ വിൽക്കുന്ന ആളെ കൂടെ ഇരിക്കുന്നവനെ പോലെയാ. അത്തർ വിൽക്കുന്ന ആളെ കൂടെ ഇരുന്നാൽ എന്താണ് കിട്ടുന്നത്? ഒന്നുകിൽ അത്തറിന്റെ മണം നിനക്ക് ഇഷ്ടപ്പെട്ടിട്ട് നീ വില കൊടുത്തു വാങ്ങും, അതല്ലെങ്കിൽ അത്തറുകാരൻ ഒന്ന് വാസനിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഒന്ന് തേച്ചു തരും, അതല്ലെങ്കിലോ അത്തർ വാങ്ങാൻ വന്ന ആളുകളുടെ ശരീരത്തിൽ നിന്നോ മറ്റോ അത്തർ നിനക്ക് വാസനിക്കും. 3 രൂപത്തിലായാലും നിനക്ക് ഖൈറല്ലേ. അത്തർ വാങ്ങിയാലും നല്ല വാസനയാണ്, അത്തർ ഫ്രീ ആയി തേച്ചു തന്നാലും നല്ലതാണ്, മറ്റുള്ളവർ വാങ്ങിക്കൊണ്ടുപോയി തേക്കുമ്പോഴും നിനക്ക് വാസനയാണ്. നല്ലവരോടൊപ്പം ചേർന്ന് നീ ജീവിക്കുമ്പോ ഒരുപക്ഷെ നല്ല മാതൃകകൾ നിനക്ക് ലഭിക്കും, അല്ലെങ്കിൽ നീ ചോദിച്ച മാതൃകകൾ സ്വീകരിക്കും, ഇൽമ് നേടും. നീ അവരുടെ പിന്നാലെ കൂടിയിട്ട് അതെന്താ ഇതെന്താന്ന് ചോദിച്ച് നീ പഠിക്കും. അതൊന്നുമില്ലെങ്കിലോ മറ്റു പലരും അവിടെ വരുമ്പോ ദുആ ചെയ്യുമ്പോ ദുആഇന്റെ ബറക്കത്ത് നിനക്ക് ലഭിക്കും, സതുപദേശത്തിന്റെ മഹത്വം നിനക്ക് ലഭിക്കും. അവരെ കൂടെ ഇരിക്കുമ്പോ നിന്റെ മനസ്സ് നന്മയിലാണ്, നിനക്ക് നല്ല മണമാണ് ലഭിക്കുന്നത്. അതേ സമയത്ത് ദുഷിച്ച സ്വഭാവമുള്ള ആളുകളുടെ കൂടെ ഇരിക്കുന്നവര് കൊല്ലപ്പണിക്കാരന്റെ അടുത്ത് പോയിരിക്കുന്നവരെ പോലെയാണ്. എന്താണ് അവിടെ പോയിരുന്നാൽ അവൻ നല്ല ഇരുമ്പും മറ്റുമൊക്കെ വേവിക്കുമ്പോ അതിന്റെ കറകൾ നീക്കുമ്പോ ആ ഇരുമ്പിൽ നിന്നുള്ള തുരുമ്പുകൾ നിന്റെ ശരീരത്തിലേക്ക് വസ്ത്രത്തിലേക്ക് വന്നാല് ചിലപ്പോ നിസ്കരിക്കാൻ പോലും പറ്റൂല, ഓട്ടയായിട്ട് വേറെ വസ്ത്രം മാറി ധരിക്കേണ്ടി വരും. നിന്റെ ബാഹ്യതലത്തിൽ ഇങ്ങനെ ഒരു നിനക്ക് തീരെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഒരു സ്വഭാവം വരുന്നത് ഉള്ളിലേക്കും അതിന്റെ കേടുവരും. ദുസ്വഭാവിയുടെ കൂടെ നീ ഇരിക്കുമ്പോ അവന്റെ ബാഹ്യതലത്തിലുള്ള സ്വഭാവം മോശമാണ്, അത് പതുക്കെ പതുക്കെ നിന്റെ മനസ്സിലേക്കും പിടിമുറുക്കി പോകും. ഒന്നുമില്ലെങ്കിൽ ഇനി അങ്ങനെ അവിടെ കത്തിക്കുന്നൊന്നില്ലെങ്കിൽ നിന്റെ ശരീരത്തിലേക്ക് അവിടെ നിന്ന് തുരുമ്പുകളൊന്നും തെറിച്ച് കരികളോ തീപ്പൊരികളോ വരുന്നില്ലെങ്കിലും ദുർഗന്ധം നിനക്ക് സഹിക്കാൻ പറ്റൂല, ദുർഗന്ധ വാസനയുണ്ടാകും അവിടെ. അല്ലെങ്കിലും ആ ചെയ്യുന്ന പണി ചെയ്യുന്ന സ്ഥലത്ത് നീ ഇരിക്കുമ്പോ നിനക്ക് കാണാനും വാസനിക്കാനും സന്തോഷമില്ലാത്ത അവസ്ഥയുണ്ടാകും. ഈ ദുസ്വഭാവിയുടെ കൂടെ ഇരിക്കുമ്പോ ദുസ്വഭാവങ്ങൾ പകരുമെന്ന് പറഞ്ഞപ്പോ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിച്ചു. ഈ ഹദീസിൽ നിന്ന് നമുക്കൊരു പാഠമുണ്ട്. ബിദ്അത്തുകാരന്റെ കൂടെ ഇരിക്കാൻ പാടില്ല, ഫാസിഖിന്റെ കൂടെ ഇരിക്കാൻ പാടില്ല, ഗീബത്ത് പറയുന്നവന്റെ കൂടെ ഇരിക്കാൻ പാടില്ല, നമീമത്ത് പറയുന്നവന്റെ കൂടെ ഇരിക്കാൻ പാടില്ല, ഫിത്നയും ഫസാദും പറയുന്നവന്റെ കൂടെ ഇരിക്കാൻ പാടില്ല. സെക്സ് മാത്രം പറയുന്ന ചില ആളുകളുണ്ട്, ഏത് ഭാഷ പറഞ്ഞാലും സെക്സേ മണക്കൂ, അവരെങ്ങനെ പറഞ്ഞാലും അവ്യക്തമായി പറയുന്നത് മുഴുവനും സെക്സ് ആണ്, മടങ്ങുന്ന ളമീർ മുഴുവനും അതിലേക്കാണ്. അങ്ങനത്തെ ആളെ കൂടെ നീ ഇരുന്നു പോകരുത്. നിന്റെ ജീവിതത്തിന്റെ സ്വഭാവമായി മാറും അത്, നിനക്കത് സന്തോഷമായി മാറും. അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ, നിങ്ങൾ നോക്ക്, നമ്മുടെ നാട്ടിൽ നിന്ന് എത്ര പേരുണ്ട്. അള്ളാഹു നമ്മളെ ഈമാൻ സലാമത്താക്കട്ടെ.
ഇവിടെ വന്നിട്ട് മഖ്ബറയിൽ സിയാറത്തൊക്കെ ചെയ്ത് അവരാദ്യമായിട്ട് 28ാമത്തെ വയസ്സിൽ കല്യാണമൊക്കെ കഴിഞ്ഞൊരു കുട്ടിയൊക്കെ ഉണ്ടായിട്ട് ഉസ്താദിനോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാൻ നാളെ ദുബായിലേക്ക് പോവുകയാണ്, ഒരു നല്ല വിസ കിട്ടിയിട്ടുണ്ട്, നല്ല ജോലിയൊക്കെ ലക്ഷ്യം വെച്ച് പോവുകയാണ്. എല്ലാവരും സമ്മതമൊക്കെ തന്ന് വാപ്പിയും ഉമ്മയൊക്കെ സന്തോഷത്തോടെ എല്ലാവരും ഉണ്ട് വാഹനത്തിൽ സിയാറത്തിന് വേണ്ടി വന്നതാണ്. അങ്ങനെ വന്ന് സിയാറത്തൊക്കെ ചെയ്ത് അങ്ങനെ യാത്രയിൽ സിയാറത്തിൽ പ്രത്യേക സുന്നത്തില്ലേ? സുന്നത്തില്ലാതെ അപ്പൊ ആൾക്കാർ അങ്ങനെ സുന്നത്തുണ്ടോ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ നടത്തിയ വലിയ യാത്രയില്ലേ മിഅ്റാജ്, ഡയറക്റ്റ് ആയിട്ട് മിഅ്റാജിലേക്ക് പകർന്നു വരുന്നതാ അല്ല. മക്കയിൽ നിന്ന് പോകുമ്പോ ആദ്യം ഒരു സ്ഥലത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇവിടെ ഇറങ്ങണം, 2 റക്അത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞു. നിസ്കരിച്ചു. ചോദിച്ചു, ഇതേതാ സ്ഥലം? സല്ലൈത ബി ത്വയ്ബ. തങ്ങളിപ്പോ നിസ്കരിച്ച ത്വയ്ബയിലാണ്, മദീനയിലാണ്. അടുത്ത കൊല്ലം കഴിഞ്ഞാൽ ഹിജറ വരാനുള്ളത് ഇങ്ങോട്ടാണ്. അവിടെയാണ് ഇപ്പൊ തങ്ങൾ നിസ്കരിച്ചത്. കുറച്ചുകൂടി മുന്നോട്ട് പോയി, ഇറങ്ങണം നബിയെ, ഫസല്ലി റക്അത്തൈൻ, 2 റക്അത്ത് നിസ്കരിക്കണം ഇവിടെ. ഇതേതാ സ്ഥലം? ഇത് ബത്ലഹേമാണ്. എന്താണ് ഇവിടെയുള്ള പ്രത്യേകത? മൗലിദ് ഈസാ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം ജനിച്ച സ്ഥലമാണ്. ഈ ബത്ലഹേം എന്ന് പറയുന്ന ഈ കുന്നിന്റെ മുകളിലാണ് ഈസാ നബി അലൈഹിസ്സലാം ജനിച്ചത്. അവിടെ ഇറങ്ങിയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു. കുറച്ചുകൂടി മുന്നോട്ട് പോയി പറഞ്ഞു, തങ്ങൾ ഇറങ്ങണം, 2 റക്അത്ത് നിസ്കരിക്കണം. വാഹനത്തിൽ നിന്ന് ഇറങ്ങി 2 റക്അത്ത് നിസ്കരിച്ചു. എവിടെയാന്ന് ചോദിച്ചു. ഇപ്പൊ തങ്ങൾ ഇറങ്ങിയത് മദിയനിലാണ്. ഇതാരുടെ നാടാണ്? ബഹുമാനപ്പെട്ട ശുഐബ് നബി അലൈഹിസ്സലാം അവര് താമസിച്ച പ്രബോധനം നടത്തിയ സ്ഥലമാണ്. ഈ നാടിന് ബർക്കത്തുള്ളതുകൊണ്ട് ഇവിടെ ഇറങ്ങി 2 റക്അത്ത് നിസ്കരിക്കണം. ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഇറങ്ങി നിസ്കരിച്ചതിന് ശേഷമല്ലേ ബൈത്തുൽ മഖ്ദിസിൽ തങ്ങളെത്തുന്നത്. എന്തിനാണ് അതിന്റെ മുമ്പ് ഇവിടൊക്കെ ഇറങ്ങി നിസ്കരിച്ചത്? ബറക്കത്തുള്ള സ്ഥലങ്ങളെ കൊണ്ട് ബറക്കത്തെടുത്ത് യാത്രക്ക് തുടക്കം കുറിക്കുന്നത്, യാത്രയിൽ ഇടയിൽ അങ്ങനെ ബറക്കത്തെടുക്കുന്നത് പുണ്യമാണ്, സുന്നത്താണെന്ന് പഠിപ്പിക്കാനാണ്. അപ്പൊ ഈ നാട്ടിൽ താമസിക്കുന്ന ആളല്ലേ, ഒരു സിയാറത്തിന് വേണ്ടി ഇത്രയും കാലം നാട്ടിൽ നിന്നല്ലോ, എല്ലാ വെള്ളിയാഴ്ചയും മറ്റൊക്കെ ഒന്ന് സിയാറത്ത് ചെയ്യും. പോവുകയാണ്. അപ്പൊ സിയാറത്തിന് വേണ്ടി വന്നു. സിയാറത്ത് കഴിഞ്ഞ് മൂപ്പര് ഗൾഫിലേക്കൊക്കെ പോയി സലാം പറഞ്ഞ് എല്ലാരും ദ്വാരന്ന് പോയി. അങ്ങനെ 2 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഇവിടെ വെള്ളിയാഴ്ച സിയാറത്തുണ്ട് അവിടെ. വെള്ളിയാഴ്ച സിയാറത്തിന് വേണ്ടി എല്ലാവരും നിൽക്കുമ്പോ മൂപ്പര് നിൽക്കുന്നില്ല. മൂപ്പര് പോകുക, ചെരുപ്പിട്ട് വേഗം പോകാൻ, വാഹനമൊക്കെ സ്റ്റാർട്ടാക്കി വേഗം പോകാൻ, നല്ല വാഹനത്തിൽ വേഗം പോകാൻ. അപ്പൊ ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചു, എന്താ മൂപ്പര് സിയാറത്തിന് നിൽക്കാത്ത? ഇവിടെ പോകുമ്പോ ഇവിടുന്ന് സിയാറത്ത് ചെയ്തിട്ടില്ലേ പോയത്? ഇപ്പൊ 2 വർഷം കഴിഞ്ഞപ്പോഴേക്ക് നേരെ പോയി കിട്ടിയ സഹവാസികൾ ആരാന്നറിയോ? ബിദ്അത്തുകാരാണ്. അവർ നല്ല മരുന്ന് വെച്ചു കൊടുത്തു കൽബിലേക്ക്. ഇടക്കിടക്ക് അവന് CD കൊടുത്തു. ഇടക്കിടക്ക് കാണാൻ വേണ്ടിയുള്ള എല്ലാവിധ സൗകര്യങ്ങളും സൗജന്യമായി കൊടുത്തു. എല്ലാം കിട്ടിയപ്പോൾ അല്പജ്ഞാനിയായ ഈ മനുഷ്യന്റെ മനസ്സിൽ ഈ മഹാന്മാരോട് വിരോധം വന്നുപോയി. അവരെ സിയാറത്ത് തെറ്റാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടു പോയി. സലാം കൂടിയും പറയരുത്, അവരെ മഖ്ബറിന്റെ സമീപത്ത് പോലും നിന്നു പോകരുത് എന്ന് പഠിപ്പിക്കപ്പെട്ടു പോയി. നഊദു ബില്ലാഹ്. വീട്ടിലെത്തി നോക്കുമ്പോ ഉമ്മയതാ മഗ്രിബിന് ശേഷം ഖുർആൻ ഓതിയിട്ട് ഇശാഇന്റെ ശേഷം ഹദ്ദാദ് റാത്തീബ് ഓതുമ്പോ 4 ഫാത്തിഹ ഓതൂലേ? 4 ഫാത്തിഹ ഓതുമ്പോ ഈ ചെറുപ്പക്കാരൻ ഉമ്മാന്റെ മുഖത്തേക്ക് ഗൗരവത്തോടെ നോക്കുന്നു. എന്താ മോനെ ഇന്നലെ ഇല്ലാത്തൊരു നോട്ടം? എന്താ നിങ്ങൾ ചെയ്യുന്നത്? മരിച്ചുപോയ കുറെ ആൾക്കാർക്ക് ഫാത്തിഹ ഓതിയിട്ട് വല്ല കാര്യമുണ്ടോ? എന്താ മോനെ നിനക്ക് പുതിയ വല്ല വിവരം കിട്ടിയോ? പുതിയ വിവരല്ല, അല്ലാഹ് ഖുർആനിലൂടെ പറഞ്ഞാണ്, വലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സആ. ഉമ്മ ചിന്തിക്കുന്നു, മോനെ ഗൾഫ് പറഞ്ഞാച്ചിട്ട് പുതിയ ആയത്തും ഹദീസും ഒരുപാട് കിട്ടിയിട്ടുണ്ടല്ലോ, ഇവിടുന്ന് ദർസ് പോകാൻ പറഞ്ഞിട്ട് കൂടി കേട്ടിട്ടില്ല. എന്താ മോനെ ഓതിയത്? ആയത്തും ഹദീസോ? ആയത്തുമ്മ എന്താണ് ആയത്തിന്റെ അർത്ഥം? ആയത്തിന്റെ അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. ആയത്ത് എപ്പോഴാണ് ഇറങ്ങിയത്? അതൊന്നും അറിഞ്ഞൂടാ. ആയത്തിന് എത്ര വ്യാഖ്യാനുണ്ട്? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ എന്തിനാ ഓതിയത്? നിങ്ങൾ ഫാത്തിഹ ഓതാൻ പാടില്ല എന്നുള്ള ഈ ആയത്ത് ഓതിയത്. ഈ ആയത്തിലുണ്ടോ ഫാത്തിഹ ഓതാൻ പാടില്ല? ഈ ആയത്തിലുണ്ടോ ഈ ഒരാള് മരിച്ചതിന് ശേഷം എന്തെങ്കിലും സ്വതക്ക ചെയ്താൽ ആ കിട്ടൂല എന്ന് ഈ ആയത്തിലുണ്ടോ? ഇല്ലല്ല. ആയത്തിൽ എന്താ ഉള്ളത്? വലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സആ. ഓരോ മനുഷ്യനും അവനവൻ ചെയ്തതാണ് അവകാശം പറയാനുള്ളത്. അതാണ്. അതിന് 6 തഫ്സീറുണ്ട്, 1 2 അല്ല. വലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സആ. എനിക്ക് അവകാശപ്പെടാനുള്ളത് മറ്റൊക്കെ ഔദാര്യ. വാപ്പ എനിക്ക് ഓതിയത്, കൂട്ടുകാർ ഓതിയത്, ബാക്കിയുള്ളവർ നാട്ടുകാർ ഓതിയതൊക്കെ എന്താ? അതൊക്കെ ഔദാര്യാണ്, ബഹുമാനമാണ്. എനിക്ക് അവകാശപ്പെടാനുള്ളത് ഞാൻ എന്റെ ജീവിതകാലത്ത് ഓതിയത്, ദിക്ർ ചൊല്ലിയത്, നിസ്കരിച്ചതല്ലേ, അതെനിക്ക് അവകാശപ്പെടാനുള്ളത്. അങ്ങനെ ഒരു അർത്ഥം ആയത്തിനുണ്ടോ? അങ്ങനെ അർത്ഥം ആയത്തിനുണ്ട് എന്ന് ഇസ്മായിൽ ഹജ്ജിൽ ബറൂസബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. മറ്റു ധാരാളം ഖുർആൻ മുഫസ്സിറുകൾ പറഞ്ഞു. ഉമ്മ വാല് കേട്ടിട്ട് ഉമ്മ പറഞ്ഞു, മോനെ ആയത്തിന്റെ അർത്ഥം ഇങ്ങനല്ലേ?
അപ്പൊ മകനറിയ അങ്ങനെയൊന്നല്ല ആയത്തിന്റെ അർത്ഥം. പിന്നെ ആയത്തിലൂടെ ഫാത്തിഹ ഓതണ്ടാന്ന്, ആയത്തിലൂടെ ഖുർആൻ ഓതണ്ടാന്ന്, സിയാറത്ത് ചെയ്യണ്ടാന്ന് എവിടെ? അപ്പൊ ഉമ്മ ചോദിച്ചു, സിയാറത്തിന് ഫലമില്ലെങ്കിൽ മോനെ എല്ലാ ദിവസവും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹുവിന്റെ വീട്ടിൽ വരുമ്പോൾ യഖ്റുജു മിൻ ആഖിറിൽ ലൈലി ഇലൽ ബഖീഅ്, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഉണ്ടല്ലോ. നാളെ ഒരു ഉസ്താദ് വാദറിനെ കേട്ട് ഞാനത് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഉമ്മമാരൊക്കെ പഠിച്ചു വെക്കണം, അല്ലെങ്കിൽ മക്കളെ നന്നാക്കാൻ കഴിയൂല. എന്താ പഠിച്ചു വെക്കണ്ടേ? എല്ലാ ഇൽമും പഠിച്ചു വെക്കണം. തൗഹീദും വിശ്വാസവും തെളിവൊക്കെ പഠിച്ചു വെക്കണം. നമ്മള് ഉമ്മമാരെ സാധാരണ വീട്ടിൽ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനുള്ളത് മാത്രം പഠിച്ചാൽ പോരാ, എല്ലാം പഠിക്കണം. കുട്ടികൾ വിശ്വാസം പേച്ചു വരുമ്പോ അവരെ നല്ലോണം നിർദ്ദേശിച്ചിട്ട് ഒരൊറ്റ രാത്രി തന്നെ അവരെ മനസ്സ് നന്നാക്കണം. അങ്ങനെ 2 കൊല്ലം കിട്ടിയാൽ ചേറ് നീക്കണമെങ്കിൽ ചെറുത് പോരാ. വിദേഹത്തിന്റെ കറ നീക്കണമെങ്കിൽ കട്ടിയിൽ തന്നെ ഉപദേശം കൊടുക്കണം, കട്ടിയിലുള്ള തെളിവും പറഞ്ഞു കൊടുക്കണം. ഉമ്മാമ പറഞ്ഞു, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. ഉമ്മാമ മുസ്ലിം ഒന്നും കണ്ടിട്ടില്ല, മുസ്ലിം ഓതിപ്പടിച്ച ഉസ്താദ് വാദ് പറഞ്ഞ ഹദീസേ ഉമ്മാമ കേട്ടിട്ടുള്ളൂ. ഉമ്മാമ പറഞ്ഞു, മോനെ ഞാൻ ഫാത്തിഹ ഓതിന് എനിക്ക് വിരോധമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ മരിച്ചുപോയ വലിയ ഫാത്തിഹ ഓതിയിട്ടല്ലേ നീ കിറുകിറക്കുന്നത്? മരിച്ചുപോയ ആൾക്കാർക്കൊന്നും കിട്ടൂല എന്നല്ലേ, ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറയുന്നത്. എന്നാ ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആയിഷ ബീവിന്റെ വീട്ടിൽ വരുന്ന എല്ലാ ദിവസവും ആദ്യഘട്ടത്തിൽ 9 ദിവസത്തിൽ ഒരു ദിവസം ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിൽ വരാറുണ്ട്. കുറച്ചുകൂടി കാലം കഴിഞ്ഞപ്പോ 9 ദിവസത്തിൽ 2 ദിവസമായി മാറി. അതെങ്ങനെ ഉസ്താദെ 2 ദിവസം? 9 ഭാര്യമാർക്ക് ഓരോരുത്തർക്കും ഓരോ ദിവസമല്ലേ? അല്ല, ലോകത്തൊരു പെണ്ണും കൊടുക്കാത്തൊരു സംഭാവന സൗദ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങൾക്ക് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ വീട്ടിൽ സൗദ ബീവിന്റെ വീട്ടിലേക്ക് വന്നപ്പോ സൗദ റളിയല്ലാഹു അൻഹ നബി തങ്ങളെ 2ാമത്തെ പത്നിയാണ്. സൗദ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ അടുത്തേക്ക് വരാനുള്ള ദിവസം തങ്ങൾ പകല് വന്നാൽ മതി, എന്റെ രാത്രി ഞാൻ ആയിഷ ബീവിക്ക് ദാനം ചെയ്തു. ലോകത്ത് 2ാമത്തെ ഒരു പെണ്ണ് പറയോ, എന്റെ അടുത്തേക്ക് ഒരാളന്ന് എന്റെ അടുത്തേക്ക് തന്നെ വരണോ? അപ്പൊ നിനക്ക് വയസ്സ് അതൊന്നും നിങ്ങൾ നോക്കണ്ട, എന്റെ അടുത്തേക്ക് ഒരാൾ എന്റെ അടുത്തേക്ക് വരണം, വയസ്സായ നോക്കണ്ട, മറ്റൊന്നും നോക്കണ്ട. അല്ല, നിനക്ക് ഇന്ന് നിന്നോട് ബന്ധപ്പെടാം, അതൊന്നും നോക്കണ്ട, എന്റെ ദിവസം നിന്ന് വരണം, അങ്ങനല്ലേ എന്ന് പറയാ? അതാർക്കും വിട്ടരൂല എന്നല്ലേ പറയാ? അതാ ലോകത്തൊരു പെണ്ണും കൊടുക്കാത്ത സംഭാവന എന്ന് പറഞ്ഞത്. സൗദ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, എത്രമാത്രം വലിയ ഒരു മനസ്സാ നോക്കണം നിങ്ങൾ, അവർക്ക് എത്ര ക്ലിയറുള്ള മനസ്സാണ്. ആയിഷ റളിയല്ലാഹു അൻഹ എത്ര ചെറുപ്പക്കാരിയായ പെണ്ണാണ്. സൗദ ബീവി റളിയല്ലാഹു അൻഹ മനസ്സിലുള്ള മുറാദ് എന്താണെന്നറിയോ? ആ വീട്ടിൽ വെച്ചാണ് വഹയി ഇറങ്ങിയത്. ബാക്കി 8 ഭാര്യമാരെ വീട്ടിൽ വെച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ഇറങ്ങിയിട്ടില്ല. അപ്പൊ കൂടുതൽ വഹി ഇറങ്ങാനും വിഷയങ്ങൾ വരാനൊക്കെ ഞാനൊരു സഹായിക്കോട്ടെ, അതിന് തങ്ങൾ എന്റെ അടുത്തേക്ക് വരുന്ന ദിവസം പകൽ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് വിശ്രമിച്ചു പോയാൽ മതി, രാത്രി ഞാൻ ആയിഷ ബീവിക്ക് വേണ്ടി ദാനം ചെയ്തു. അങ്ങനെ പിന്നീട് 2 ദിവസമായി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വരുന്ന രാത്രി മഹദി പറയുന്നു, യഖ്റുജു മിൻ ആഖിറിൽ ലൈലി ഇലൽ ബഖീഅ്, രാത്രിയുടെ അവസാന സമയം ഒരു 3 മണി 4 മണി സമയത്ത് ജന്നത്തുൽ ബഖീയിലേക്ക് പുറപ്പെടുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ പോയിട്ട് ദുആർക്കുന്നു, സലാം പറയുന്നു. ജന്നത്തുൽ ബഖീയിലുള്ള ആളുകളോട് നബി തങ്ങൾ സംസാരിക്കുന്നു, അതാകും മാ തുഅദൂൻ غدا مؤجلون وإنا إن شاء الله بكم لاحقون أسأل الله لنا ولكم العافية. നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട് നിങ്ങൾക്ക് വന്നല്ലോ, മരണം അല്ലാഹുവിന്റെ വാഗ്ദാനമല്ലേ, ശേഷമുള്ള പരീക്ഷണവും ഈ ജീവിതവും അല്ലാഹു വാഗ്ദാനം ചെയ്തതല്ലേ, അത് നിങ്ങൾക്ക് സംഭവിച്ചല്ലോ. ഇൻഷാ അല്ലാഹ് നിങ്ങളോടൊപ്പം അവധിയെത്തുമ്പോ ഞാനും വന്നു ചേരും. എന്നിട്ട് പറയുന്നു, അസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ, അല്ലാഹുവിനോട് ഞങ്ങൾക്കും നിങ്ങൾക്കും സുഖം ചോദിക്കുന്നു. ഖബറാളികൾക്ക് മാത്രം ദ്വാർക്കാനല്ല ഖബറിങ്ങൽ പോകുന്നത്, മഖ്ബറയിലേക്ക് പോകുന്നത് ജീവിച്ചിരിക്കുന്നവർക്കും കൂടി ദ്വാർക്കണം. അതിനാ തങ്ങൾ പഠിപ്പിച്ചത് അസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ, നിങ്ങൾക്കും ഞങ്ങൾക്കും അല്ലാഹുവിനോട് ഞാൻ ആഫിയത്ത് ചോദിക്കുന്നു. നിങ്ങൾക്കും ഈ ഖബർ ജീവിതത്തിൽ സുഖം വേണം, ഭൗതിക ലോകത്ത് ഞങ്ങൾക്കും സുഖം വേണം എന്ന് ഞാൻ അല്ലാഹുവിനോട് ചോദിക്കുന്നു. എപ്പോഴാ ദ്വാർക്കുന്നത്? ആഖിറുൽ ലൈലിലാണ്, രാത്രിയുടെ അവസാന ഭാഗത്താണ്. ഒരു ദിവസമാണോ? എന്റെ അടുത്തേക്ക് വരുന്ന എല്ലാ ദിവസവും രാത്രിയുടെ അവസാനത്തിൽ അങ്ങനെ പോകാറുണ്ട്. ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്നു. ഉമ്മാമ ഇതാണ് മോനോട് പറഞ്ഞപ്പോ
അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ട്. നിനക്കെന്താ സംശയം? അങ്ങനെ ഉണ്ട്, ഹദീസ് അങ്ങനെ ഉണ്ട്, സ്വഹീഹാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. ഒന്നും കിട്ടൂലെങ്കിൽ പിന്നെ അവിടെ പോയിട്ട് തങ്ങൾ ദ്വാരുന്ന അവർക്ക് വേണ്ടി ദ്വാർക്കോ? സലാം പറയോ? അള്ളാഹിനോട് ദ്വാർക്കോ? അവർക്ക് കിട്ടും എന്ന് പഠിപ്പിക്കാനല്ലേ അവിടുന്ന് ദ്വാരുന്ന് പഠിപ്പിച്ചത്, സലാം പറഞ്ഞത്. അവർക്കും നമുക്കും വേണ്ടി അള്ളാഹിനോട് ദ്വാരുന്നത്. രണ്ടു കൂട്ടർക്കും സുഖം കിട്ടും അവിടെ വെച്ച് ദ്വാരുന്നാല് അള്ളാഹിന്റെ റഹ്മത്ത് ഇറങ്ങുന്ന സ്ഥലമാണ്, മലക്കൾ ഇറങ്ങുന്ന സ്ഥലമാണെന്ന് പഠിപ്പിക്കാനല്ലേ? വെറുതെ ആണോ? അതുകൊണ്ട് മരിച്ചതിന് ശേഷം ഒന്നും കിട്ടൂല എന്ന് മോനെ നിന്നെ പഠിപ്പിച്ച തെറ്റാണ്, നീ അതിൽ നിന്ന് മാറണം. കട്ടിയുള്ള തെളിവ് ഉമ്മാമ പറഞ്ഞെടുത്തപ്പോ അങ്ങനെ ഉണ്ടല്ലേ, ആ എന്നാ നിങ്ങൾ ഫാത്തിഹ ഓതിക്കോളി, കുഴപ്പമില്ലാണ്ടോ, കുറച്ചും കൊണ്ട് കുറവ് കിട്ടി. അല്ല, സിയാറത്തിന് ഇതുവരെ സിയാറത്ത് ചെയ്തിട്ട് ഗൾഫിലേക്ക് പോകുമ്പോഴും സിയാറത്ത് 2 കൊല്ലം കഴിയുമ്പോഴേക്കിന് എന്തൊരു ഇസ്ലാമാ പഠിച്ച്, അല്ലാ ഭയങ്കര ഇസ്ലാമാ പഠിച്ച്. എന്താ പഠിച്ചത്? സൂറത്ത് ഏതാന്ന് വെച്ചാൽ ഒന്നും കിട്ടൂല. ഏതാ സൂറത്ത്? അതൊന്നും അറിയില്ല. ഖുർആൻ അങ്ങനെ ആയത്തുണ്ടെന്നേ അറിയുള്ളൂ, ഖുർആൻ അങ്ങനെ ആയത്തുണ്ടെന്നേ അറിയുള്ളൂ, വേറൊന്നും അറിയില്ല. എന്തെല്ലാം ആയത്തുകൾ ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. മരിച്ചതിന് ശേഷം ഒന്നും കിട്ടൂലെങ്കിൽ നിങ്ങൾ സ്വതക്ക ചെയ്തിട്ട് കാര്യമില്ല എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹുവിനോട് പറയണ്ടേ അല്ലേ? എന്റെ ഉമ്മ പെട്ടെന്ന് മരണപ്പെട്ടു പോയി. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹ് ഹദീസാണ്. എന്റെ ഉമ്മ പെട്ടെന്ന് മരണപ്പെട്ടു പോയി നബിയെ, ഞാൻ പുറത്തായിരുന്നു, ഉമ്മാന്റെ അടുത്തുണ്ടായിരുന്നില്ല. സംസാരിക്കാൻ സമയം കിട്ടിയെങ്കിൽ എന്തെങ്കിലുമൊക്കെ നേർച്ച ചെയ്യാനും സ്വതക്ക ചെയ്യാനൊക്കെ ഉമ്മ പറയായിരുന്നു. അത്രയും സുഹൃതങ്ങൾക്കുമായി ബന്ധപ്പെട്ട ജീവിതമാണ് എന്റെ ഉമ്മാന്റെ ജീവിതം. ഞാൻ ആ ഉമ്മാക്ക് വല്ലതും സ്വതക്ക കൊടുത്താൽ ഉമ്മാക്ക് കൂലി കിട്ടുമോ? എനിക്ക് കിട്ടുമെന്നല്ല, തങ്ങളെ മറുപടി നഅം, ഉമ്മാക്കത് ഫലിക്കും. ചോദിച്ചു, എന്ത് സ്വതക്ക നബിയെ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്? ഏറ്റവും കൂടുതൽ ഫലം കിട്ടുന്ന സ്വതക്ക ഏതാണ്? തങ്ങൾ പറഞ്ഞു മാഉ, വെള്ളമാണ്. ഫഹഫറ ബിറൻ, ഒരു കിണർ കുഴിച്ചു. ഒരു കിണർ കുഴിക്കാത്ര ചെലവ് വേണം. എത്ര ആളുകൾ അതിൽ വെള്ളം കുടിക്കും? എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു ഹാദിഹി ലി ഉമ്മി സഅദിൻ, ഇതെന്റെ ഉമ്മാക്കുള്ള കിണറാണ്. ഇതിൽ നിന്ന് കുടിക്കുന്നത്, ഉളു എടുക്കുന്നത്, കുളിക്കുന്നത്, വെള്ളം കൊണ്ടുപോകുന്ന ഒക്കെ എന്റെ ഉമ്മാന്റെ ഹദറത്തിലേക്ക് ഫലിക്കും, വലിയ ഉപകാരം കിട്ടും. അങ്ങനല്ലേ മഹാന്മാര് പഠിപ്പിച്ചത്. മരിച്ചതിന്റെ ശേഷം മരണത്തോടുകൂടെ ഒക്കെ കഴിഞ്ഞു എന്നുള്ളത് സത്യത്തിൽ ഇസ്ലാമിന്റെ വിശ്വാസം തന്നെ അല്ലത്. ഇസ്ലാമിന്റെ വിശ്വാസ മരിക്കലോടുകൂടെ ഒക്കെ കഴിഞ്ഞു എന്നുള്ള അങ്ങനെ വിശ്വാസം ഇസ്ലാമിനുണ്ടോ? ഇല്ലല്ല. മരിക്കലോടെ യഥാർത്ഥ ജീവിതം തുടങ്ങിയതാണ് ഇസ്ലാമിന്റെ വിശ്വാസം. അതല്ലേ ആഖിറത്തിലേക്കുള്ള അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള ആദ്യത്തെ വീടാണ് ഖബർ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ ഖബ്റു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, പരലോകത്തേക്ക് പോകാനുള്ള ഭവനങ്ങളിൽ ആദ്യത്തെ ഭവനമാണ് ഖബർ. ഫഇന്ന ജാ മിൻഹു ഫമാ ബഅദഹു ഐസറു, ഖബറിൽ രക്ഷപ്പെട്ടാൽ ശേഷമുള്ളത് എളുപ്പമാണ്. ഖബറിൽ രക്ഷപ്പെട്ടില്ലെങ്കിലോ ഫമാ ബഅദഹു അഫ്ളഉ, ശേഷമുള്ളത് വല്ലാത്ത നീരസമാണ്, സഹിക്കാൻ കഴിയാത്ത ലോകമാണ്. ഖബറിന്റെ സുആലിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി, ഉത്തരമൊക്കെ കിട്ടി സന്തോഷായി പോയി. സുഹൃതങ്ങളെ കൊണ്ട് അവിടെ സന്തോഷം നിറക്കാൻ മലക്കുകൾ വന്ന് സന്തോഷം പറഞ്ഞു പോയി. നല്ല നിലക്ക് മലക്കുകൾ മറുപടി പറഞ്ഞ് സന്തോഷിപ്പിച്ചു. എന്നാ പിന്നെ എണീറ്റ് വരുമ്പോഴും സന്തോഷമാണ്, മഹ്ശറിലേക്ക് നടക്കുമ്പോഴും രക്ഷയാണ്, അർശിന്റെ തണലവിടെ ലഭിക്കാൻ ചാൻസ് ആണ്. അതേ സമയത്ത് ഖബറിൽ നിന്ന് തന്നെ രക്ഷ കിട്ടിയില്ല, ശിക്ഷയാണ് വന്നുപോയത്, ഫിത്നയാണ് വന്നുപോയത്. ശേഷമുള്ളത് അതിനേക്കാൾ കഠിനമാണ്. അപ്പൊ മരണത്തോടുകൂടെ ഒക്കെ കഴിഞ്ഞൂന്ന് യുക്തിവാദികൾ വിശ്വസിക്കും പോലെ, അതേ ദുർവിശ്വാസികൾ വിശ്വസിക്കും പോലെ മുഅ്മിനീങ്ങൾ വിശ്വസിച്ചുകൂടാ. 2 കൊല്ലം പ്രവാസ ജീവിതം നയിച്ച നല്ല സുന്നിയായ മനുഷ്യൻ തിരിച്ചു വന്നപ്പോ സിയാറത്ത് വേണ്ടാന്നും ഫാത്തിഹ ഓതണ്ടാന്നും അതിലൊന്നും കാര്യമില്ലാന്നും പറഞ്ഞത് ബിദ്അത്തുകാരോടുള്ള സഹവാസം കൊണ്ട് കിട്ടിയ രോഗമാണേ. നല്ലോണം നമ്മൾ ശ്രദ്ധിക്കണം. സംശയങ്ങൾ ജനിപ്പിച്ച് നമ്മളെ മനസ്സിന്റെ യഖീനും ഈമാനും പോക്കുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി. അതിനുവേണ്ടി എന്ത് കഠിനാധ്വാനങ്ങളും അവർ ചെയ്യും. ഏറ്റവും കൂടുതൽ അവർ സമൂഹത്തിൽ വില കുറച്ച് കാണിക്കുന്നത് ആരെയാണ്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയുമാണ്. അല്ലാഹ് ഏറ്റവും വലിയ ബഹുമാനം നൽകിയ നേതാവ്, അല്ലാഹ് ഏറ്റവും വലിയ ബഹുമാനം നൽകിയ അനുയായികൾ, ഇവരെ പോലെ അല്ലാഹ് ബഹുമാനം നൽകിയ അനുയായികൾ ലോകത്ത് വേറെ ഇല്ല. ഈ നേതാവിനെ പോലെ അല്ലാഹ് ബഹുമാനിച്ച ഒരു സൃഷ്ടി അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ വേറെ ഇല്ല. ഒരൊറ്റ
ഒരൊറ്റ ആയത്ത് പറയട്ടെ പഠിക്കാൻ വേണ്ടി. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം എത്ര വർഷം ജീവിച്ചു സഹോദരങ്ങളെ? 1000 വർഷക്കാലം ജീവിച്ചില്ലേ? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം 200 വർഷക്കാലം ജീവിച്ചില്ലേ? ലൂത്ത് നബി അലൈഹിസ്സലാം 400 വർഷക്കാലം ജീവിച്ചില്ലേ? നൂഹ് നബി അലൈഹിസ്സലാം 1275 കൊല്ലം ജീവിച്ചില്ലേ? ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം 33 വർഷം ജീവിച്ചില്ലേ? ഇങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ ജീവിച്ച മഹാന്മാരായ ഒരുപാട് അമ്പിയാക്കൾ ഉണ്ടായിട്ടും ഒരു പുരുഷായുസ് ജീവിതം മൊത്തം വലിയ മഹത്വമുള്ള ജീവിതമാണെന്ന് സത്യം ചെയ്ത് അല്ലാഹ് പഠിപ്പിച്ചത് ആരെ ജീവിതമാണെന്നറിയോ? ലോകത്തിന്റെ നേതാവ് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ മാത്രമേ അല്ലാഹ് സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ളൂ. വേറെ ഒരു മനുഷ്യന്റെ ജീവിതവും അല്ലാഹ് സത്യത്തിന് ഉപയോഗിച്ചിട്ടില്ല. അല്ലാഹല്ലേ ഖുർആനിലൂടെ പഠിപ്പിച്ചത് ലഅംറുക ഇന്നഹും ലഫീ സക്റതിഹിം യഅമഹൂൻ. ലഅംറുക തങ്ങളുടെ ജീവിതകാലം മൊത്തമാണ് സത്യം. ലഅംറുക തങ്ങളുടെ ആയുസ്സാണ് സത്യം. 40 ശേഷമുള്ളതല്ല, 63 കൊല്ലവും സത്യം ചെയ്ത് പറയുന്നു. അതേ, സത്യം ചെയ്യാൻ ഇത്രയും മഹത്വമുള്ളൊരു ജീവിതം ലോകത്ത് വേറേതാ? ഇത്ര ബഹുമാനമുള്ളൊരു ജീവിതം, ഇത്ര സന്തോഷമുള്ളൊരു ജീവിതം, ഇത്രമാത്രം ദൗത്യങ്ങൾ നിറവേറ്റിയൊരു ജീവിതം, ഇത്രമാത്രം പരീക്ഷണങ്ങൾ തരണം ചെയ്ത ജീവിതം, ഇത്രമാത്രം അനുഗ്രഹങ്ങൾ ലോകത്ത് വർഷിച്ചൊരു ജീവിതം ലോകത്ത് വേറെ ഏതാണ്? ലഅംറുക തങ്ങളുടെ ആയുസ് കാലം തന്നെയാണ് സത്യം. ഇന്നഹും ലഫീ സക്റതിഹിം യഅമഹൂൻ. ആ വിശ്വാസമില്ലാത്ത ആളുകളില്ലേ, അവരവരുടെ മസ്തിൽ അഭിരമിക്കുകയാണ്, പരിഭ്രമിച്ച് നടക്കുന്നു. വിശ്വാസക്കുറവ് ഒരു ലഹരിയാണ്, വിശ്വാസക്കുറവ് ഒരു മസ്താണ്. കാരണം എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് ലക്കും ലഗാനുമില്ലാതെ ചെയ്യുന്നൊരു ലോകമാണ് അന്ധവിശ്വാസം. ആ അന്ധവിശ്വാസം എന്ന മസ്തില് അവര് പരിഭ്രമിക്കുന്നു, സംശയിക്കുന്നു, അങ്ങനെ ജീവിക്കുന്നു. അതിന് അല്ലാഹു തആല സത്യം ചെയ്തു പറഞ്ഞ ജീവിതം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മാത്രമാണ്. വേറൊരൊറ്റ നബിയുടെ ജീവിതവും അല്ലാഹ് സത്യത്തിന് ഉപയോഗിച്ചിട്ടില്ല. ഒരു മഹദിയുടെ ജീവിതവും അല്ലാഹ് സത്യത്തിന് ഉപയോഗിച്ചിട്ടില്ല. സ്വഹാബിമാരെ പറ്റി അല്ലാഹ് പറഞ്ഞതോ ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ. അൻസാറുകളും മുഹാജിറുകളും ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ. അവർ ഉറച്ച വിശ്വാസികളാണ്, യഥാർത്ഥ മുഅ്മിനീങ്ങളാണ്. അവരെ ഈമാനിൽ ലവലേശം സന്ദേഹം വേണ്ട. അവർ ഈമാനിൽ കമാലിയത്ത് പരിപൂർണത നേടിയ മഹാന്മാരാണ്. അവരെ പോലെ ഈമാനുള്ളവരല്ല പിൽക്കാലത്ത് ജീവിച്ച ഒരാളും. ഇവരെ പോലെ ഈമാനുള്ളവരല്ല. കാരണം അവരെ ഈമാനിന് സർട്ടിഫൈ ചെയ്തത്, അവരെ ഈമാനിനെ ബഹുമാനം പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ല, അല്ലാഹുവാൻ. ഇത്ര ബഹുമാനമുള്ള ആളുകൾ ആരാ ലോകത്ത്? ഇവരെ ബഹുമാനം ഇടിച്ചു താഴ്ത്തുകയാണ് സർവ്വ ബിദ്അത്തുകാരുടെയും ലക്ഷ്യം. അവരെ ബഹുമാനങ്ങൾ കുറവാക്കുക, അവർ പറഞ്ഞ വിഷയങ്ങൾ സംശയിപ്പിക്കുക, അവർ ചെയ്ത കാര്യങ്ങളിൽ തിരുത്തുക, അവരെ പറ്റി ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുക. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ബിദ്അത്തുകാരന്റെ കൂടെ ഇരിക്കുമ്പോ, ഗീബത്ത് പറയുന്നവന്റെ കൂടെ ഇരിക്കുമ്പോ നമ്മളെ മനസ്സ് കേടുവന്നു പോകും. അവനാ പറയുന്നതൊക്കെ നമ്മളെ മനസ്സിലേക്ക് നമ്മളങ്ങനെ പകർത്തി നമ്മളെ മനസ്സിൽ ഓരോ 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 ലെൻസും, മനസ്സിന്റെ ഓരോ ഓരോ ശുദ്ധിയുള്ള ഭാഗങ്ങളും ദുഷിച്ചു പോകും, നശിച്ചു പോകും. നല്ലവരുടെ കൂടെ ഇരിക്കണം. ദുനിയാവിന് ആർത്തി വെച്ച് ജീവിക്കുന്ന ആൾക്കാരുടെ കൂടെ മാത്രം ജീവിക്കരുത്. അപ്പൊ നിന്റെ മനസ്സിൽ ദുന്യാവോ മാത്രമായിരിക്കും. ആഖിറം ലക്ഷ്യം വെച്ചുകൊണ്ട് അതിലേക്ക് ദുനിയാവിനെ സബബാക്കുന്ന വഴിയാക്കുന്ന ആൾക്കാരുടെ കൂടെ ജീവിക്കണം. ലക്ഷ്യം ആഖിറമാണ്. ദുനിയാവ് അതിലേക്കുള്ള ഒരു ആയുധമാണ്, ഒരു പലകയാണ്, ഒരു പാലമാണ്. ആ പാലത്തിലൂടെ നടക്കുന്ന ഒരു നടത്തം മാത്രമായിട്ട് ദുനിയാവിനെ കണ്ട് ആഖിറം ലക്ഷ്യമാക്കുന്ന മഹാന്മാരുടെ കൂടെയാണ് ജീവിക്കേണ്ടത്. അവരെ കൂടെയാണ് പിൻപറ്റേണ്ടത്, അവരെയാണ് നോക്കി പഠിക്കേണ്ടത്, അവരെയാണ് എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കേണ്ടത്. കഴിഞ്ഞുപോയ മഹാന്മാരെ മുഴുവനും അങ്ങനെ മുറുകെ പിടിച്ചോളൂ.
അവർക്ക് അല്ലാഹു തആല ദുനിയാവ് ഇഷ്ടം പോലെ കൊടുത്തിട്ടും ദുനിയാവ് മുഴുവനും ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാതെ ആഖിറത്തിലേക്കുള്ള വസീലയായി ദുനിയാവ് കണ്ട് ജീവിച്ച് ആഖിറം കരഗതമാക്കിയ മഹാന്മാരാണ്. രാജാക്കന്മാര് പോലും അത്തരത്തിലുള്ള മഹാന്മാരുടെ സവിധത്തിൽ ചെന്നിരുന്ന് നിർദ്ദേശം കേട്ടുപോയി. പിന്നെ അവരടുത്തേക്ക് പോയിരിക്കുന്നത് പതിവായി പോയി. അവരോട് സുഹബത്തിലായി ജീവിച്ചിട്ട് അവരുടെ രാജകീയമായ പദവിയെക്കാളും വലുത് ആഖിറമാണെന്ന് മനസ്സിലാക്കി പോയി. ദുനിയാവ് മാത്രം ചിന്തയുള്ള ആളുകൾക്ക് ദീന് കുറഞ്ഞു പോകും, ആഖിറം കുറഞ്ഞു പോകും, അതിലേക്കുള്ള വാസന കുറഞ്ഞു പോകും. നിങ്ങൾ കണ്ടില്ലേ, മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചൊരു വാചകം, ഓ മനുഷ്യാ, ഇന്നക അൻ തഹ്മിലൽ അഹ്ജാറ മഅൽ അബ്റാരി ഖൈറും മിൻ അൻ തകുലൽ ഖബീസ മഅൽ ഫുജ്ജാർ. നിസ്കരിക്കാത്തവന്റെ കൂടെ, നോമ്പ് നോൽക്കാത്തവന്റെ കൂടെ, ഉമ്മമാരെ തലമറക്കാത്തവളെ കൂടെ, സദാസമയത്തും ചുണ്ടിന് പുരട്ടേണ്ട ആയുധവും വാങ്ങിയിട്ട് പുരട്ടി നടക്കുന്ന പെണ്ണിന്റെ കൂടെ, ഹരവസ്ത്രവും പെരുവസ്ത്രവും മുക്കാൽ വസ്ത്രവുമായി നടക്കുന്നവരെ കൂടെ ജീവിച്ച് ഹോട്ടലിലും മറ്റും കയറി നല്ല ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും നല്ലത് ഇന്നക അൻ തഖുലൽ അഹ്ജാറ മഅൽ അബ്റാർ, മഹത്തുക്കളെ കൂടെ നീ കല്ലേറ്റിക്കൊണ്ടു പോകുന്നതാണ്. ഖൈറുൻ, നിനക്ക് ഏറ്റവും ഉത്തമം, മിന്നൻ തഖുലൽ ഖബീസ മഅൽ ഫുജ്ജാർ, ദുഷിച്ച പ്രവർത്തനങ്ങളും ജീവിത രീതികളുമായി ജീവിക്കുന്ന മോഡേണിസ്റ്റുകളായ ആളുകളുടെ കൂടെ നല്ല പലഹാരം ഭക്ഷിക്കുന്നതിനേക്കാൾ, ജ്യൂസ് കുടിക്കുന്നതിനേക്കാൾ, വാഹനത്തിൽ കറങ്ങുന്നതിനേക്കാൾ നിനക്ക് ഏറ്റവും നല്ലത് നല്ല മഹത്തുക്കളെ കൂടെ കല്ല് ചുമക്കലാ. കല്ല് ചുമക്കാൻ എന്തൊരു സാഹസികതയുണ്ട്. പക്ഷേ നല്ലവരെ കൂടെ കല്ല് ചുമന്നോളൂ. ആ നല്ലവരുടെ കാറ്റ് തട്ടിയിട്ട് അവരെ വിയർപ്പിന്റെ വാസന അനുഭവിച്ചിട്ട് നന്മ ചെയ്യുന്നവരുടെ വാസനയും അവരുടെ സഹവാസവും അല്ല നിന്റെ കൽബിൽ തരുന്നു. അവരെ കൊണ്ട് നിനക്ക് ആഖിറം തരുന്നു. അതേ സമയത്ത് ദുഷിച്ച ആളുകളെ കൂടെ പോയിട്ട് നീ നല്ല പലഹാരം കഴിക്കുമ്പോ, സുഭിക്ഷമായ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോ, കഴിക്കുന്ന ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടെങ്കിലും നിന്റെ കൂടെയുള്ള സഹവാസികൾ ദുഷിച്ചവരാണ്, നിസ്കാരമില്ലാത്തവരാണ്, നോമ്പില്ലാത്തവരാണ്, ദീനിന്റെ സംസ്കാരങ്ങൾ മുഴുവനും പീതെറിയുന്നവരാണ്, ബാപ്പയെ ഉമ്മയെ ബഹുമാനിക്കാത്തവരാണ്, കടമ തീർക്കാത്തവരാണ്, അള്ളാഹുവിൽ തന്നെ തികഞ്ഞ വിശ്വാസമില്ലാത്തവരാണ്. തമ്മാടിത്തരങ്ങൾ മുഴുവനും നല്ലതായിട്ട് അതൊക്കെ പുതിയ മുസ്ലിമിന്റെ മുഖമായിട്ട് കണ്ടിട്ട് ജീവിതത്തിലേക്ക് വലിച്ചുകൂട്ടുന്നവരാ. അവരെ സ്വഭാവങ്ങൾ അറിയാതെ നിന്റെ സംസ്കാരമായി മാറുന്നു. അവരെ ചെയ്തികൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അതുകൊണ്ട് സഹോദരാ, ഈമാന് പോകുന്ന രീതിയിൽ, ഖാത്തിമത്ത് നഷ്ടമാകുന്ന രീതിയിൽ ഒരു കൂട്ടുകാരന്റെ കൂടെയും കൂടി പോകണ്ട. നിങ്ങൾ കണ്ടില്ലേ, രണ്ട് കൂട്ടുകാരെ പറ്റി അല്ലാഹു ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു കൂട്ടുകാരന്റെ കാരണം കൊണ്ട് മറ്റേ കൂട്ടുകാരന്റെ ഈമാന് പോയി. എന്താണ് അല്ലാഹു തആല പഠിപ്പിക്കുന്ന പാഠം? അതിന്റെ ആയത്തുകളും വിഷയങ്ങളൊക്കെ പറയുന്നതിന്റെ മുമ്പ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്വഭാവമുണ്ട്. മക്കയിലും ആ സ്വഭാവമുണ്ട്, മദീനയിലും ഒരു സ്വഭാവമുണ്ട്. ആര് ഭക്ഷണം ഉണ്ടാക്കി തങ്ങളെ ക്ഷണിച്ചാലും അത് ചെറിയ ആളാകട്ടെ വലിയ ആളാകട്ടെ, തൊഴിലാളിയാകട്ടെ പാവപ്പെട്ടവനാകട്ടെ മുതലാളിയാകട്ടെ, ക്ഷണം സ്വീകരിച്ച് തങ്ങൾ പോകുന്നൊരു പതിവുണ്ട്. ഉമയ്യത്ത് ബിൻ ഖലഫ് എന്ന് പറയുന്ന മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സദ്യക്ക് ക്ഷണിച്ചു. തങ്ങൾ പോയി കൊടുത്തു, ഭക്ഷണം കഴിച്ചു വന്നു. രണ്ടാമതും തങ്ങളെ ക്ഷണിച്ചു. തങ്ങൾ രണ്ടാമതും അങ്ങനെ വേറൊരു ദിവസം പോയി. മൂന്നാമത് വേറൊരു ഘട്ടത്തിൽ ക്ഷണിക്കാമെന്നപ്പോ, നിങ്ങൾ വിളിക്കുന്നിടത്തേക്കൊക്കെ ഞാൻ വരുന്നില്ലേ, ഞാൻ വിളിക്കുന്ന ദീനിലേക്ക് നിങ്ങൾക്കൊന്ന് വന്നുകൂടെ, സത്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടും എന്തിനാണ് ഈ മാത്സര്യ ബുദ്ധി? അതുകൊണ്ട് അള്ളാഹുവിലുള്ള വിശ്വാസവും
ഞാൻ അള്ളാഹുവിന്റെ റസൂലാണെന്നും നിങ്ങൾ ഉറച്ച് ഉച്ചസ്ഥരം പ്രഖ്യാപിച്ചാലേ ഞാൻ നിങ്ങളെ കൂടെ വന്ന് ഭക്ഷണം കഴിക്കൂ. ബോധ്യമായിട്ടും നിങ്ങൾ എന്തിന് പിന്തിരിയണം? അതുകൊണ്ടതാ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സത്യസാക്ഷ്യ വചനം ചൊല്ലി. അള്ളാഹുവിന്റെ റസൂൽ ആ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്നപ്പോ ഈ ഉമയ്യത്തിന്റെ ഒരു കൂട്ടുകാരനുണ്ട്. കൂട്ടുകാരന്റെ പേരാണ് വലീദ്. വലീദ് ആ സദ്യയിൽ പങ്കെടുത്തിരുന്നില്ല, അയാൾ പുറത്തെവിടെയോ ആയിരുന്നു. നാട്ടിൽ വന്നപ്പോ ജനങ്ങൾ പറഞ്ഞു, വലീദേ, നിന്റെ കൂട്ടുകാരൻ ഉമയ്യത്ത് മുസ്ലിമായി പോയി. വലീദ് പറഞ്ഞു, അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ലല്ലോ. ഉണ്ട്, നിനക്കറിയുമോ, നിന്റെ കൂട്ടുകാരൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിളിക്കാൻ പോയി. ആദ്യഘട്ടത്തിൽ വന്ന് ഭക്ഷണം കഴിച്ചു. രണ്ടാമതും കുറെ നാളുകൾ കഴിഞ്ഞൊരു സദ്യ ഉണ്ടാക്കിയപ്പോ ഭക്ഷണത്തിന് വിളിക്കാൻ പോയി. അപ്പൊ ഈ നബി തങ്ങൾ ക്ഷണം സ്വീകരിച്ചു പോയി. മൂന്നാമത് അള്ളാഹുവിന്റെ വിശ്വാസവും നബി തങ്ങളുടെ വിശ്വാസവും ഒക്കെ പ്രഖ്യാപിക്കാൻ വേണ്ടി വിശദമായി ഇസ്ലാമിനെ പറ്റി ബോധ്യപ്പെട്ടിട്ടും നീ എന്തിനു മാറി നിൽക്കണമെന്ന് പറഞ്ഞപ്പോ, വലീദേ, നിന്റെ കൂട്ടുകാരൻ ഷഹാദത്ത് കലിമ ചൊല്ലിപ്പോയി. വലീദ് പറഞ്ഞു, അങ്ങനെ സംഭവിച്ചോ? സംഭവിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ കൂട്ടുകാരനെ കാണട്ടെ. വലീദ് പോയിട്ട് ഉമ്മയത്തിനോട് പറഞ്ഞു, നീ ഷഹാദത്ത് ഇല്ലയോ? അപ്പൊ ഉമ്മയത്തൊന്നും ഉണ്ടെന്നില്ല. അത് ചോദിച്ചതിന് മറുപടി, നീ ഷഹാദത്ത് ചൊല്ലിയോ? ആ, ഞാൻ ചൊല്ലി. എന്തിനാ നീ ചൊല്ലിയത്? അല്ല, എന്റെ വീട്ടിൽ ഞാൻ ഭക്ഷണത്തിന് ക്ഷണിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് ക്ഷണം സ്വീകരിച്ച് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാതിരിക്കാന്ന് പറഞ്ഞാല് നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് ഒരു മാനക്കേടല്ലേ? ഒരാൾ വന്ന് ഭക്ഷണം കഴിക്കാതെ തിരിച്ചു പോകാന്നാണ്. ക്ഷണം സ്വീകരിച്ചിട്ട് വരാം, പക്ഷെ ഭക്ഷണം കഴിക്കൂല, ഞാൻ തിരിച്ചു പോരെന്ന് പറഞ്ഞാൽ അതൊരു വലിയ വിഷമല്ലേ? അപ്പൊ ഞാൻ അങ്ങനെ ഷഹാദത്ത് ചൊല്ലി. നീ ചൊല്ലില്ലേ? ആ, ചൊല്ലി. ഞാനും നീയുമായിട്ട് ഒരു ബന്ധമില്ല. നമ്മള് ഫ്രണ്ട്സുകളല്ലേ, നമ്മള് കൂട്ടുകാരല്ലേ, നമ്മളെ ബന്ധം വിടാവില്ല. ഞാൻ നിന്നായിട്ട് ബന്ധം വേണോ? നീ തിരിച്ചു പോയിട്ട് ആ ഇസ്ലാം അങ്ങോട്ട് തിരിച്ചു കൊടുക്കണം. നീ ഇസ്ലാമിൽ നിന്നൊരു ബന്ധമില്ലാന്ന് പറയണം. പറഞ്ഞാ മാത്രം പോരാ, നീ ആ നേതാവിന്റെ മുഖത്തേക്ക് തുപ്പണമെന്ന് കൂടി വലീദ് പറഞ്ഞു. എങ്കിലേ ഞാൻ നിന്നോട് ബന്ധമുള്ളൂ. സുബ്ഹാനല്ലാഹ്. കൂട്ടുകാരന്റെ അഭ്യർത്ഥന മാനിച്ച് ഉമയ്യത്ത് ബിൻ ഖലഫ് പോകുന്നു. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോയിട്ട് ഇസ്ലാമിൽ നിന്ന് രാജിയാണെന്ന് പ്രഖ്യാപിക്കുന്നു. ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നില്ല, അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നു. വലീദ് ഏൽപ്പിച്ചതുപോലെ അങ്ങ് തുപ്പിയപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫാക്കപ്പെട്ട പൂമുഖത്തില് ആ ഉമിനീര് പോയി വീയാതെ അത് തിരിച്ചടിച്ചു പോയി. ഉമയ്യത്തിന്റെ മുഖത്തേക്ക് വന്നിട്ട് അതൊരു രോഗമായി മാറി. പിന്നെ ആ രോഗം മാറാൻ ഏടെ പാടുപെട്ടുപോയി. അപ്പോഴല്ലേ അല്ലാഹു ആയത്തിറക്കിയത്, വയൗമ യഅല്ലുല്ലാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖദ്തു മഅർ റസൂലി സബീലാ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, കൂട്ടുകാരികളെ, ഇവിടെ ഒരുപാട് ദിവസം വാദ നടക്കുന്നുണ്ട്. 20 ദിവസം വാദ നടക്കുന്നുണ്ട്. ഉസ്താദുമാര് വ്യത്യസ്ത വിഷയങ്ങൾ പറയുന്നുണ്ട്. ഞാനൊന്ന് പറയട്ടെ, നമുക്ക് വലിയ ദൈവം നമ്മുടെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞ് അവന്റെ ഇംഗിതത്തിനനുസരിച്ച് ദീന് വലിച്ചെറിഞ്ഞ് അനാവശ്യങ്ങൾ ജീവിതത്തിലേക്ക് മുഴുവനും വാരിക്കൂട്ടിയിട്ട് ആര് പറഞ്ഞതും കേൾക്കാതെ താന്തോന്നികളായി നടക്കുന്ന ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരി, നാളെ ആഖിറത്തിൽ വഴിപിയച്ചു പോയിട്ട് സർവ കൂട്ടുകാരും കൈകടിക്കുന്നൊരു നേരമുണ്ട്. നല്ലോണം ജീവിക്കണമെന്ന് നിർദ്ദേശം കിട്ടിയിട്ടും അതിന്റെ മാർഗങ്ങളൊക്കെ അറിഞ്ഞിട്ടും വഴിതെറ്റിപ്പോയി മാർഗം പിഴച്ചു പോയ അക്രമി നാളെ ആഖിറത്തിൽ കൈകടിക്കും. ആലങ്കാരികമായി പറഞ്ഞതല്ല, ഖുർആൻ മുഫസ്സിറുകൾ പറഞ്ഞു, കൈ കടിച്ച് 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 മുട്ടും കൈ വരെ വേദന കൊണ്ട് വിഷമം കൊണ്ട് കടിച്ച് കടിച്ച് നാവിലൂടെ പല്ലിലൂടെ കടിച്ച് പൊടിപൊടിക്കുന്നു. എന്നിട്ടവൻ പറയുന്നത്, യാ ലൈതനി ഇത്തഖദ്തു മഅർ റസൂലി സബീലാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി
അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ തങ്ങളെ പാത പിൻപറ്റി ജീവിച്ചിരുന്നെങ്കിൽ ദുനിയാവിൽ കിട്ടിയ 60 കൊല്ലം 50 കൊല്ലം 40 കൊല്ലം 28 കൊല്ലം 20 കൊല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ മാർഗത്തിലായി നിലനിന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. ബാപ്പ ഓന്റെ കൂടെ നീ നടക്കരുത് എന്ന് പറഞ്ഞിട്ടും ഉസ്താദുമാര് നിർദ്ദേശിച്ചിട്ടും ഓൻ ഫാസിഖാണ്, ഓൻ കുടിയനാണ്, ഓൻക്ക് മറ്റേ സ്വഭാവമുണ്ട്, നീ പെട്ടുപോകല്ല മോനെ, ഓൻ വിദേഹത്തുകാരനാണ്, ഒപ്പം സ്കൂളിൽ പഠിച്ചത് ശരിയാണ്, ഒരേ ബെഞ്ചിരുന്നിട്ടാണ് SSLC പരീക്ഷയൊക്കെ ശരിയാണ്, പക്ഷേ നിനക്കോനെ നന്നാക്കാൻ കഴിയാത്തത് കൊണ്ട് നീ അവന്റെ കൂടെ ചേർന്നിട്ട് അവന്റെ കൂടെ ആയിപ്പോകല്ലേ, അവന്റെ സംസ്കാരം കൂടി നീ ചേർക്കല്ലേ എന്ന് എല്ലാവരും പറഞ്ഞിട്ടും നീ കേട്ടില്ലല്ലോ. എന്നിട്ട് ആഖിറത്തിൽ വെച്ച് കൈകടിച്ച് പറയുന്നത് യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. ആ ചങ്ങാതിയുടെ കൂടെ ഫ്രണ്ട്ഷിപ്പുമായി നടക്കേണ്ടില്ലായിരുന്നു, കുടുങ്ങിപ്പോയല്ലോ. ലഖദ് അളല്ലനി, അവൻ എന്നെ തെറ്റിച്ചു കളഞ്ഞു. ലഖദ് അളല്ലനി അനിദ്ദിക്രി ബഅദ ഇദ് ജാഅനി, നല്ല മാർഗം നല്ല ഉത്ബോധനം കിട്ടിയ ശേഷം നന്നാകണമെന്ന് തോന്നിയിട്ടും എന്നവൻ തെറ്റിക്കളഞ്ഞു. ഞാനിന്ന് ഇങ്ങോട്ട് വരുമ്പോ കാസർഗോഡ് ഒരു ചെറുപ്പക്കാരന്റെ കടയിൽ സാധാരണ 2-3 പ്രാവശ്യം അവിടെ ചായ കുടിക്കാൻ കയറിയില്ല, പരിചയത്തിന് ഒന്നും ചായ കുടിക്കാൻ കയറി. ഞാൻ ഇറങ്ങുമ്പോ ആ ചെറുപ്പക്കാരൻ പ്രത്യേകം ദ്വാരക്കണം എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ നന്നാകണമെന്ന് തോന്നി ഓരോ ദിവസവും പ്രതിജ്ഞ എടുക്കാറുണ്ട്, പക്ഷെ എല്ലാ ദിവസവും പുതിയ കാര്യങ്ങളെ കൊണ്ട് നമ്മൾ ദുഷിച്ചു പോവുകയാണ്, നിങ്ങളൊന്ന് ദ്വാരക്കണം, അല്ലാഹു തആല അവരെയും നമ്മളൊക്കെ നന്നാക്കി തരട്ടെ, അള്ളാഹിന്റെ സ്വാലിഹീങ്ങളിൽ നല്ല മനുഷ്യന്മാർ അള്ളാഹു ചേർത്തി തരട്ടെ. അപ്പൊ കൂടെ കൊണ്ട് നടക്കുന്ന കൂട്ടുകാരനായ മൊബൈലും നമ്മളെ ചതിക്കും. മൊബൈൽ ഒരുപാട് ആൾക്കാരെ ചതിച്ച പോലെ നമ്മളെയും ചതിക്കും. എങ്ങനെ ചതിക്കും? അതിലുള്ള ദൃശ്യങ്ങൾ, അതിലുള്ള ശ്രാവ്യങ്ങൾ അല്ലാഹ് പൊരുത്തപ്പെടാത്തതാണെങ്കിൽ നമ്മൾ അതിന്റെ അഡിക്റ്റായി മാറും. നിസ്കാരത്തെക്കാളും വലിയ ഇൻട്രസ്റ്റ്, ബാപ്പ ഉമ്മ പറഞ്ഞ് കേൾക്കുന്നതിനേക്കാളും വലിയ ഇൻട്രസ്റ്റ് കൂട്ടുകാരനായി കൂടെ കൊണ്ട് നടക്കുന്ന ഈ ഉപകരണമായിരിക്കും. ഏറ്റവും കൂടുതൽ നേരം കളയുന്നത് ബാപ്പയും ഉമ്മയും രോഗമായിട്ട് അപ്പുറത്ത് കിടക്കുമ്പോൾ ആശ്വസിപ്പിക്കാനല്ല, 2 മണി 3 മണി വരെ സമയം കളയുന്നത് ഈ ഒരു കൂട്ടുകാരന് വേണ്ടിയായിരിക്കും. എന്താണോ അയാൾ നമുക്ക് കാണിച്ചിരുന്ന ദൃശ്യങ്ങൾ അത് കണ്ടങ്ങനെ നേരം കളയാ, അതിനുവേണ്ടി അങ്ങനെ ഭ്രാന്ത് പോലെ ഉറക്കൊഴിച്ചിരിക്കുക. എല്ലാ സമയത്തും ആരോടും കണക്ഷൻ ഇല്ലെങ്കിലും ഇപ്പൊ കണക്ഷൻ ഒരു പുതിയ കൂട്ടുകാരെ കിട്ടിയല്ലേ. ഇവിടുന്ന് കാസർഗോഡ് നിന്ന് മംഗലാപുരത്തും തിരുവനന്തപുരം വരെ പോകുന്നതിന് ഇപ്പൊ ആൾക്കാർക്ക് കൂട്ടുകാരെ വേണ്ട, കാരണം കൂട്ടുകാർ റെഡി ആയിപ്പോയി. 2 കാതിലേക്കും കൂട്ടുകാരെ കയറ്റി വെക്കാണ്. എന്നിട്ട് അവിടെ ഇറങ്ങുമ്പോഴാണ് പിന്നെ തിരുവനന്തപുരം ആയില്ലേ, ഇത്ര പെട്ടെന്ന്, എത്ര ഒരു സന്തോഷമാണ് അല്ലാഹ് തന്നത്. ഇതൊക്കെ ഇങ്ങനെ കേട്ട് ആസ്വദിക്കാൻ പറ്റിയൊരു യാത്ര എത്ര സുഖാണ്. അവൻ ഉറങ്ങുന്നതിന്റെ ഇടയിൽ അവന്റെ കാതിൽ നിന്ന് എന്തോ 2 എണ്ണം പുറത്തേക്ക് ചാടിപ്പോയപ്പോ ആ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ അന്തം വിട്ടുപോയി. കാരണം അതിലൂടെ മുഴുവനും പറയുന്നത് സെക്സിന്റെ വർത്തമാനം മാത്രമാണ്. പ്രേമത്തിന്റെയും കാമുകന്റെയും കാമുകയുടെയും വൃത്തികേടുകൾ മാത്രമാണ്. സുബ്ഹാനല്ലാഹ്, ഈ യാത്ര ചെയ്യുന്ന നല്ല തോന്നിക്കുന്ന നല്ല പേരുള്ള ഈ ചെറുപ്പക്കാരൻ ഇതാണോ കേൾക്കുന്നത്, ഇതാണോ കാണുന്നത്? കുറച്ചു കഴിഞ്ഞ് കയ്യിൽ നിന്ന് മൊബൈല് താഴെ വീണുപോയി നോക്കുമ്പോൾ ആൾക്കാർ മുഴുവനും കണ്ണുപൊത്തിപ്പോയി. കാരണം അതിൽ കാണുന്നത് നീല കളറും പച്ച കളറും മറ്റു കുറെ കളറില്ലേ, ബ്ലൂ ബ്ലാക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറെ കളറിന്റെ സിസ്റ്റാണ് കാണുന്നത്. കാണുന്ന ആൾക്കാരൊക്കെ കണ്ണൊത്തിപ്പോയി, കാണാൻ അവർക്കൊരു മടിയായി പോയി. ഒരാള് മൊബൈൽ എടുത്തിട്ട് വേഗം അയാളെ ശരീരത്തിലേക്ക് തന്നെ വെച്ചുപോയി. അപ്പൊ അയാൾ ഉറക്കിൽ നിന്ന് ഉണർന്നു, മൊബൈൽ ശരീരത്തിൽ തട്ടിയപ്പോ ഉറക്കിൽ നിന്ന് ഉണർന്നിട്ട് വേഗം പിന്നെയും കാതിലേക്ക് 2 കൂട്ടുകാരെ വീണ്ടും കയറ്റി വെച്ചിട്ട് പിന്നെയും സുഖത്തോടെ ഉറങ്ങുകയാണ്. എന്താ നമ്മൾ കാണുന്നത്, എന്താ നമ്മൾ കേൾക്കുന്നത്? നമ്മൾ ആലോചിക്കണം. നമുക്ക് കൂട്ടുകാരായിട്ട് ഒറ്റയ്ക്ക് കിടക്കാൻ അവിടെ ആരെങ്കിലും മൊബൈലും അതിന് കാതിലേക്ക് വെക്കാൻ 2 ഇയർഫോണും തരുമോ? ആരെങ്കിലും കൂടെ കൊണ്ടു തരുമോ? നല്ലത് കേൾക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ ആൾക്കാർ ഉറങ്ങിപ്പോവാണ്. കണ്ടില്ല നിങ്ങള്? ചില ആൾക്കാർക്ക് പറയും നല്ല സുഖാണ്, ഒരു വാലങ്ങ് മൊബൈലിൽ വെച്ചാൽ 10 മിനിറ്റ് കൊണ്ട് ഉറക്കം കിട്ടും. ആയത്തിനെ കുറിച്ച് ചിലപ്പോൾ 100 എണ്ണം ഓതിയാൽ ഉറക്കം വരൂല. നല്ലൊരു വാല് പഠിക്കാൻ പറ്റിയൊരു വാലങ്ങ് വെച്ചാൽ അങ്ങനെ ഉറങ്ങുന്ന ആൾക്കാരും കാണാം. മുൻകർ നക്കീറിനൊക്കെ ചോദ്യങ്ങളെ പറ്റി ഇങ്ങനെ പറയുണ്ടാവും. അവരാ ചോദ്യങ്ങളോട് ഇങ്ങനെ പ്രതികരിക്കുന്നുണ്ടാവും. കൂർക്കം വലിയുണ്ട്. അതാ നല്ലത് കേട്ട് പഠിക്കേണ്ട സാഹചര്യത്തിൽ ഉറങ്ങുക. രാവിലെ ഇയാളൊരു ക്ലാസ്സിൽ പങ്കെടുത്തു, ഖുർആൻ ക്ലാസ് ആണ്, കേട്ട് പഠിക്കാൻ നല്ല ഒരു ആയത്തിന്റെ തഫ്സീറാ കേൾക്കുന്നത്. അത് ആ 10 മിനിറ്റ് കഴിഞ്ഞപ്പത്തിന് ഉറങ്ങി.
അത് മാറ്റിയിട്ട് പിന്നെ അയാളൊരു വാർത്തയുടെ അപ്പുറം ഇട്ടു. അയാൾ കണ്ണിങ്ങനെ വെച്ചിട്ട് പോലും അയാൾ ഉറങ്ങുന്നില്ല, ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങുന്നില്ല, ഉറങ്ങേണ്ട നേരായിട്ട് ഉറങ്ങുന്നില്ല. അപ്പൊ എന്താ നമ്മളെ ശരീരത്തിലേക്ക് മനസ്സിലേക്ക് താല്പര്യമായിട്ട് കടന്നിരിക്കുന്നത്? എന്താ? നല്ല വാസനയോ ദുഷിച്ച വാസനയോ? ഏതാ നമ്മളെ ശരീരത്തിന് ഫിറ്റ് ആയിട്ടുള്ളത്? യാ വൈലത്താ ലൈതനി ലമ്മത്തഖിദ് ഫുലാനൻ ഖലീലാ. ബാപ്പയുള്ള കാലം, കൂട്ടുകാര് നല്ലവരുള്ള കാലം, നല്ല നിലക്ക് ജീവിച്ചിട്ടൊരു കൂട്ടുകാരനെ കിട്ടിയപ്പോ അവൻ എന്നെ തെറ്റിച്ചു കളഞ്ഞു. വകാന ശൈത്വാനു ലിൽ ഇൻസാനി ഖദൂലാ. വ്യത്യസ്ത രൂപത്തിൽ പിശാചുക്കൾ വരൂലേ? തെറ്റിക്കുന്ന മനുഷ്യന്മാർക്ക് മനുഷ്യ പിശാചുക്കൾ എന്നല്ല അള്ള പേര് പറഞ്ഞത്. അങ്ങനത്തെ കൂട്ടുകാരെയല്ലേ കിട്ടിപ്പോയത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് അന്ത്യം മോശമാക്കുന്ന രീതിയിൽ ഈ വലീദല്ലേ ഉമയ്യത്തിന്റെ ഷഹാദത്ത് മുഴുവനും നീക്കിയത്. നല്ല നിലക്ക് മരിച്ചുകൊണ്ട് ആ മനുഷ്യനെ കുഫറിലേക്ക് മാറ്റിയത് വലീദല്ലേ. അവന്റെ ഫ്രണ്ട്ഷിപ്പ് വിടാൻ പറ്റൂല എന്ന് കരുതിയിട്ടല്ലേ അഷ്ഹദു ചൊല്ലിയ നാവ് കൊണ്ട് അത് പിൻവലിച്ചു പോയത്. എത്രമാത്രം വലിയ സങ്കടകരമാ. അതാ രണ്ടു കൂട്ടരിൽ മാത്രം ഒതുങ്ങണ്ട. എത്ര ആളുകള് ആ രൂപത്തില് ബാപ്പയെയും ഉമ്മയെയും അകറ്റിയിട്ട് വാദനാ സ്വദീഖഹു വഅഖ്സാ അബാ, കൂട്ടുകാരന്റെ സിദ്ധാന്തം സ്വീകരിച്ച് ബാപ്പയെ അകറ്റി നിർത്തി, ഉമ്മയോട് പിണങ്ങിപ്പോയി എന്ന് ആഖിർ സമാനിൽ വരുന്ന ആളുകൾക്ക് അടയാളം പറഞ്ഞ കൂട്ടത്തിൽ അങ്ങനൊരു അടയാളവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുണ്ടല്ലോ. വഅദ്നാ സ്വദീഖഹു വഅഖ്സാ അബാ വജഫാ ഉമ്മാ. ഉമ്മാനോടും അപ്പാനോടും തെറ്റി, കൂട്ടുകാരൻ അടുപ്പിച്ച് നിർത്തി. അവൻ പറയുന്നത് മുഴുവനും സ്വീകരിച്ചു, കൂട്ടുകാരി പറയുന്നത് സ്വീകരിച്ചു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിപ്പോയി. ആരാരും തെരഞ്ഞിട്ടോ വന്നിട്ടോ വിളിച്ചിട്ടോ വന്നില്ല. ആ രൂപത്തിൽ സ്വന്തം സിദ്ധാന്തങ്ങളുമായി കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മുടെ മാർഗം, നിങ്ങൾ വേണമെങ്കിൽ മറ്റു മക്കളെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് വഴിവിട്ട മാർഗങ്ങളിലേക്ക് പോയവർക്ക് പോലും ഏണി വെച്ചു കൊടുത്തത്, താങ്ങ് കൊടുത്തത് കൂട്ടുകാരാ. അതുകൊണ്ടാണ് ഉമറുൽ ഖാഹിരി റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തെ മഹാന്മാര്, സദഖത്തുൽ ഖാഹിൽ ഖാഹിരിയെ പോലത്തെ മഹാന്മാര്, മറ്റു പല മഹാന്മാരും നമ്മോട് നിർദ്ദേശിച്ച നിർദ്ദേശം അതാണ്. ഖല്ലി ഖില്ലി ഖുല്ലത്തൽ ഖിദ്ലാനി ഖൗഫൽ ഖാതിമാ ഖാലിൽ ഖലീലൻ ഖാമിലൽ വസ്ഫി മിനൽ ഖൽഖാലി ഖാൽ. എന്റെ കൂട്ടുകാരാ, നല്ല സുഹൃത്തിനോട് നീ ചങ്ങാത്തം കെട്ടണം. ആരാണ് ആ നല്ല സുഹൃത്ത്? ദീനിലായിട്ട് നിന്നെ ഉറപ്പിച്ചു നിർത്തും, നന്മകളെ കൊണ്ട് നിന്നോട് ഉപദേശിക്കും. നിന്നയിൽ നിന്ന് വല്ല തിന്മയും കാണുമ്പോ അവന് നീരസം വരും, നീ അത് ഒഴിവാക്കും. അങ്ങനെ നല്ല നിലക്കുള്ള സൗഹൃദം പാലിക്കുന്ന മുഅ്മിനീങ്ങളില്ലേ, അവരെയാണ് നീ മനസ്സിലേക്ക് കൂട്ടുകാരായി നീ സ്വീകരിക്കേണ്ടത്. അവരോടൊപ്പമാണ് നീ കൂടുകെട്ടി നടക്കേണ്ടത്. അല്ലെങ്കിലോ നിന്റെ ഖാത്തിമത്ത്, നിന്റെ അന്ത്യം മോശമായി പോകുന്നു. അങ്ങനത്തെ കൂട്ടുകാര് വേണ്ട, നല്ലവര് മാത്രം മതി. നല്ലവരോടൊപ്പം സാവസിച്ച് നടക്കുന്ന ആളുകള് എത്ര രൂപത്തിൽ നന്നാകുന്നറിയോ? മാഉൽ കനീഫി ഇദാ മസാല മുഖ്തലിത്വാ ബിമാഇ നഹരിൻ ഫസാലത് മിൻഹു അഖ്ദാറു. ടോയ്ലറ്റിൽ നിന്ന് ഒഴുകുന്ന മലിനജലം കണ്ടിട്ടില്ലേ? അതൊരു സമുദ്രത്തോട് പോയി ചേർന്നാൽ പിന്നെ പോയി നോക്കുമ്പോ ടോയ്ലറ്റിലെ വെള്ളം കാണാനില്ല. മുക്കി നോക്കുന്ന വെള്ളത്തിന് അതിന്റെ വാസനയില്ല, അതിന്റെ കളറില്ല, അതിന്റെ രുചിയില്ല. ക്ലീൻ ചെയ്തു പോയി. നല്ലവരോടൊപ്പം സാവസിക്കുമ്പോ നിന്റെ ലാഹിറും ബാത്തിനും അവര് നന്നാക്കി പോയി. കഴിഞ്ഞ കാലത്ത് ജീവിച്ച മഹാന്മാരില്ലേ, അവരുടെ മാതൃകകൾ സ്വീകരിക്കുക, സ്വഹാബിമാരെ അവലംബിക്കുക, ഇമാമിങ്ങളുടെ വഴി സ്വീകരിക്കുക, നാട്ടിലെ നല്ല നല്ല ആലിമീങ്ങളെ സുഹബത്ത് വെക്കുക, സാദാത്തുക്കളോട് ബഹുമാനം വെക്കുക. നമുക്ക് ഖൈറ് മാത്രം തരുന്ന, ഒരു ഷർറും തരാത്ത മഹാന്മാരാണ് മറപെട്ട് കിടക്കുന്ന മഹാന്മാർ. അവരെ മാനസികമായും ശാരീരികമായും അടുപ്പം സ്ഥാപിക്കുക.
അവരെ വടിയിലായി ചേർന്ന് കിട്ടാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുക. അവരുടെ ജീവിത സരണി അത് ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്, ചരിത്രങ്ങളിലുണ്ട്. ആ വഴി സ്വീകരിച്ചുകൊണ്ട് അവരോട് മഹബത്ത് വെച്ചുകൊണ്ട് അവരിലേക്ക് അടുക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. രാജാക്കന്മാരിൽപ്പെട്ട രാജാവായിരുന്നു ഹാറൂൻ റഷീദ്. ഒരൊറ്റ സംഭവം ബറക്കത്തിന് പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ഹാറൂൻ റഷീദ് അതേ ഹജ്ജിന് പോയ സമയത്ത് ഹാറൂൻ റഷീദ് ഫുലൈൽ ബിൻ റബീ റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, ഹാറൂൻ റഷീദ് വന്നിട്ട് പറയുന്നു, ഫുലൈൽ ബിൻ റബീനോട് പറയുന്നു, എന്നെ നീ ഒന്ന് കൊണ്ടുപോകണം. എങ്ങോട്ടാ കൊണ്ടുപോകേണ്ടത്? എനിക്ക് ചോദിക്കാനും മാതൃകയാക്കാനും പറ്റിയ നല്ലൊരു മനുഷ്യന്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോകണം. നല്ലൊരാളടുത്തേക്ക്, അയാളെ സമീപത്തെത്തിയാൽ എന്റെ കൽബ് നന്നാകണം. ഉപദേശം കിട്ടിയാൽ എന്റെ ഭരണവും എന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് നന്നാക്കാൻ പറ്റണം. അങ്ങനെ നല്ല സഹവാസത്തിന് പറ്റിയ ഒരാളെ ഈ മക്കയിൽ നീ കാണിച്ചു തന്ന ഉപദേശം എനിക്ക് കിട്ടണം. ഫദ്ൽ ബിൻ റബീ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇവിടെ സുഫിയാൻ ബിൻ ഉയൈന റളിയല്ലാഹു അൻഹു ഉണ്ട്. ഒരുപാട് വലിയ വലിയ മുഹദ്ദിസുകളുടെ ഉസ്താദാണ് സുഫിയാൻ ബിൻ ഉയൈന റളിയല്ലാഹു അൻഹു. നമുക്ക് അങ്ങോട്ട് പോകാം. ഫദ്ൽ ബിൻ റബീ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ പോയിട്ട് മഹാനവറുകളെ വാതിൽ മുട്ടി. ആരാണ് ചോദിച്ചു? അമീറുൽ മുഅ്മിനീൻ, ഭരണാധികാരി വന്നിട്ടുണ്ട്. ആ സമയത്ത് ബഹുമാനപ്പെട്ട സുഫിയാൻ ബിൻ ഉയൈന റളിയല്ലാഹു അൻഹു പെട്ടെന്ന് പുറത്തു വന്ന് നോക്കുമ്പോ ഹാറൂൻ റഷീദ് ഉണ്ട് വീടിന്റെ പുറത്ത്. എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്ന ഒരാളെ വിട്ടാ പോരെ, ഞാൻ അങ്ങോട്ട് വരുമല്ലോ. അതെ, ഞാൻ നിങ്ങൾക്ക് ഒരു സ്വതക്ക തരാൻ വേണ്ടി വന്നതാണ്, നിങ്ങൾ സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞു. കുറച്ചു നേരം സംസാരിച്ചിട്ട് ചോദിച്ചു, നിങ്ങളെ ഒന്ന് കാണാനും സംസാരിക്കാനും വേണ്ടി വന്നതാണ്. നിങ്ങൾക്ക് വല്ല കടബാധ്യതയും ഉണ്ടോ? കടമുണ്ട്. അപ്പൊ കൂടെ ഇരിക്കുന്ന രാജാവിന്റെ സഹവാസിയായ അബ്ബാസ് എന്ന് പറയുന്ന സർവന്റിനോട്, സേവകനോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ കടം മുഴുവനും വീട്ടിക്കൊടുക്ക്. കടം മുഴുവനും വീട്ടിയിട്ട് പുറത്തിറങ്ങിയപ്പോ രാജാവ് പറഞ്ഞു, ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനത്തെ ആളെയല്ല, എന്നെ ഒന്ന് ഉപദേശിച്ച് നന്നാക്കിയിട്ട് എന്റെ അകവും പുറവും നന്നാക്കുന്ന നല്ലൊരു മഹാനെ എനിക്ക് കിട്ടണം. ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഫദ്ൽ ബിൻ റബീ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബഹുമാനപ്പെട്ട അബ്ദുർ റസാഖ് ബിൻ ഹമ്മാം റളിയല്ലാഹു അൻഹു ഉണ്ട്, വലിയ മഹാനാണ്, ആലിമാണ്. എന്നാ നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ എത്തി വാതിൽ മുട്ടി. ആരാന്ന് ചോദിച്ചപ്പോ ഹാറൂൻ റഷീദ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. പെട്ടെന്ന് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, രാജാവേ, ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ, ഒരാളെ വിട്ടാ ഞാൻ അങ്ങോട്ട് വരുമല്ലോ. അതേ, നിന്റെ അടുത്തേക്ക് നമ്മൾ വന്നത് നിങ്ങളിൽ നിന്ന് വല്ലതും കിട്ടാനാണ്, നിങ്ങൾ ഉപദേശം തരുന്നത് സ്വീകരിക്കാനാണ്. കുറച്ചു നേരം സംസാരിച്ചിട്ട് രാജാവ് പോകുമ്പോ ചോദിച്ചു, കടബാധ്യത വല്ലതുമുണ്ടോ? അമീറുൽ മുഅ്മിനീനാണ്, ഇഷ്ടം പോലെ പേഴ്സണലായിട്ട് സ്വത്തുള്ള ആളാണ്. കടമുണ്ടെന്ന് പറഞ്ഞപ്പോ ആ കടം വീട്ടാനുള്ളത് കൊടുക്കാൻ അബ്ബാസ് എന്ന് പറഞ്ഞ സഹായിയോട് പറഞ്ഞു, കടം വീട്ടി കൊടുക്കുന്ന് പറഞ്ഞു. പുറത്തിറങ്ങിയപ്പോ രാജാവ് പറഞ്ഞു, അഗ്നാനി സ്വാഹിബുക ശൈആ, നിങ്ങൾ കൂട്ടുകാരനാക്കി കണ്ടു തന്ന ആളില്ലേ, നമുക്ക് മതിയായ കാര്യങ്ങളൊന്നും ചെയ്തു തന്നിട്ടില്ല. നമുക്ക് ഉപദേശിച്ച് നമ്മളെ നന്നാക്കാൻ പറ്റിയ ആള് വേണം. വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കണം. അതാ കുറച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു, ഫുലൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു ഉണ്ട്, അങ്ങോട്ട് പോകാം. എല്ലാവരും കൂടി ഫുലൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോയി. മഹാനവറുകള് വീട്ടിന്റെ ഉള്ളിലുണ്ട്. പോയി നോക്കുമ്പോ നിസ്കരിക്കുകയാണ്. രാത്രി സമയമാണ്, നിസ്കരിക്കുകയാണ്. യത്ലു ആയത്തൻ മിനൽ ഖുർആനി യുറദ്ദിദുഹാ, ഒരായത്ത് ആവർത്തിച്ച് 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 ഓതി നിസ്കരിക്കുന്നു. പുറത്തേക്ക് ഓത്ത് കേൾക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരായത്ത് ഇത്രത്തോളം ആവർത്തിക്കുന്നത് ആയത്തിന്റെ ആന്തരികാർത്ഥങ്ങൾ മുഴുവനും ചിന്തിച്ച് ചിന്തിച്ച് ആയത്ത് എത്ര ഓതിയാലും മടുപ്പ് വരാത്ത ഒരു ശൈലിയാണ്. ആ ശൈലിയാണ് ഫുലൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു സ്വീകരിച്ചത്. നിസ്കാരം കഴിഞ്ഞു എന്ന് കണ്ടപ്പോ രാജാവ് പറഞ്ഞു, ഒന്ന് വാതിൽ മുട്ട്. വാതിൽ മുട്ടിയപ്പോ ആരാന്ന് ചോദിച്ചു. അമീറുൽ മുഅ്മിനീൻ പുറത്തു വന്നിട്ടുണ്ട് എന്ന് പുറത്തുനിന്ന് അബ്ബാസ് എന്ന് പറയുന്ന ഹാറൂൻ റഷീദിന്റെ കൂടെയുള്ള പരിചാരകൻ പറഞ്ഞു. ഫുലൈൽ ബിൻ ഇയാദ് തങ്ങളുടെ ചോദ്യം, അമീറുൽ മുഅ്മിനീൻ ഇവിടെ എന്താ കാര്യം? ഭരണാധികാരിക്ക് ഇവിടെ എന്താ കാര്യം? അയാൾക്ക് ഭരിച്ചാ പോരെ, എന്റെ വീട്ടിലേക്ക് എന്തിനാ വന്നത്? സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്ക് ഭരണാധികാരി അനുസരിക്കേണ്ടതില്ലേ? ആ സമയത്ത് മഹാനവറുകൾ പറഞ്ഞു, ഫുലൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് ഉണ്ട്, തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസ് ഉണ്ട്. ലൈസ ലിൽ മുഅ്മിൻ
മുഅ്മിനി അൻ യുദില്ല നഫ്സഹു. ഒരു ഭരണാധികാരിയുടെ കയ്യിൽ ദുന്യാവാണുള്ളത്. അയാളെ കീഴിൽ പോയിട്ട് അടിയറ വെക്കേണ്ട ഒരാവശ്യം ഒരു മുഅ്മിനിനില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നോട്ടെ, അങ്ങോട്ട് പോയി കാല് പിടിക്കേണ്ട ആളൊന്നുമല്ല ഭരണാധികാരി. അയാൾക്കല്ല ദുനിയാവിൽ അധികാരവും സ്വത്തുവല്ലേ കൊടുത്തത്, അയാൾ ഭരണം നടത്തിക്കോട്ടെ, നമുക്ക് തകരാറില്ല. അമീറുൽ മുഅ്മിനീൻ ഹാറൂൻ റഷീദ് പറഞ്ഞു, ഇതേ ആളെയാണ് കിട്ടേണ്ടത്. മുറിയിലേക്ക് കയറിപ്പോയി. മുറിയിലേക്ക് രാജാവ് എത്തിയപ്പോ ഹാറൂൻ റഷീദ് റൂമിലേക്ക് വന്നപ്പോ ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ വിളക്കങ്ങ് കെടുത്തി. പിന്നേതാ റൂമിന്റെ ഒരു മൂലയിലേക്ക് ചെന്നു. ഞങ്ങൾ രാജാവിന്റെ കൂടെ കുറെ ആളുകളുണ്ട്, മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾക്ക് കൈ കൊടുക്കാൻ. കൈ കാണണ്ടേ? ചെറിയൊരു വെളിച്ചത്തിൽ രാജാവ് മഹാനവറുകളെ കണ്ടെത്തി. അങ്ങനെ കൈ പിടിച്ചു മുസാഫത്ത് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഹാറൂൻ റഷീദിന്റെ കൈ പിടിച്ചിട്ട് ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ പറഞ്ഞു, എന്ത് നല്ല മാർദ്ദവമുള്ള കൈയാണ്. കാരണം പണിയെടുത്ത് പരിചയം ഉണ്ടാകൂലല്ലോ, രാജാവല്ലേ. നല്ല മിനുമിനുത്തമുള്ള കൈയാണ്. ഇന്നജത്ത് ഖദം മിൻ അദാബില്ലാ. നാളെ അള്ളാന്റെ ശിക്ഷയിൽ നിന്ന് ഈ കൈയിന് മോചനം കിട്ടിയാൽ, കേടുപാടുകളൊന്നുമില്ലാതെ രക്ഷപ്പെട്ട് കിട്ടിയാൽ സന്തോഷം തന്നെ. അതല്ല, ഈ കൈ കൊണ്ട് എഴുതിയതും കൊടുത്തതും വാങ്ങിയതും നീതിപൂർവകമല്ലെങ്കിൽ ഈ കൈയിന്റെ മിനുസം പോയിട്ട് ഈ കൈയിന് ഏൽക്കേണ്ട ശിക്ഷയെ പറ്റി ചിന്തിക്കാവതല്ല. അപ്പൊ കൂടെ നിൽക്കുന്ന ഒരാൾ പറഞ്ഞു, ഇന്നേതായാലും രാജാവിന് നല്ല ഒരു സംസാരം കിട്ടും. തഖ്വയുള്ള ഒരു മനുഷ്യന്റെ വർത്തമാനമാണല്ലോ കേട്ടത്. ഇന്നേതായാലും രാജാവിന് ചോദ്യത്തിനും ഉത്തരത്തിനും അകവും പുറവും ഒക്കെ നന്നാകുന്ന നല്ല ഒരു സഹവാസമാണ് കിട്ടിയത്. രാജാവ് മഹാനവറുകളോട് പറഞ്ഞു, ഖുദ് ലിമാ ജിഇനാക ലഹു റഹിമക്കല്ലാഹ്, നമ്മൾ നിങ്ങൾക്ക് കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞു. ആ സമയത്ത് ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ പറഞ്ഞു, ഒരു കാര്യം നിങ്ങൾക്ക് കേൾക്കണോ? ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിച്ചപ്പോ സാലിം ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെയും മുഹമ്മദ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹുവിനെയും റജാ ബിൻ ഹൈവ റളിയല്ലാഹു അൻഹുവിനെയും വിളിച്ചിട്ട് മഹാനവറുകൾ പറഞ്ഞ എന്താണെന്നറിയോ? ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ ആദ്യ ദിവസം പറഞ്ഞത്, നിങ്ങൾ ആരെങ്കിലും ഈ ഭരണം ഒന്ന് ഏറ്റെടുക്കുമോ? വലിയൊരു പരീക്ഷണമാണല്ലോ എനിക്ക് തന്നത്. നിങ്ങൾ എല്ലാവരും കൂടി, ജനങ്ങളൊക്കെ കൂടിയിട്ട് എന്നെ ഭരണാധികാരിയാക്കിയില്ലേ, ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞു തരൂ. ഈ ഖിലാഫത്ത് എനിക്കൊരു പരീക്ഷണമായിട്ടാണ് തോന്നുന്നത്. എന്നിട്ട് പറയുന്നു, ഫുളൈൽ ഇബ്നു ഇയാദ് നിങ്ങൾ ഹാറൂൻ റഷീദിനോട് പറയുന്നു, നിങ്ങളെക്കാളും വലിയ പണ്ഡിതനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ കിട്ടിയ ഭരണത്തെ പറ്റി അനുഗ്രഹമായിട്ടല്ല കണ്ടത്, പരീക്ഷണമായിട്ടാണ്. നിങ്ങളിത് സുഖമായി കാണുന്നുവോ? നിങ്ങൾക്കിത് സന്തോഷമായി തോന്നുന്നുണ്ടോ? എന്നിട്ട് ഉപദേശം കൊടുക്കുന്നു, ഇന്നി അഖാഫു അലൈക അശദ്ദൽ ഖൗഫി യൗമ തസില്ലു ഫീഹിൽ അഖ്ദാം. കാലുകളൊക്കെ ഇടറിപ്പോകുന്ന ഒരു ദിവസമുണ്ട്, അന്ന് ഞാൻ നിങ്ങളെപ്പറ്റി വല്ലാതെ പേടിച്ചു പോകുന്നു. നിങ്ങളെ സഹായിക്കാനെന്ന് ആരെങ്കിലും ഉണ്ടാകുമോ? ഭരണത്തിൽ നിങ്ങൾ അനീതി ചെയ്തിട്ടുണ്ടെങ്കിൽ രാജാവേ, കാലടറി തായോട്ട് വീണുപോകൂലേ? ഈ ഉപദേശം കേട്ടിട്ട് ഹാറൂൻ റഷീദ് കരഞ്ഞുപോയി. കരഞ്ഞവസാനം ബോധം കെട്ട് വീണുപോയി. കൂടെ നിൽക്കുന്ന ആള് ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളോട് പറയുന്നു, ഒന്ന് രാജാവിനോട് മയത്തോടെ സംസാരിക്കണേ. നമുക്കും തോന്നൂലേ അയാൾ രാജാവല്ലേ, അയാൾ അങ്ങനെ ആഖിറം പറഞ്ഞ് പേടിപ്പിക്കാൻ പറ്റോ? അപ്പുറത്തൊരു ചോദ്യം ഉണ്ട്, അയാൾ മുസ്ലിമല്ലേ? മുസ്ലിമിന് ആഖിറത്തിൽ വിശ്വാസം വേണ്ടേ? ദുനിയാവിന്റെ സുഖവും ഭരണവും മാത്രം കണ്ണും നട്ടിരുന്നാ മതിയോ? എന്തും ചെയ്യാൻ പറ്റുമോ സഹോദരങ്ങളെ? ഭരണം കിട്ടിയെന്ന് കരുതിയാൽ ഒരു വാർഡ് മെമ്പർ ആണെങ്കിൽ പോലും, ഒരു പഞ്ചായത്ത് മെമ്പർ ആണെങ്കിൽ പോലും, ഒരു നാട്ടിലെ ഉന്നതമായ സ്ഥാനം വഹിക്കുന്ന ആളാണെങ്കിൽ പോലും അള്ളാഹ് പൊരുത്തപ്പെടാത്ത ഒരു മേഖലയിലും കൊടുക്കരുത്, വാങ്ങരുത്. അള്ളാഹിന്റെ അടുത്ത് ആഖിറത്തിൽ ഞാൻ ഏൽക്കുന്ന സ്ഥാനത്തെ പറ്റി ഒരു ചോദ്യമുണ്ട് എന്ന ചിന്തയും ബോധവും എല്ലാവർക്കും വേണ്ടതാ. ഒരാളും അതിൽ നിന്ന് ഒഴിവാകൂല.
കൂടെ നിൽക്കുന്ന ഒരാൾ മയം കാണിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ നിങ്ങൾ അയാളെ ഉപദേശിച്ചു കൊല്ലുകയാണോ എന്ന് കൂടെയുള്ള ഒരാൾ ചോദിച്ചു. ആ സമയത്ത് ഫുളൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, മനുഷ്യ, അയാളെ ആഖിറത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ പറ്റുമോ? ഉപദേശം കേൾക്കാനല്ലേ നിങ്ങൾ അയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഞാൻ ആഖിറത്തെ വിഷയം പറഞ്ഞു ഉപദേശിച്ചതല്ലേ? ബോധം തെളിഞ്ഞ ഉടനെ ഹാറൂൻ റഷീദ് പറയുന്നത്, സിദിനി, എനിക്ക് ഈ ഉപദേശം പോരാ, ഇനിയും തരുമോ? റഹിമക്കല്ലാ, ഇന്ന് രാത്രി എനിക്ക് സഹവാസത്തിന് കിട്ടിയത് ഏറ്റവും നല്ലൊരു കൂട്ടുകാരനാണ്. അല്ല നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിച്ചിട്ട് രാജാവിനോട് പറഞ്ഞു, ഫുളൈൽ ബിൻ ഇയാദ് തങ്ങള് ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾക്ക് ഒരു ഭരണാധികാരികളിൽപ്പെട്ട തന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ പറ്റി പരാതി കിട്ടിയപ്പോ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ ആ കൂട്ടുകാരന്, ആ ഗവർണർക്ക് എഴുതിയ കത്ത് കാണണോ നിങ്ങൾക്ക്? യാ അഖീ ഉദക്കിറുക തൂല സഹലി അഹ്ലിന്നാരി ഫിന്നാർ. ഇവിടെ നിങ്ങൾ ദുനിയാവിൽ ഭരണം കിട്ടിയിട്ട് നിങ്ങളും നിങ്ങളുടെ കുടുംബവും സുഖിച്ച് ജീവിച്ചിട്ട് പ്രജകൾക്ക് വേണ്ട അധികാരങ്ങളും അവകാശങ്ങളും കൊടുക്കാതിരിക്കുമ്പോ നരകക്കാര് കാലകാലം നരകത്തിൽ ഉറക്കൊഴിയുന്നവരാണ്. ഒരു സെക്കൻഡ് ഉറങ്ങാൻ പറ്റൂല കേട്ടോ. അത് നന്നായി ഓർക്കണേ. ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ തന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥൻ അനീതിയായി പ്രവർത്തിച്ചു എന്ന് ജനങ്ങൾ പരാതി പറഞ്ഞപ്പോ എഴുതിയ കത്താകുന്നു. അതുകൊണ്ട് അള്ളാന്റെ അദാബിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു പോകണം. എനിക്ക് അവസാനം പറയാനുള്ളത് ഇതാണ് എന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ ആ കത്തിൽ എഴുതിയിട്ടുണ്ട്. ആ കത്ത് വായിച്ച ഉടനെ തന്നെ ഗവർണർ അതാ തന്റെ അധികാരങ്ങളൊക്കെ കൈയൊഴിഞ്ഞ് ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, എന്തേ നീ വന്നത്? ഒന്നുമല്ല, എന്റെ കൽബ് മുഴുവനും മാറിപ്പോയി. നിങ്ങളെ എഴുത്ത് കിട്ടിയപ്പോ ഞാൻ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞു. ഇനി മരിക്കുന്നത് വരെ എനിക്ക് അധികാരം വേണ്ട. നരകക്കാർക്ക് തീയതി നിശ്ചയിക്കാത്ത ഉറക്കൊഴിക്കുന്ന രാവുകളെ പറ്റി നിങ്ങൾ ആ കത്തിൽ എഴുതിയില്ലേ ഉമർ അബ്ദുൽ അസീസ് തങ്ങളെ? ആ ഒരൊറ്റ വരി കണ്ടപ്പോ എന്റെ ഭരണസാരിത്യത്തിൽ നിന്നുള്ള സുഖങ്ങളൊന്നും വേണ്ട, എനിക്ക് പുതിയ ചുമതലകളൊന്നും വേണ്ട, എല്ലാം ഞാൻ ഒഴിവാക്കി കൊടുത്ത് അർഹതയുള്ള ആളുകൾ എടുത്തോട്ടെ എന്ന് കരുതിയിട്ട് ഒഴിഞ്ഞു പോന്നതാ. ഇതങ്ങ് കേട്ടപ്പോ ഹാറൂൻ റഷീദ് വീണ്ടും കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, സിദിനി റഹിമക്കല്ലാ, ഇനിയും ഉപദേശം തരുമോ? അല്ല നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ അവസാനം കൊടുത്ത ഉപദേശം, രാജാവേ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാന്റെ സഹോദരനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അമ്മിർനി അലാ ഇമാറ, എനിക്കൊരു ഭരണാധികാരം തരണമെന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നൽ ഇമാറത ഹസ്റത്തുൻ വനദാമത്തുൻ യൗമൽ ഖിയാമ. നേർക്ക് നേരെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഖിയാമത്ത് നാളിൽ അത് ദുഃഖമാണ്, നഷ്ടമാണ് ഭരണാധികാരം എന്നത്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, ഒരു അമീറായി നിൽക്കാതെ ജീവിക്കാൻ പറ്റുമോ? ഒരു ഭരണാധിപനായി നിൽക്കാതെ ജീവിക്കാൻ പറ്റുമോ? എങ്കിൽ അതാണ് നല്ലത്. നിങ്ങൾ കണ്ടില്ലേ, ചില ഭരണാധികാരികളൊക്കെ ഭരണത്തിലേറുന്നതിന്റെ മുമ്പ്, ഞാനൊരാളെയും വ്യക്തിപരമായി വിമർശിക്കുന്നു എന്ന് കരുതരുത്, നമ്മളെ നാട്ടിലുള്ള ഭരണാധികാരികളെ പറ്റിയാണെന്നും വിചാരിക്കണ്ട. ലോകത്ത് കഴിഞ്ഞുപോയ ഭരണാധികാരികളിൽ പലരും ഉണ്ട്. കേറുന്ന സമയത്ത് നല്ല വാഗ്ദാനങ്ങൾ പറയും, കേറിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞത് ഓർമ്മയില്ല, ജനങ്ങൾക്ക് എഴുതി കൊടുത്ത് ഓർമ്മയില്ല, പല ആളുകളോടും പറഞ്ഞ വാഗ്ദാനങ്ങൾ മറന്നുപോയി. അതുകൊണ്ട് പറയുന്നു, അബ്ബാസേ, ഭരണാധികാരിയാകാതെ ജീവിക്കാൻ പറ്റുമോ? അങ്ങനെ നോക്കിക്കോ. ഹാറൂൻ റഷീദിന് രാത്രി അന്തപ്പാതിര സമയത്ത് കൊടുക്കുന്ന ഉപദേശമാണ്. എന്നിട്ട് പറഞ്ഞു, സിദിനി റഹിമക്കല്ലാ, എനിക്കിനിയും നിങ്ങൾ ഉപദേശം തരണം, ഞാനൊന്ന് നന്നാകട്ടെ. ഒരു ഭരണാധികാരിയാണ് ഈ ചോദിക്കുന്നത്. ഫുളൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു എന്ന മഹാപണ്ഡിതൻ മക്കയിൽ വെച്ച് ഭരണാധികാരി ഹജ്ജിന് വന്നപ്പോ കണ്ട നേരത്ത് ഉപദേശം തേടിയപ്പോ കൊടുക്കുന്ന ഉപദേശമാണ്. നല്ല മുഖഭംഗി അല്ല നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഈ സൃഷ്ടികളെ പറ്റി അല്ലാഹു തആല നിങ്ങളോട് ആഖിറത്തിൽ ചോദിക്കും. ഈ സൃഷ്ടിപ്പിനെ പറ്റി അല്ല നിങ്ങളോട് ചോദിക്കും. അല്ല തന്ന സൃഷ്ടിപ്പ്
ഇപ്പൊ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിച്ചിട്ടുണ്ടോ? ശുക്ർ ചെയ്തിട്ടുണ്ടോ? ഈ മുഖം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുമോ? എന്നാ നാളെ നേരം പൊളുക്കുമ്പോ, വൈകുന്നേരമാകുമ്പോ, നിങ്ങളെ പ്രജകളിൽ നിന്ന് ആരോടെങ്കിലും ഒരാളോട് വെറുപ്പുണ്ടോ, വിദ്വേഷമുണ്ടോ? നരകത്തിൽ പോകേണ്ടി വരും രാജാവേ. നല്ല മുഖം നരകത്തിൽ കൊണ്ടുപോയി കടക്കേണ്ടി വരും, സ്വർഗത്തിലെത്താൻ പറ്റൂല. നിങ്ങളുടെ പ്രജകളിൽ ഒരാളോടും വെറുപ്പ് പാടില്ല, ഒരാളോടും വ്യത്യസ്ത വീക്ഷണം പാടില്ല. പ്രജകൾ എന്ന കണക്കിൽ എല്ലാവർക്കും ഒരേ നീതിയാകണം, എല്ലാവർക്കും ഒരേ ധർമ്മമാകണം. ഹാറൂൻ റഷീദ് കരഞ്ഞിട്ട് അവസാനം പോകുന്ന നേരത്ത് ചോദിക്കുന്നു, കടം വല്ലതുമുണ്ടോ? ഇതുവരെ 3 പണ്ഡിതന്മാരും കടണ്ട് എന്നല്ലേ പറഞ്ഞത്. ഫുലൈൽ വിനാദങ്ങൾ പറയുന്നു, എനിക്കൊരു കടമുണ്ട്, നിങ്ങൾക്ക് വീട്ടാൻ കഴിയോ? എന്താ കടം എന്ന് വെച്ചു. നാളെ അല്ലാഹു തആല എന്നെ ഹിസാബ് എടുക്കുമോ ഇല്ലേ എന്നുള്ള വിഷയത്തിൽ പേടിച്ച് ചിന്തിച്ച് നിൽക്കുക. ഞാൻ ആ കടം വീട്ടിത്തരാൻ കഴിയോ? അള്ളാന്റെ ഹിസാബിനെ പറ്റി ആലോചിച്ചാണ് ഞാൻ രാത്രിയൊക്കെ ഉറക്കമൊഴിച്ച് ചിന്തിച്ചിരിക്കുന്നത്. എനിക്ക് ദുനിയാവിൽ വിചാരണ നടന്നിട്ടില്ലല്ലോ. വിചാരണ എന്ന് പിന്നെ വരാനിരിക്കുന്ന ഒരു കടമല്ലേ. നന്നായി എന്നെ പരിശോധന നടത്തിയാൽ ഞാൻ കുടുങ്ങിയില്ലേ? എന്തെല്ലാം തെളിവ് ഞാൻ അള്ളാഹുവിന്റെ അടുക്കൽ പറയണമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ആ ഒരു കടബാധ്യതയെ പറ്റി നിങ്ങൾ എനിക്ക് സന്തോഷം തരുമോ? എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ച കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന വിഷയത്തെപ്പറ്റി ഞാൻ വല്ലാത്ത ബേജാറിലാണ്. ഇതാ 1000 ദീനാറ് പിടിച്ചോളൂ, രാജാവ് പറയാണ്. എന്നിട്ട് നിങ്ങളെ കുടുംബങ്ങൾക്ക് ചെലവാക്കിക്കോളൂ, നിങ്ങളെ ഇബാദത്തിന് ശക്തി നേടിക്കോളൂ. ഫുലൈൽ ഇബ്നു ഇയാദ് തങ്ങൾ പറയുന്നു, സുബ്ഹാനല്ലാഹ്, അന അദുല്ലുക അലാ ത്വരീഖിൻ നജാ. ആഖിറത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഓരോന്ന് എണ്ണി ഞാൻ നിങ്ങളെ പഠിപ്പിക്കുമ്പോ നിങ്ങൾ എനിക്ക് 1000 ദീനാറ് തന്നിട്ട് പ്രത്യുപകാരം തരുകയാണോ? അല്ലാഹ് നിങ്ങൾക്ക് സലാമത്ത് നൽകട്ടെ, നല്ലതിന് തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ പോയിക്കോളൂ, നിങ്ങൾ 1000 ദീനാറ് വേണ്ട. രാജാവ് അവിടെ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത്, വാതിൽക്കലെത്തിയ സമയത്ത് ഹാറൂൻ റഷീദ് പറയാണ്, അബ്ബാസേ, കൂടെയുള്ള പരിചാരകനോട് പറയാണ്, ഇതുപോലത്തെ മനുഷ്യന്മാരെയാണ് എനിക്ക് കാണിച്ചു തരേണ്ടത്. നല്ല തഖ്വയുള്ള മനുഷ്യനാണ്. ഇതുപോലത്തെ ആൾക്കാരത്ത് നമുക്ക് ഇനിയും വരണം. എന്റെ കൽബ് എത്രയോ നന്നായി പോയി, എന്റെ ചിന്ത മാറിപ്പോയി, എന്റെ ഭരണത്തിലെ പല നീക്കുപോക്കുകളും എനിക്ക് വീഴ്ചയായി തോന്നിപ്പോയി. ഒരൊറ്റ രാത്രിയിലെ കുറഞ്ഞ നേരത്തെ ഉപദേശം കൊണ്ട് മനസ്സ് പലതും മാറിപ്പോയി. ഇനിയും മക്കയിൽ വരുമ്പോ ഈ മഹാനുഭാവനെ എനിക്ക് കാണിച്ചു തരണേ. രാജാക്കന്മാര് പോലും കൂട്ടുപിടിച്ചത്, നന്നാകാനുള്ള ഉപദേശം സ്വീകരിച്ചത്, ആഖിറം ലക്ഷ്യം കൊണ്ട് ജീവിക്കുന്ന മഹാന്മാരുടെ കൂടെയാ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മുത്തഖീങ്ങളെ അവിടെ പിരിയാതിരിക്കൂ, മുത്തഖീങ്ങളെ അവിടെ എതിരാളിയാകാതിരിക്കൂ. മുത്തഖീങ്ങളെ കൂട്ടുപിടിക്കണം, അവരോടൊപ്പം സഹവാസം പുലർത്തണം. അങ്ങനെ മുത്തഖീങ്ങളിൽ ഒരാൾ നമ്മുടെ കൂടെ നിന്ന് ജീവിച്ച് അയാൾക്ക് നമ്മളും നമുക്ക് അയാളും വഴികാട്ടികളായി നല്ല നിലക്ക് 2 കൂട്ടുകാർ ജീവിച്ചു പോയാൽ അള്ളാന്റെ മാർഗത്തിൽ അവർ ഇഷ്ടപ്പെട്ടു. അല്ലാഹു തആല പൊരുത്തപ്പെടാത്ത മാർഗത്തിൽ ഭിന്നിച്ചു കഴിഞ്ഞു. എന്നിട്ട് അവർ ഒരുമിച്ച് ജീവിച്ചു. അവർ അർശിന്റെ തണലിലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കൂട്ടുകെട്ടില്ലേ, അതാണ് പെങ്ങന്മാരെ നമ്മിൽ വേണ്ടത്, അതാണ് സഹോദരങ്ങളെ നമ്മിൽ വേണ്ടത്. അള്ളാഹു നമ്മെ അതിന് സഹായിക്കുമാറാകട്ടെ. അത്തരത്തിൽ നല്ല സഹവാസം ജീവിച്ചിരിക്കുന്നവരോടും മരണപ്പെട്ട മഹാന്മാരോടും പുലർത്തിയിട്ട് ദുനിയാവും ആഖിറവും അള്ളാഹു നമുക്ക് സലാമത്താക്കി തരട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി അറിയിച്ച ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ദ്വാരക്കാം. 2-3 കുറെ വായിച്ച് നേരമിപ്പിക്കാനില്ല. നടുവളപ്പിലെ മമ്മുഞ്ഞിയുടെ മകൻ അബ്ബാസ് സുഖമില്ലാതെ ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ്. BP കുറഞ്ഞ് ആശുപത്രിയിൽ വല്ലാത്ത സീരിയസിലാണ്. അല്ലാഹു തആല പെട്ടെന്ന് ശിഫ കൊടുക്കുമാറാകട്ടെ. ആജിലായ ശിഫ നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. മഹാന്മാരായ മഹത്തുക്കളുടെ സ്വഹാബിമാരുടെയും അവരുടെ കൂടെയുള്ള മഹാന്മാരുടെ ഒക്കെ ബർക്കത്ത് കൊണ്ട് നീ ശിഫ നൽകണേ റഹ്മാനെ. ആക്സിഡന്റിൽപ്പെട്ട് മംഗലാപുരം ഹോസ്പിറ്റലിൽ കഴിയുന്ന
ഐസിയിലുള്ള അല്ലെ ഉമ്മാക്ക് എത്രയും പെട്ടെന്ന് പരിപൂർണ്ണ സുഖം ലഭിക്കാൻ വേണ്ടി. ഇത് ഇന്നലെ ആക്സിഡന്റ് ആയതാ. പ്രത്യേകം ഉറൂസിലെ ഫൈനാൻസ് കമ്മിറ്റി അംഗത്തിന്റെ ഉമ്മയാണ്. അള്ളാഹുവേ നീ ശിഫ കൊടുക്കണേ റഹ്മാനെ. ആ ഉമ്മാക്ക് പൂർണ്ണ ആരോഗ്യം കൊടുക്കണേ റഹ്മാനെ. നല്ല എളുപ്പത്തിൽ ആ ഉമ്മാക്ക് ആജിലായ ശിഫ കൊടുക്കണേ റഹ്മാനെ. മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് ഈ സദസ്സിൽ മൂമിനീങ്ങൾ മൂമിനാത്തുകളുടെ ആമീന്റെ ബർക്കത്ത് കൊണ്ട് എളുപ്പത്തിൽ ശിഫ കൊടുക്കണേ റഹ്മാനെ. ആ കുടുംബത്തിന് അവർക്ക് ശിഫ കിട്ടിയിട്ട് നല്ല സന്തോഷം നൽകണേ റഹ്മാനെ. ദുആ ചെയ്യാൻ വേണ്ടി ഒരാൾ 200 രൂപ സംഭാവന നീ സ്വീകരിക്കണേ റഹ്മാനെ. ചെയ്ത ഓപ്പറേഷന്റെ വേദന മാറിക്കിട്ടാൻ വേണ്ടി ദ്വാരക്കാൻ അള്ളാഹുവേ നീ പൂർണ്ണ ശിഫ കൊടുക്കണേ റഹ്മാനെ. മരിച്ച ഉപ്പാക്ക് വേണ്ടി ദ്വാരക്കാൻ എല്ലാ ആളുകളും ഒരു 3 സ്വലാത്തല്ലി മദ്ഹു ചൊല്ലി ഇൻഷാ അല്ലാഹ് ദ്വാരക്ക്. സ്വലാത്തിന് വേണ്ടി ഒന്ന് നിന്നിട്ട് പിന്നെ അവിടെ തന്നെ ഇരുന്നോളൂ. കുറഞ്ഞ ദ്വാ ഞാൻ നടത്തുള്ളൂ. വിശാലമായ ദ്വാകളൊക്കെ പിന്നീട് ദ്വാ സമ്മേളനത്തിലൊക്കെ വരും. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു عليك يا حبيب الله. أحمد الله مصليا مسلما على أحمد والآل والأصحاب من للآل آل. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. أطاه قلبي مذ أتيت واديا قاف ما تابعا وداد طه تاليا لي تالي تال. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آله وأصحاب سيدنا ومولانا محمد. അർഹമുർ റഹീമീനായ അല്ലാഹ്, നീ ഏറ്റവും ഇഷ്ടം നൽകിയ മഹാന്മാരുടെ ഹളറത്തിലാണ് ഞങ്ങളുള്ളത്. അല്ലാഹുവേ, സ്വഹാബിമാരിൽപ്പെട്ട വലിയൊരു മഹാനുഭാവൻ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നവരെ കൂടെയുള്ള മഹാന്മാരും അവരെ ജാഹു ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ സദസ്സ് നീ സ്വീകരിക്കണേ റഹ്മാനെ. ദുആന ഖബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളവരെ ചാരത്ത് എത്തിയ കാരണം കൊണ്ട് ഞങ്ങളെ എല്ലാ വിഷയങ്ങൾക്കും നീ നന്മ നൽകണേ റഹ്മാനെ. സിയാറത്ത് കൊണ്ട് ഈ സദസ്സ് കൊണ്ട് ഞങ്ങളെ ഖൽബ് നന്നാക്കി